ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പകൽക്കാലം നമ്മുടെ ഈ മാസത്തെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 4ാമത്തെ സെഷനിൽ നാം ഒരുമിച്ച് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സാവകാശം തന്നു. പിന്നെയും വന്നു ചേർന്ന് എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഉപവസിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. ആഗതരായിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, വേദിയിലായിരിക്കുന്ന ബഹുമാന്യ പാസ്റ്റേഴ്സ് ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. വളരെ ആകാംക്ഷയോടെ ദൈവപാദപീഠത്തിൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ നിലയും വിലയും അറിയുന്ന കർത്താവ് നമ്മോട് ഇന്ന് ഹൃദ്യമായി സംസാരിക്കുന്ന ഒരു പകൽക്കാലമാണ്. ആമേൻ. കർത്താവ് നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത്, നമുക്ക് വേണ്ടി അയക്കപ്പെട്ട, നമ്മൾക്ക് വളരെ സുപരിചിതനും കഴിഞ്ഞ നാളുകളിൽ നമ്മെ ബലപ്പെടുത്തി നമ്മോട് ശക്തമായ ആലോചന പറഞ്ഞു തന്ന് ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബിനു പൗലോസ് പിറവം കർത്താവിൻ്റെ ദാസനെ നമുക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്ന് ഉള്ള എല്ലാ സമയവും കർത്താവിൻ്റെ ദാസനെ കൈമാറുകയാണ്. ഇന്ന് പകലും രാത്രിയിലും ദൈവം ശക്തമായി ഉപയോഗിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്നുള്ള സമയം ബഹുമാന്യ പാസ്റ്ററെ ആദരപൂർവ്വം ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽക്കാലം നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ വലിയവനായ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൽ ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിന് ശ്രേഷ്ഠദാസൻ, ഈ PMG സഭയുടെ പ്രസിഡൻ്റായിരിക്കുന്ന പ്രിയ മെമോറിസ് പാസ്റ്റർ, അതുപോലെ സഭയുടെ ശുശ്രൂഷകനായ ബഹുമാന്യ തോമസ് കുട്ടി പാസ്റ്റർ, അതുപോലെ മറ്റ് കർത്തദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ വലിയവനാ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പാടി ആരാധിപ്പാൻ കൃപ തന്നു. നമ്മൾ ആരാധനയെക്കുറിച്ച് പഠിക്കുമ്പോൾ കർത്താവ് സകലം സൃഷ്ടിപ്പാൻ വേണ്ടി 2 അധ്യായം എടുത്തിട്ടുള്ളൂ. എന്നാൽ ലേവ്യ പുസ്തകത്തിൽ പകുതി അധ്യായവും ആരാധനയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആരാധന ദൈവത്തിന് അത്ര ഇമ്പോർട്ടൻ്റാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാധനയിൽ പ്രസാദിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മളെ ആരാധിക്കാൻ വേണ്ടിയാണ് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി ശ്രേഷ്ഠ ദൈവദാസന്മാരോടും ദൈവജനത്തോടും മുമ്പിൽ കർത്താവിനെ ശുശ്രൂഷിപ്പാൻ കർത്താവ് ഈ പകലിൽ തന്ന വലിയ ഭാഗ്യത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കിന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി വായിക്കാം. എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. വായിച്ചു. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. വായിച്ചു. 1 ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അതിന് അവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞതൊരു ഭാഗത്ത് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞു. അവൾ അവനെ വിട്ട് ചെന്ന് തൻ്റെ മക്കളോടുകൂടി അകത്ത് കടന്ന് വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ച് കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് പാത്രമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്ന് പോയി. നമുക്കൊരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല പകലിനാ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരിക. 2024 വർഷങ്ങൾക്ക് പുറകിൽ 2 കള്ളന്മാരുടെ മധ്യേ കാൽവരി കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇന്നും ജീവിക്കുന്നവനും സാക്ഷാൽ ദൈവമായിരിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പകൽക്കാലം ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവെ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. വചനത്തിൻ്റെ വാതിൽ തുറക്കണമേ. പാടി ആരാധിപ്പാൻ കൃപ തന്ന ദൈവത്തിന് സ്തോത്രം. ഏകാഗ്രതയോടെ നിൻ്റെ ജനത്തെ ഇരുത്തണം. വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നുവല്ലോ. വചനം അയച്ച് സൗഖ്യമയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വലിയൊരു ആത്മപകർച്ച ഈ പകൽക്കാലം വെളിപ്പെടുവാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ മധ്യേ ഉള്ളതിനായി സ്തോത്രം. ഏകാഗ്രതയോടെ നിൻ്റെ ജനത്തെ ഇരുത്തണം. ഈ പ്രയർ കഴിയുന്ന സമയം വരെ ഈ ദേശത്ത്
ദേശത്ത് വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തിയെ ദൈവദൂതന്മാരെ അയച്ച് ദൈവം ബന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ, കൃപയോട് നിറയ്ക്കണം, വചന സൂക്ഷ വെളിപ്പെടും, കൃപയോട് നിറച്ചാട്ടെ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. വളരെ ശ്രദ്ധേയമായ ഒരു വേദഭാഗമാണെന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി നമ്മൾ വായിച്ചത്. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്ന 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ അനവധി തവണ ഈ വേദഭാഗത്തിൽ നിന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് പകൽക്കാലം പിന്നെ ദൈവം നമ്മളോട് സംസാരിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ സ്തോത്രം. ഒരിക്കൽ കൂടി വായിച്ചാട്ടെ. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാർ ഒരുത്തി എലീശയോട് നിലവിളിച്ചു. യേശുക്രിസ്തുവിൻ്റെ നിഴല. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അദ്ദേഹം ആരായിരുന്നു? യഹോവഭക്തനായിരുന്നു. ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയുക, അദ്ദേഹം ആരാണ്? യഹോവ ഭക്തനായാണ്. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. നാട്ടുകാർ നമ്മളെക്കുറിച്ച് പറയുന്നതിനേക്കാളുപരി കൂടെ ഉള്ളയാൾ, കൂടെ പാർക്കുന്നയാൾ, ഭർത്താവായിക്കട്ടെ ഭാര്യയാകട്ടെ, നമ്മളെക്കുറിച്ച് പറയുമ്പോൾ അതാ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ആത്മീയ ദൂത് മനസ്സിലാക്കിയ ഒരു കാര്യം, നാട്ടുകാർ മുഴുവൻ നമുക്കെതിരാണെങ്കിലും ജീവിത പങ്കാളി നമുക്ക് അനുകൂലമാണെങ്കിൽ നീ ജീവിതത്തിൽ ഒരിക്കലും തകരില്ല. മറിച്ച് ദൈവത്തിന് ജീവിത പങ്കാളി എതിരും നാട്ടുകാർ മുഴുവൻ അനുകൂലമാണെങ്കിൽ ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ശുശ്രൂഷയിലും മറ്റു തലങ്ങളിലും മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാ. ഇവിടെ ഭാര്യ വന്ന് പറഞ്ഞ്, എന്താ അച്ചായൻ കർത്താവിൻ്റെ ദാസനായിരുന്നു. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ഞാൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. പക്ഷേ ഇപ്പോൾ വന്ന ഒരു ചെറിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിള്ളേരെ കടക്കാരടിമപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുക. അപ്പോൾ ഈ അമ്മയുടെ ദുഃഖം മക്കളെ ചൊല്ലിയുള്ള ദുഃഖമായി ഈ അമ്മ അനുഭവിക്കുന്നത്. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എലീശ അവളോട് ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്തുണ്ടോയെന്ന് ചോദിച്ചു. സ്തോത്രം. കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയുണ്ടോ? ആരാധനയുണ്ടോ? അഭിഷേകമുണ്ടോ? വചനധ്യാനമുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ? അവൾ പറഞ്ഞു, ഒരു ഭരണി എൻ്റെ കയ്യിലുണ്ട്. ഇവിടെ ഇല്ലാത്തത് എന്താ? ഇല്ലാത്തത് ദൈവത്തിന് സ്തോത്രം പാത്രമാണ്. എണ്ണയുണ്ട്, ഇല്ലാത്തത് പാത്രമാ. പാത്രത്തെ ദൈവം കൊണ്ടുവരും. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. പക്ഷേ ആദ്യത്തെ ദൂത് തോമസ് കുട്ടി പാസ്റ്റർ ദൈവസഭയോട് പരിശുദ്ധാത്മാ പറയുക, അമ്മ പകരേണ്ട ചില പാത്രങ്ങളെ ഇനിയും സഭയ്ക്കകത്ത് ദൈവം കൊണ്ടുവരുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. റമനകത്തുരി അടകപ്രഭു റമനറസിയാനുഭവനി. ചിലതിൻ്റെ അകത്ത് വന്ന് വേറുറയ്ക്കാതെ ചിലത് മാറിപ്പോയെങ്കിൽ ദൈവത്തിൻ്റെ ആത്മ പുതിയ ചില തൈകൾ ഇതിൻ്റെ അകത്ത് കൊണ്ട് നട്ട് യഹോവ വളർത്തുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഇതിൻ്റെ അകത്ത് ചിലർ കൃപ പ്രാപിക്കും, കൃപാവരങ്ങൾ പ്രാപിക്കും. ശക്തന്മാരായ ചില ശുശ്രൂഷകന്മാരെ ഇതിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുമെന്ന് ഇന്ന് പകല് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. റത്തൽ മൗനി റമന ചുടപറമന റസിയാനുഭവനി. ദൈവത്തിൻ്റെ ആത്മാ പറയുക, ഇതിൻ്റെ അകത്തുനിന്ന് ഉടബല അഭിഷേകം പ്രാപിച്ച പലതോ ലോകത്തിന്റെ വിവിധ മേഖലകൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ശോഭിക്കുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഉടബല പല ഈ ചർച്ചിന്റെ ബ്രാഞ്ചുകൾ, പിന്നെ ചില രാജ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഉടബല ചില ഓപ്പണിങ്ങുകൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. അടകരമന റിവനറസിയാനുഭവനി. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ഇവിടെ വന്നത് ഏലീശ അടുക്കല വന്നത്. ഏലീശ യേശുക്രിസ്തുവിന്റെ നിഴല. ഞാൻ പറയുന്നത് എല്ലാവരോടും മുമ്പിൽ കരഞ്ഞിട്ട് കാര്യമില്ല, കരയേണ്ടവന്റെ മുമ്പിൽ കരഞ്ഞ വിടുതല. സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, മനുഷ്യന് സഹായിക്കുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷെ ദൈവം തുറന്ന നിന്റെ സങ്കടം, നിന്റെ നിന്ന, നിന്റെ അവഗണന, ഉടബലകട റമനരസി, ഇത് മാറത്തക്കവണ്ണം തുറക്കുന്ന ദൈവത്തെയാ ഇന്ന് പകല് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. റീവാന റീഖവിനി പവനിയ അറസി. ആരാ? ഏലീശ. യേശുക്രിസ്തു. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ഏലീശ ഏലിയാവിന്റെ ശിഷ്യനാ. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. 1 രാജാക്കന്മാരിൽ തുടങ്ങി, 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ തുടങ്ങി, 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൽ അവസാനിച്ച് 8 അധ്യായം കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച മനുഷ്യനാ ഏലിയാവ്. ഒരു രാജ്യത്തെ രാജാവിനെയും ദൈവത്തിന് ആ രാജ്യത്തെ കിടുകിടാ വിറപ്പിച്ച പ്രാർത്ഥനാ മനുഷ്യനാ ഏലിയാവ് എന്ന് പറയുന്നത്. ഞാൻ ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ഒരു പ്രവാചകൻ ഇവിടെ നിന്ന് പ്രസംഗിച്ച പിശാചിന് പേടിയില്ല, ഭൂത പറക്കുന്ന പാർശ്വ പിശാചിന് പേടിയില്ല, ദൈവത്തിന് വെളിപ്പാടുള്ളയാളെ പിശാചിന് പേടിയില്ല. പിശാച് ഭയപ്പെടുന്നത് പ്രാർത്ഥനാ മനുഷ്യനെ പിശാച് ഭയപ്പെടുന്നത്. പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരനാകട്ടെ, ഒരു സഹോദരിയാകട്ടെ, ഒരു ദൈവദാസനാകട്ടെ, ആലയത്തിൽ കയറി വരുമ്പോൾ അന്ധകാര ശക്തികൾ വിറയ്ക്കാനിടയായി തീരും. ദൈവത്തിന് നീയോടെ അതാ പ്രയറിന്റെ ശക്തി എന്ന് പറയുന്നത്. അതാ പ്രയറിന്റെ ശക്തി എന്ന് പറയുന്നത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ എമെടുത്ത് പ്രാർത്ഥിക്കുക. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. അടകരമന റിവനറസിയാന ഭവന്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ ഇസ്രായേൽ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് ആഹാബ്, ഭാര്യയുടെ പേര് ഇസബേൽ. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ബാലിനെയും അശേരയും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവം ശക്തനായ ഒരുവനെ എഴുന്നേൽപ്പിച്ചിട്ട് ആഹാബിനോട് പറയുക, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. ദൈവത്തിന് നീയോട് ആഹാബ് ഏലിയാവിനോട് ചോദിച്ചത്, നീയാണോ തീരുമാനിക്കുന്നത് മഞ്ഞും മഴയും ഉണ്ടാകുകയില്ലെന്ന്? ഏലിയാവ് ആഹാബിനോട് പറഞ്ഞു. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. രാജ്യഭരണം നിന്റെ കയ്യില.
കയ്യിലാ, രാജ്യത്തിന്റെ ചെങ്കോലും കിരീടവും നിന്റെ കയ്യിലാ. പക്ഷേ ദൈവ പ്രകൃതിയുടെ മേലുള്ള അധികാരം പ്രാർത്ഥിക്കുന്ന എൻ്റെ കരങ്ങളിലാ. ദൈവത്തിന് പ്രാർത്ഥിയുടെ പ്രകൃതിയുടെ മേലെ അധികാരം പ്രാർത്ഥിക്കുന്ന എൻ്റെ നാവിന്മേലാ. ദൈവത്തിന് രാജ്യഭരണം നിന്റെ കയ്യിലാ. പക്ഷെ ആ രാജ്യത്ത് എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രാർത്ഥനാ മനുഷ്യനായ ഏലിയാവല്ല. അതാ പ്രാർത്ഥിക്കുന്നവന്റെ പവർ എന്ന് പറയുന്നത്. യേശുവിന്റെ നാമത്തെ ഏമെടുത്ത് പ്രാർത്ഥിക്കുക. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഏലിയാവ് ദൈവത്തിന് ഒരു കാലഘട്ടത്തിൽ ശക്തമായ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട മനുഷ്യനാണ് ഏലിയാവ്. ഏലിയാവിൻ്റെ ദൈവത്തിന് ശുശ്രൂഷ തീരുന്ന ഒരു അവസാന കാലഘട്ടത്തിൽ ഇസബേൽ ഏലിയാവിനെ വെല്ലുവിളിച്ചു. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. എത്ര ശക്തന്മാരാണെങ്കിലും സ്തോത്രം, സ്വർഗത്തിൽ നിന്ന് തീയിറക്കിയ ഏലിയാവ്, മരിച്ച കൊച്ചിനെ ഉയർപ്പിച്ച ഏലിയാവ്, കെരീതോട്ടിൽ കാക്ക ഏലിയാവിന് വേണ്ടി വന്നു. ഈ കേലിയാവ് ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ഇസബേലിൻ്റെ വാക്കുകൾ മുമ്പ് ഭയപ്പെട്ട് മരിക്കാൻ ആഗ്രഹിച്ച് ചൂരച്ചെടി തണൽ അഭയം പ്രാപിച്ചിരിക്കുമ്പോൾ ഇവൻ ആരെ സേവിച്ചോ, സേവിച്ചവൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് അവന് വേണ്ടി ഇറങ്ങി വന്നു. സ്തോത്രം. ഞാനൊരു കാര്യം നിങ്ങളോടൊന്ന് പലകാലം പറയട്ടെ. ഒരു കാലഘട്ടം വരെ ദൈവത്തെ സേവിച്ചിട്ട് നിനക്കൊരു കഷ്ടകാലം വരുമ്പോൾ പള്ളുന്ന ദൈവത്തെ അല്ല, കഷ്ടകാലം വരുമ്പോൾ അതിന് പോക്കുവഴി ഒരുക്കുക ദൈവം തന്റെ ദൂതനെ നിനക്ക് വേണ്ടി അയപ്പാനിടയായി തീരും. യേശു ക്രിസ്തുവിന്റെ നാമത്തെ എടുത്ത് പ്രാർത്ഥിക്കുക. ഞാൻ നീ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചില വാതിലുകൾ തുറക്കുക. ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവം അയക്കുന്ന വെളിപ്പാട്. മക്കൾക്ക് വേണ്ടി ചില റബന ചുടപറ പ്രാർത്ഥിച്ചോ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിനോട് പറയുക, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കാൻ ദൂതന്മാരെ അയക്കുന്ന ഒരു വെളിപ്പാട് പകൽക്കാലം പരിശുദ്ധാത്മാവിനോട് ദൂത് വിളിച്ചു പറയുക. പ്രാർത്ഥിച്ച് മടുത്തുപോ ചില വിഷയത്തിന് മറുപടി വെളിപ്പെടാൻ പോകുക. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയുക, ഒരു ചെറിയ സമയം കൂടെ കഴിയുമ്പോൾ ചില യാത്രകൾ മുമ്പിലുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഇന്നത്തെ പരിശുദ്ധാത്മാവ് പറയുന്നു, തലമുറ വിഷയത്തിന്മേ ചില വാതിലുകൾ തുറക്കുന്ന ടൈമാ മുമ്പിലെന്ന് ഇന്ന് പകല് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. മത്തൽമോവിന് മനത്തുരി കടകട്ടം പത്രോസിന് വേണ്ടി 1ഉം 2ഉം വാതിൽ ദൂതൻ തുറന്നു. 3ാമത്തെ വാതിൽ സ്വതവേ തുറന്നതുപോലെ എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയാ, പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. ദൈവം ദൂതനെ അയച്ച് വാതിൽ ചിലത് പുതിയ ചില വഴികൾ തുറക്കുന്ന ടൈമാ. ടൈം എന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. യേശുവിന്റെ നാമത്തെ എടുത്ത് പ്രാർത്ഥിക്കുക. ശ്രദ്ധിച്ചേ, ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നവൻ ആരെ ശുശ്രൂഷിച്ചവൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ഏലിയാവിനോട് പറഞ്ഞു, നീ മരിക്കാനല്ല നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത്, ഇനിയും നിനക്ക് ദീർഘദൂരം യാത്ര ചെയ്യാനുണ്ട്. അപ്പം അതിനകത്ത് ദൈവാത്മാവ് ഒരു ദൂത് പറയാ, മരിക്കാൻ ആഗ്രഹിച്ച നീ ഇന്നും ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ചില പ്രവൃത്തി കാണാനെന്ന് ദൈവം ദൂത് വിളിച്ചു പറയുക. ഒരു കാലത്ത് നീ മരിക്കാൻ ആഗ്രഹിച്ച ചിലർ വെല്ലുവിളി, ചിലർ നിനക്കെതിരെ കേസ് കൊടുത്തപ്പോൾ ഗത്യന്തരമില്ലാതെ പകർന്ന ചില രാത്രികൾ നിനക്ക് വേണ്ടി അയച്ച വിടുതൽ ഓർത്ത് ഇന്ന് പകല് ദൈവത്തെ സ്തുതിക്കട്ടെ. ശ്രദ്ധിച്ചേ, ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ഏലിയാവിനോട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഹോരേബോളം യാത്ര ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഏലിയാവ് അവിടെ എഴുന്നേറ്റ് ഹോരേബോളം യാത്ര ചെയ്തു. ഹോരേബിൽ ചെന്ന് താനൊരു ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ചിരിക്കുക. അവിടെ സ്വർഗത്തിൽ ദൈവം അവനെ തേടി വന്നു. ദൈവവേലയ്ക്ക് വിളിയുണ്ടെങ്കിൽ എവിടെ മറഞ്ഞാലും ദൈവം നിന്നെ തേടി വരും. ദൈവത്തിന് സ്തോത്രം. ദൈവവേലയ്ക്ക് വിളിയുണ്ടോ, എവിടെ മറഞ്ഞാലും ദൈവം തേടി വരും. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ഇവൻ ഹോരേബിൽ ഒരു ഗുഹയിൽ കയറി മടഞ്ഞിരിക്കുക. സ്വർഗത്തിലെ ദൈവം അവനെ തേടി അവിടെ എത്തി. ഏലിയാവേ, നിനക്ക് ഇവിടെ എന്ത് കാര്യം? ഏലിയാവ് പറഞ്ഞു, ഞാൻ സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടി ഒത്തിരി ശുഷ്കാന്തിച്ചിരിക്കുക. ദൈവത്തിന് ആഹാബും ഇശ്മവേലും കൂടെ ദൈവത്തെ ആരാധിക്കുന്നവരെ മുഴുവൻ കൊന്നുകളഞ്ഞു. ഇസ്രായേലിൽ ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. ഏലിയാവിനോട് ദൈവം പറയാം, അത് നിന്റെ തെറ്റിദ്ധാരണയാ. ഏലിയാവ് ദൈവത്തോട് ചോദിച്ചു, അതെന്തേ കർത്താവേ? എടാ, നിന്നെ കൂടാതെ 7000 പേര് ഇസ്രായേലിലുണ്ട്. അവരുടെ പ്രാർത്ഥന എന്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഇന്ന് പകൽക്കാലം ഈ ദൂത് പറയുമ്പോൾ തിരുവനന്തപുരത്ത് ലക്ഷക്കണക്കിന് ജനമുണ്ടെങ്കിലോ പ്രാർത്ഥിക്കുന്ന നിന്നെ അറിയുന്ന, ഉപവസിക്കുന്ന നിന്നെ അറിയുന്ന, കരയുന്ന നിന്നെ അറിയുന്ന കർത്താവ് ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിട്ടുണ്ട്. ദൈവ തലമുറയെ കുറിച്ച്, വസ്തുവിനെ കുറിച്ച്, കടഭാരത്തെ കുറിച്ച്, നിന്റെ രോഗത്തെ കുറിച്ച് ഭാരപ്പെടുന്ന നിന്നെ ഉലകത്തിൽ ആരറിഞ്ഞില്ലെങ്കിലോ നിന്നെ കാണുന്ന ദൈവം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് ശക്തമായ മിനിസ്ട്രി ഉണ്ട്. പ്രാർത്ഥിച്ചു. വചനത്തിന്റെ വെളിപ്പാടിന്റെ ആഴങ്ങളിലേക്ക് ദൈവാത്മാവ് ഇറക്കും. കർത്താവിനോട് നിന്റെ ഈ സ്റ്റേജൊക്കെ മാറി കൺവെൻഷൻ സ്റ്റേജിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരും. കൺവെൻഷൻ സ്റ്റേജുകളിലും ക്രൂസേഡുകളിലും കൊണ്ടുവന്ന് നിന്റെ പേര് ദൈവം വലുതാക്കുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. അബ്രഹാമിന്റെ പേര് വലുതാക്കിയതുപോലെ ഉടമദാസന്റെ ദൈവം നിന്റെ പേര് വലുതാക്കും. ഞാനൊരു വെളിപ്പാട് കാണുക, എന്നേക്ക് 3 വർഷങ്ങൾ കഴിയുമ്പോൾ പരവതാനി വിരിക്കുന്നത് പോലെ നിനക്ക് വേണ്ടി ദൈവം വഴികൾ തുറക്കുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഒരു
പട്ടണത്തിൽ നിന്ന് വേറൊരു പട്ടണത്തിലേക്കോ, ഒരു രാജ്യത്തു നിന്ന് ഒരു രാജ്യത്തിലേക്ക് യാത്ര ചെയ്യത്തക്കവണ്ണോ ദൈവം നിനക്ക് വേണ്ടി വഴികൾ ഒരുക്കുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. യഹോവ നിന്റെ വായോടും നാവോടും കൂടിയിരിക്കോ. നീ പ്രാർത്ഥിച്ചോ, ദൈവാത്മാവ് പറയുക, നിന്റെ കുടുംബ ബന്ധങ്ങളിൽ നിന്റെ പേര് ദൈവം വലുതാക്കുമെന്ന് ദൈവം ദൂത് വിളിച്ചു പറയുക. എന്നാൽ ഈ ആണ്ട് നീ സൂക്ഷിക്കണം, നിന്റെ യാത്ര സൂക്ഷിക്കണമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. വണ്ടി ആക്സിഡന്റ് പെടുത്തുവാൻ ദുഷ്ടൻ വാത് കെട്ടുന്നുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. മത്തൽമവിനി മനത്തുരി കടകട്ടം കടകച്ചാര ഖമ്മനവ, നിന്റെ കുടുംബത്തെ ദൈവം ഉയർത്തും. പരിശുദ്ധാത്മാവിനോട് പറയുക, റീബാനകത്തൊരു ബെന്യാമിൻ ഗോത്രം ചെറുതാണെങ്കിലും ഉടബലമനൊരു പൗലോസിലൂടെ ശബരിലൂടെ ആ ഗോത്രത്തെ ദൈവം പൊക്കിയതുപോലെ നിന്നിലൂടെ നിന്റെ കുടുംബത്തെ ദൈവം ഉയർത്തുമെന്ന് ഇന്ന് പകല് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. അടകരമന റിബനകത്തൊരു ബ്രദറിന്റെ പേരെങ്ങനെയാ? പരിശുദ്ധാത്മാവ് പറയാം, നിന്റെ മേലൊരു വിളിയുണ്ട്, തെരഞ്ഞെടുപ്പുണ്ട്. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. നീ എൻ്റെ ബലമുള്ള കൈക്കീഴുന്ന ദിവസങ്ങൾ താണിരുന്നു. തീരുമാനമെടുക്കുമെങ്കിലും തീരുമാനത്തിൽ നിലനിൽക്കാൻ കഴിയാതെ ശത്രു വട്ടം കിറക്കുന്ന മണ്ഡലം ദൈവാത്മാവ് ഇടപെടുക. പരിശുദ്ധാത്മ നീ ഒരു തീരുമാനമെടുക്കും, പക്ഷെ നിലനിൽക്കാൻ കഴിയാത്ത അവസ്ഥയാ. പത്രോസിനെ പാറ്റാൻ അവൻ ശത്രു ചോദിച്ചതുപോലെ നിന്നെ പാറ്റാനൊക്കെ ശത്രു നോക്കിയതാ, പക്ഷെ നിന്നെ തുണച്ച് നിന്നെ മറച്ചതിന്റെ കരമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. പഠനത്തോടുള്ള മണ്ഡലത്തിൽ നീ മുന്നോട്ട് പോകുക. ഷാഗീർ നിന്റെ പഠനത്തെ പാതി വെച്ച് വെടിവെച്ച് തടയുക. ശത്രു പൊരുതിയ മണ്ഡലം ദൈവാത്മാവ് ഇടപെടുക. ഇന്ന് പൽക്കാലം ഞാൻ ഈ ദൂത് പറയുമ്പോൾ ആഹാബിന്റെ രഥത്തിന് മുമ്പിൽ കയറി ഓടിയ ഏലിയാവിനെ പോലെ ചില ജയങ്ങൾ നിന്റെ ലൈഫിൽ ലയിപ്പിക്കുന്ന സമയമാ മുമ്പിൽ. നീ പ്രാർത്ഥിച്ചു, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവനും ഞാനാ. നിന്റെ മുമ്പിൽ ചില ഡോറുകൾ ദൈവം തുറക്കും. നീ പ്രാർത്ഥിച്ചു, ഉടബലവട്ടം റിബനറസി 7 മാസങ്ങൾ 3 ദിവസം വെച്ച് പ്രാർത്ഥിക്ക്. യഹോവയുടെ കരം കാണുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. അടകരമന റിബനറസിയാണ്. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഏലിയാവ് ദൈവത്തിന് സ്തോത്രം, ഗുഹയിൽ കർത്താവ് ഏലിയാവിനെ തേടി വന്നു. ദൈവവേലയ്ക്ക് വിളിയുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും നിന്റെ മക്കളെ തേടി വന്നിരിക്കും ദൈവം. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ഗുഹയിൽ നിന്ന് ഏലിയാവിനെ ദൈവം പുറത്തു കൊണ്ടുവന്നു. അവനോട് പറഞ്ഞു, നീ 3 പേരെ അഭിഷേകം ചെയ്യണം. ഏലിയാവ് ചോദിച്ചു, ആരെയാന്ന് ചോദിച്ചു. 1 ഇസ്രായേലിന് രാജാവായി യേഹൂവിനെ അഭിഷേകം ചെയ്യണം. സ്തോത്രം. ഏലിയാവ് പറഞ്ഞു, ഏറ്റു. 2 ആരാമിന് രാജാവായി ഹസായേലിനെ അഭിഷേകം ചെയ്യണം. സ്തോത്രം. ഏലിയാവ് പറഞ്ഞു, ഏറ്റു കർത്താവേ. ഇനി ആരെയാ? ഇനി നിനക്ക് പകരം നീ മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു കാളപൂട്ടുകാരനെ കാണാം, അവനെ നിനക്ക് പകരം കർത്താവിൻ്റെ വേലയ്ക്ക് അഭിഷേകം ചെയ്തേക്കാൻ പറഞ്ഞു. എൻ്റെ ചിന്ത, ഏലിയാവ് ചോദിച്ചു, കാളപൂട്ടുകാരനെ കർത്താവിൻ്റെ വേലയ്ക്ക് കൊള്ളാവോ? നമുക്ക് MDകാരനെ തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു. അയ്യോ, ബൈബിൾ കോളേജ് ഡിഗ്രിക്കൊന്നും ഞാൻ എതിരല്ല, പഠിക്കാവുന്നിടത്തോളം പഠിച്ചോ. പക്ഷേ അമ്മ ദൈവത്തിന് സ്തോത്രം, അമ്മ ഇവിടെ ഡിഗ്രിയോ ബുദ്ധിയല്ല, അഭിഷേകത്താലാ ദൈവസഭ വളരുന്നത്. അഭിഷേകം വരുമ്പോൾ വ്യക്തികൾ വളരും. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. പൗലോസ് എഫെസോസ് പട്ടണത്തിൽ കാലുകുത്തിയപ്പോൾ ദൈവത്തിന് സ്തോത്രം ദൈവസഭ വളരാൻ തുടങ്ങി. ഞാൻ ദൈവാത്മാവിൽ ദൂത് പറയാ, അഭിഷേകമുള്ളിടത്ത് ജനം വളരും, അഭിഷേകമുള്ളിടത്ത് സഭ വളരും, അഭിഷേകമുള്ള കുടുംബങ്ങൾ വളരും, അഭിഷേകമുള്ള വ്യക്തികൾ വളരും. യേശുവിന്റെ നാമത്തിൽ എടുത്ത് പ്രാർത്ഥിക്കുക. അച്ഛനോട് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക, നീ പ്രാർത്ഥിച്ചോ. ഫിലിപ്പിയർ 4:19 പറഞ്ഞ് പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവമോ, നിന്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണോ ക്രിസ്തുവേശുവിൽ പൂർണ്ണമായ ദൈവം തീർത്തു തരുമെന്ന് ദൈവാത്മാവ് ഇടപെടുക. പണ്ടുള്ളത് നീ ഓർക്കണ്ട, മുമ്പുള്ളവയെ കുറിച്ച് നീ ടെൻഷനും അടിക്കണ്ട. ദൈവം നിന്റെ കാര്യത്തിന്മേൽ ഉടനെ ചില വിടുതലുകൾ അയക്കുമെന്ന് ദൈവം ദൂത് വിളിച്ചു പറയുക. ചില നഷ്ടങ്ങൾ ദൈവം പരിഹരിക്കും. ദൈവത്തിന്റെ ആത്മാവ് പറയുക, കൈക്ക് വരേണ്ടതും അടുത്ത് കിട്ടണ്ടോ. ഏത് കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ തടസ്സം പൊട്ടിച്ച് ഉടബലകയുടെ റബനകത്തോടെ കരം പിടിച്ച് ദൈവം ഉയർത്തുന്ന സമയമാ മുമ്പിലെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. അവന്റെ ആത്മാവിനോട് പറയുക, പ്രാർത്ഥനയുണ്ട്, കണ്ണുനീരുണ്ട്, പക്ഷേ ദൈവം ഒരു മുന്നേറ്റമില്ല. ഇന്ന് പലക്കാലം മുന്നേറ്റത്തിനെതിരെ കെട്ട് പൊട്ടിച്ച് നീ ഓടിക്കേറി വരുന്ന സമയമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. നീ പ്രാർത്ഥിച്ചു, കൈയെത്താവുന്ന ദൂരച്ച ചില വിടുതലുണ്ട്. 2024-25 നിനക്ക് വേണ്ടി ദൈവപ്രവർത്തന കരം അനുകൂലമായി വെളിപ്പെടുന്ന വർഷമെന്ന് ഇന്ന് പകല് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പേ ദൈവത്തിന് സ്തോത്രം. ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ നിനക്ക് പകരം കാളപൂട്ടുകാരനെ തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ഞാൻ വിചാരിച്ചു, എന്തിനാ കാളപൂട്ടുകാരൻ തിരഞ്ഞെടുക്കുന്നത്? കാളപൂട്ടുകാരൻ നല്ല അധ്വാനിയാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടത് മടിയന്മാരെയല്ല, നന്നായിട്ട് അധ്വാനിക്കുന്നവരെയാണ് വേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ദൈവം നോക്കുന്ന മടിയന്മാരെയല്ല. മടിയന്മാരെ ദൈവത്തിന് സ്തോത്രം ദൈവം തള്ളുമ്പോൾ അധ്വാനിക്കുന്നവരെ കരം പിടിച്ച് ദൈവം ഉയർത്താനിടയായിത്തീരും. യേശുവിൻ്റെ നാമത്തെ എടുത്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ ഏലിയാവ് ഏലീശയുടെ അടുക്കൽ ചെന്ന് അവനെ ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. അവൻ്റെ ഏലിയാവിൻ്റെ പുതപ്പ് ഏലീശയുടെ മേലിട്ടു. എൻ്റെ ചിന്ത കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചു. അപ്പോൾ ഏലീശ പറഞ്ഞു, ഞാൻ എൻ്റെ
തൻ്റെ അപ്പച്ചനെ അമ്മച്ചിയെ ഒന്ന് ചുംബിച്ച് മടങ്ങി വരുവാൻ അങ്ങ് അനുവദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പനെ അമ്മയൊക്കെ ചുംബിച്ച് എലീശ ഇപ്പോൾ ഏലിയാവിനോടുകൂടെ അമ്മ ദൈവത്തിന് സ്തോത്രം ശുശ്രൂഷയിൽ ഒരു ശിഷ്യനായി കൂടിയിരിക്കുക. ഏലിയാവിന് ബൈബിൾ കോളേജുണ്ട്, ദൈവത്തിന് സ്തോത്രം. ബഥേലിൽ ബൈബിൾ കോളേജുണ്ട്, ഗിൽഗാലിൽ ബൈബിൾ കോളേജുണ്ട്, അമ്മ യോർദാനിൽ ബൈബിൾ കോളേജുണ്ട്. ഏറ്റവും ജൂനിയറായി വന്ന പയ്യന ആര്? ഏലീശ. ഏലീശയും ഏലിയാവിനോടും കൂടെ കൂടിയിരിക്കുക. ഇനി നമുക്ക് വായിക്കാൻ 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നിർത്തി ഒന്ന് വായിച്ചാട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം. യഹോവ ഏലിയാവേ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ, യഹോവ ഏലിയാവേ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളാൻ ഭാവിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം. ഏലിയാവും ഏലീശയും പേരുകൊണ്ട് സാമ്യമുണ്ടെങ്കിലും ഇവരുടെ മിനിസ്ട്രിക്ക് വ്യത്യാസമുണ്ട്. ഏലിയാവിൻ്റെ ശുശ്രൂഷ മുഴുവൻ അന്ധകാര ശക്തികൾക്കെതിരെയുള്ള യുദ്ധമാണ്. പക്ഷേ ഏലീശയുടെ മിനിസ്ട്രി മുഴുവൻ വിടുതൽ ശുശ്രൂഷയാണ്. എല്ലാവർക്കും വിടുതലായി ഇഷ്ടം. ദൈവത്തിന് സ്തോത്രം. പിശാചിനോട് പോരാടാനും വെട്ടാനൊന്നും എല്ലാവരോടും താല്പര്യമില്ല. പക്ഷെ ഞാനൊരു ദൂത് പറയാം, പിശാചിനോട് പോരാടി വെട്ടി ജയിച്ചവനാ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിനോട് കൂടെ മറുരൂപമലയിൽ ഇറങ്ങി വന്നത്. സ്തോത്രം. ഇന്ന് നീ യുദ്ധം ചെയ്യുന്നെങ്കിലോ പിന്നത്തെ ദൈവം നിനക്കൊരു ആശ്വാസം തരുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഇന്ന് നീ ഒത്തിരി യുദ്ധത്തിലാണ്, കൂടപ്പുറപ്പുകൾ യുദ്ധത്തിൽ, അയൽവക്കംകാർ യുദ്ധത്തിൽ, സ്നേഹിച്ചവർ യുദ്ധമുണ്ട്, പലതരത്തിലുള്ള യുദ്ധമുണ്ട് നിനക്ക്. പക്ഷെ ദൈവാത്മാവ് ഞാൻ ഇന്ന് പകൽ ഒരു ദൂത് വിളിച്ചു പറയുക, നിന്റെ യുദ്ധമൊക്കെ മാറി നിനക്ക് ദൈവം ഒരു സ്വസ്ഥത തരുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് പ്രവചിച്ച് ദൂത് വിളിച്ചു പറയുക, നിന്റെ ആകുലതകൾ മാറി, കഷ്ടത മാറി, ദൈവം നിനക്കൊരു സ്വസ്ഥത തരുമെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഇന്ന് കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്ന വേദന, മക്കളെ ചൊല്ലി അനുഭവിക്കുന്ന വേദന, സാമ്പത്തിക വിഷയത്തിന്മേൽ അനുഭവിക്കുന്ന കണ്ണുനീര്, അതിന്മേൽ ദൈവം ഒരു തീർപ്പ് കൽപ്പിക്കുമെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. പരിശുദ്ധാത്മാവ് പറയുന്നു, യഹോവ ഒരു മഹാവീരനെ പോലെ അഭിഷിക്തനെ നിന്നോട് കൂടെയുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. രാജറീന രമനരസ്യാന ഭവനി രാജ രമനകപ്പരി ഓട്ടമെല്ലാം പാതി പിടിച്ചു വെച്ച് ഒതുക്കുമെന്ന് ശത്രു വെല്ലുവിളിച്ച സ്ഥാനത്ത് ദൈവാത്മാവ് നിന്റെ കരത്തിന് പിടിച്ച് പിന്നെയും ബലപ്പെടുത്തി ഓടുമാറാക്കിയത് എൻ്റെ കൃപയുടെ കരമെന്ന് ദൈവം ദൂത് വിളിച്ചു പറയുക. ഞാൻ ഈ ദൂത് പറയുമ്പോൾ പ്രാർത്ഥിച്ചോ ദൈവദാസനെ, തലമുറ മേൽ ചില വിടുതലുകളുടെ ടൈമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. നിന്റെ 3 തലമുറകളെ ഉടബലഘട്ടം റബനകത്തുരി ഞാൻ പേര് ചൊല്ലി വിളിച്ച് മാനിക്കുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഞാൻ ഈ ദൂത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, മക്കൾ 2ാമത്തെ ആളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. മത്തൽ മൗനി മനത്തുരി ഘടകട്ട അടകരമന റിവനറസ്യാന ഭവനി രാജരമനകത്തുരി. ഇന്ന് പകൽക്കാലം ഈ ദൂത് പറയുമ്പോൾ ഞാൻ അവർക്ക് ചുറ്റും തീമതിലായിരിക്കുമെന്നുള്ള വചനപ്രകാരം എൻ്റെ 3 മക്കൾക്ക് ചുറ്റും ഞാൻ തീമതിലായി മറച്ചിട്ടുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഒത്തിരി കഷ്ടതയിൽ നിന്ന് കർത്താവ് ഇതുവരെ കൊണ്ടുവന്നതെന്ന് ദൈവം ദൂത് വിളിച്ചു പറയുക. നിന്റെ വീട്ടിൽ ഒന്നിനെ തകർക്കുമെന്ന് ശത്രു കയറി വന്നപ്പോൾ ശത്രുവിനെ വെട്ടി നിന്റെ കുടുംബത്തിന്മേൽ ജയം തന്നത് എൻ്റെ ആത്മാവെന്ന് ദൈവം ദൂത് വിളിച്ചു പറയുക. അവൻ അനർത്ഥ ദൂതം നിന്റെ വീട്ടിൽ വന്നതാ, അനർത്ഥ ദൂതനെ വെട്ടുവാ യഹോവയുടെ ദൂതൻ നിന്റെ ഭവനത്തിൽ ഇറങ്ങിയെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ദാസനെ നിന്നെ അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ ലോകത്തിൽ നിന്ന് മാറ്റുമെന്ന് പറഞ്ഞ് ശത്രു വെല്ലുവിളിച്ച സമയത്തോ ആ പോരിനെ വെട്ടി വിടുതലയച്ചതിന്റെ കൃപയുടെ കരമെന്ന് ദൈവം ദൂത് വിളിച്ചു പറയുക. ലാബാൻ യാക്കോബിനെതിരെ ദോഷം ചെയ്യാൻ എഴുന്നേറ്റതുപോലെ നിന്റെ കുടുംബത്തിനെതിരെ ശുശ്രൂഷയ്ക്കെതിരെ ദോഷം ചെയ്യാൻ ചിലത് പൊങ്ങിയെങ്കിലും ദൈവം ആ ചിലതിനെ ഒതുക്കി നിന്റെ കുടുംബത്തിന് ജയം തന്നതെന്ന് ഇന്ന് പകല് ദൈവം ദൂത് വിളിച്ചു പറയുക. മനത്തുരി കടകട്ടം കടകച്ചാര കമ്മന ബലവ റീവനകത്തുരാജം ഭവടി കൂടപ്പുറപ്പുകളെ കലധികമാ യഹോവ നിന്നെ സ്നേഹിച്ച ദൈവമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്ത പോലെ മറമന തുബിനി ഘടക മനക റബന എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ നിന്നെ അഭിഷേകം ചെയ്ത് ദൈവം നിന്റെ പേര് ഉയർത്തിയത് എൻ്റെ കരമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഒരു സമയം വരെ അമ്മ ഒതുക്കപ്പെട്ട് അവഗണിക്കപ്പെട്ട് കിടന്ന സ്ഥാനത്ത് കരം പിടിച്ചുയർത്തി അമ്മ പേര് വലുതാക്കിയത് എൻ്റെ കൃപയുടെ കരമെന്ന് ദൈവം ദൂത് വിളിച്ചു പറയുക. ഇന്ന് നീ സ്ഥാനത്ത് എത്തിച്ചേർന്നതിന് പിന്നിൽ അവൻ ഒരു കാലത്ത് നീ വില കൊടുത്ത് നിന്നതാ, ഇന്ന് ഈ സ്ഥാനത്ത് ദൈവം നിന്നെ എത്തിച്ചതെന്ന് ഇന്ന് പകല് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. ദാസനെ ജീവിത പങ്കാളിയെ നടുവിനെ കെട്ടി ഭവനി രാജ കടത്തിക്കളയുമെന്ന് ശത്രു വെല്ലുവിളിച്ച സ്ഥാനത്ത് പരിശുദ്ധാത്മാ പറയുക, ഒന്ന് മാറി മറ്റൊന്നു പോലെ ഫൈറ്റിങ്ങൾ തലമുറക്കെതിരെ ജീവിത പങ്കാളിക്കെതിരെ കടന്നു വന്നപ്പോ യഹോവ യുദ്ധം ചെയ്യുക നിന്റെ കൂടാരത്തിൽ ഇറങ്ങിയെന്ന് ദൈവം ദൂത് വിളിച്ചു പറയുക. പ്രാർത്ഥിച്ചോ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, റംബൽ റമന ചുടിബിയടക റമനറസ്യാന ഭവനി കെരൂബയോട് പറ്റിയപ്പോ ശരാപ്തിലെ വിധവയുടെ വീട്ടിൽ വഴിയൊരുക്കിയ ദൈവം നിന്റെ തലമുറയ്ക്ക് വേണ്ടി അടുത്ത
അവിടുത്തെ ചില നന്മകൾ ഓപ്പൺ ചെയ്യുമെന്ന് ഇന്ന് പകല് പരിശുദ്ധാത്മ പ്രവചിച്ച് ദൂത് വിളിച്ചു പറയുകയാ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഇവര് രണ്ടുപേരുടെ പേര് സാമ്യമാണെങ്കിൽ ശുശ്രൂഷയിൽ വ്യത്യാസമുണ്ട്. ഏലിയാവിൻ്റെ ശുശ്രൂഷ മുഴുവൻ ആ കാലത്ത് അന്ധകാര ശക്തികൾക്കെതിരെയുള്ള യുദ്ധമാണ്. ദൈവത്തിന് സ്തോത്രം. ഏലീശ ശുശ്രൂഷ നോക്കി. ദൈവത്തിന് സ്തോത്രം. ശൂനേങ്കാരത്തി അമ്മ നാളുകളായി തലമുറയില്ലാതെ ഭാരപ്പെട്ടു. ഏലീശ പ്രാർത്ഥിച്ച് തലമുറയെ ലഭിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നയമാന്റെ കുഷ്ഠത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, സൗഖ്യം കിട്ടി. നാമൻ ദൈവത്തിന് സ്തോത്രം. പ്രവാചകന്മാരുടെ ഭാര്യമാർ ദൈവത്തിന് സ്തോത്രം ഏലീശ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ, അല്ലെങ്കിൽ ഏലീശ അടുത്ത് വിവരം പറഞ്ഞപ്പോൾ ഏലീശ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയ. അപ്പൊ ഏലീശയുടെ ശുശ്രൂഷ മുഴുവൻ എന്താ? വിടുതൽ ശുശ്രൂഷയാ. ഏലിയാവിന്റെ ശുശ്രൂഷ മുഴുവൻ അന്ധകാര ശക്തികൾക്കെതിരെയുള്ള യുദ്ധമാ. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇന്ന് ദൂത് പറയുമ്പോൾ ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, വിളികൾക്ക് വ്യത്യാസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. വിളി കർത്താവിന്റെ വേലയിലാണെങ്കിലും ദൈവത്തിന് പലരുടെ മേലും പല വിളികളാ. പല ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. കരങ്ങൾ യുവത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇപ്പൊ ഏലിയാവിന്റെ ശുശ്രൂഷ ഏകദേശം തീർന്നാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന സമയമായപ്പോൾ ഏലിയാവ് ഏലീശയോട് കൂടെ നടക്കുക. ദൈവത്തിന് നീയോടെ സ്തുതി. ഇവർ രണ്ടുപേരും ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ട് രണ്ടുപേരും ബഥേലിലെത്തി. ബഥേലിലെത്തി കഴിഞ്ഞപ്പോൾ ഏലിയാവ് ഏലീശയോട് പറഞ്ഞു, നീ ഇവിടെ താമസിച്ചോ? യഹോവ എന്നെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുക. ഏലീശ പറഞ്ഞു, യഹോവയാണ് നിന്നെ വിടുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ ഉള്ള ജോലിയും കളഞ്ഞിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതാ. ഇനി നിന്നെ വിടുന്ന പ്രശ്നമില്ല. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ പ്രവാചകന്മാര് ഏലീശയോട് പറഞ്ഞു, ഇന്ന് നിന്റെ യജമാനനെ നിങ്ങൾ എടുത്തുകൊള്ളുമെന്ന് നീ അറിയുന്നില്ലയോ? എലീശ പറഞ്ഞു, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പാൻ പറഞ്ഞു. ഇവര് കൂടെ ഈ ബഥേലി പ്രവാചകന്മാരുണ്ടെങ്കിലും അവർക്കൊരു കൃപ പ്രാപിക്കണമെന്നോ ഒരു വെളിപ്പാട് പ്രാപിക്കണമെന്നോ അവർക്കൊരു അഭിഷേകത്തിന്റെ പകർച്ച പ്രാപിക്കണമെന്നോ ഇവർക്കെന്തില്ല, ഇവർക്ക് താല്പര്യമില്ല. പക്ഷേ ഇന്നലെ വന്ന ജൂനിയർ പയ്യൻ ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു ഏലിയാവിന്റെ കൂടെ നടക്കുക. എന്തിനാ? ആ പുതപ്പൊന്ന് വീഴുവാൻ. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ചിലരുടെ മേൽ സൗഖ്യത്തിന്റെ പുതപ്പ് ദൈവം ഇടും, ചിലരുടെ മേൽ വിടുതന്റെ പുതപ്പിടും. ഇന്ന് പകൽ ദൈവാത്മാ പറയുക, ഈ ഫാസ്റ്റിംഗ് പ്രയർ കഴിയുമ്പോൾ നിന്റെ പലമുറ ഒരു നീക്കുപോക്കുണ്ടെന്ന് എന്ന പോലെ ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. അങ്ങനെ രണ്ടുപേരും കൂടി ദൈവത്തിന് സ്തോത്രം ബഥേലിൽ നിന്ന് അവൻ യെരിഹോവിലേക്ക് പുറപ്പെട്ടു. യെരിഹോവിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഏലിയാവ് എലീശയോട് പറഞ്ഞു, നീ ഇവിടെ താമസിച്ചോ? യഹോവ എന്നെ യോർദാന്റെ തീരത്തേക്ക് അയച്ചിരിക്കുക. എലീശ പറഞ്ഞു, അച്ഛാ, യഹോവയാണ് നിന്നെ വിടുന്ന പ്രശ്നമില്ല. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്നെ വിടുന്ന പ്രശ്നമില്ല. ദൈവത്തിന് സ്തോത്രം. അവിടുത്തെ പ്രവാചകന്മാരും എലീശയോട് പറഞ്ഞു, ഇന്ന് നിന്റെ യജമാനനെ നിങ്ങൾ നെടുത്തുകൊള്ളുന്നു നീ അറിയുന്നില്ലയോ? അവരവിടെ നിന്ന് കമന്റ് പറയുക. കമന്റ് പറയുന്നവർ പറയട്ടെ. ഈ ചിലർ ആരാധിക്കുന്ന സമയത്ത് ചിലർ ചോദിക്കും, ഇത്രയും ചാടി ആരാധിക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ അന്യഭാഷ പറയേണ്ട കാര്യമുണ്ടോ? ഇത്രയും ശക്തമായിട്ട് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കേണ്ട കാര്യമുണ്ടോ? നിറവ് വരുന്നവൻ ആരാധിക്കും. സ്തോത്രം. അവനെ നിയന്ത്രിക്കുന്നത് സ്വർഗമാണ്. പ്രൈസ്. പക്ഷെ ആരാധിച്ചവരോട് ചോദിച്ചാൽ അറിയാം, ആരാധിക്കുന്നവന്റെ ജീവിതത്തിൽ വിടുതല, ആരാധിക്കുന്നവന് മറുപടിയാ. ഇന്ന് ഈ ആരാധന കഴിഞ്ഞ് നിന്റെ വീട്ടിൽ നീ ചെല്ലുമ്പോൾ അവൻ ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക, ചിലതിന് മറുപടിയായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. റമ്പൽമാന റബന ചുട റിവിനിയടക രമനരസിയാന യേശുവിന്റെ നാമത്തിൽ എമെടുത്ത് പ്രാർത്ഥിക്കുക. റമ്പൽ റമന ചുടവ റിവിനി അടക. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പേ രണ്ടുപേരും കൂടി എരിഹോവിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെയും ഏലിയാവ് പറഞ്ഞു, നീ ഇവിടെ താമസിച്ചോ? യഹോവ എന്നെ യോർദാന്റെ തീരത്തേക്ക് അയച്ചിരിക്കുക. എലീശ പറഞ്ഞു, യഹോവയാണ് നിന്നെ വിടുന്ന പ്രശ്നമില്ല. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ആത്മീയ ദൂത് പറയാ. കൃപ പ്രാപിക്കണമെങ്കിൽ ദൂതുണ്ട്, ആലോചനയുണ്ട്. പക്ഷെ നീ ഒന്ന് പിന്തുടരണം. ചിലത് പ്രാപിക്കണം, നീ ഒന്ന് പിന്തുടരണം. ചിലര് കുറച്ച് ദിവസം പ്രാർത്ഥിച്ചിട്ടിട്ട് നിരാശപ്പെട്ടു വല്ല കുഞ്ഞ മറുപടി ലഭിക്കുന്നോടം വരെ അവൻ കർത്താവിന്റെ പാദപീഠത്തിൽ നീ ഇരിക്കുക. അവൻ നിന്നെ ലജ്ജിപ്പിക്കില്ലെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ഇപ്പൊ രണ്ടുപേരും കൂടി യോർദാന്റെ തീരത്തെത്തി കഴിഞ്ഞപ്പോൾ ഏലിയാവ് എലീശയോട് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ഉടബലഘട്ടം നീ ഇവിടെ താമസിച്ചോ? യഹോവ എന്നെ യോർദാൻ അക്കരെ അയച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് എലീശയോട് പറഞ്ഞു, നീ ഇവിടെ താമസിച്ചോ? യഹോവ എന്നെ യോർദാൻ അക്കരയ്ക്ക് അയച്ചിരിക്കുക. എലീശ പറഞ്ഞു, അച്ഛാ, നിന്നെ വിടുന്ന പ്രശ്നമില്ല. സ്തോത്രം. ഉടബലഘട്ടം റമനരസിയാന പൗനിരാജ റമനകത്വരി. അപ്പൊ എന്റെ ചിന്ത, ഈ ഏലീശ ശുശ്രൂഷയിലേക്ക് വരുന്നത്
കെറുവായതുകൊണ്ടാണോ ഏലിയാവ് ഏലീശയോട് പറഞ്ഞു ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞത്? ഒരിക്കലുമില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ഏലിയാവ് അനുഭവിച്ച കഷ്ടം ഏലീശ അനുഭവിക്കണ്ട. ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് ഇസബേലിനെ ഭയപ്പെട്ട് ചൂരച്ചെടി നടലും ആഹാബിനെ ഭയപ്പെട്ട് കെരീതോട്ടിലേക്ക് അഭയം പ്രാപിച്ചതാ. ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്പൊ താൻ അനുഭവിച്ച കഷ്ടം ഈ ചെറുപ്പക്കാരൻ അനുഭവിക്കണ്ട. അതുകൊണ്ടാണ് ഏലിയാവ് ഏലീശയെ തടഞ്ഞത്. പല ഏലീശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇന്ന് എൻ്റെ യജമാനൻ എങ്കിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഒരു അഭിഷേകത്തിന്റെ നിറവ് പ്രാപിക്കണം. ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ പറയുന്നത്, എപ്പോഴും മഴയില്ല, മഴ പെയ്യുമ്പോഴാണ് നമ്മൾ ഈ എന്ത് ചെയ്യുന്നത്? ദൈവത്തിന്റെ സഹോദരൻ, വെള്ളസംഭരണികളിൽ വെള്ളം പിടിക്കുന്നത്. എപ്പോഴും മഴയിൽ പ്രശ്നമില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ഏലീശ കൂടെ പോകുന്ന പ്രശ്നമില്ലെന്ന് മനസ്സിലായപ്പോൾ ഏലിയാവ് തൻ്റെ പുതപ്പെടുത്തു. ആ പുതപ്പെടുത്ത് ദൈവത്തിന്റെ സഹോദരൻ ഒന്ന് നിവർത്തി ഒന്ന് ചുരുട്ടിയിട്ട് താൻ ആ യോർദാൻ ഒറ്റ അടിയടിച്ചപ്പോൾ യോർദാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ വെള്ളം വഴി മാറിപ്പോയി. ദൈവത്തിന് ഉണങ്ങിയ നിലത്തും കൂടെ ഏലിയാവും ഏലീശയും കൂടി ആ കര കടന്നു. ഏലിയാവ് കൂടെ ഉള്ളത് കൊണ്ടാ ഏലീശ ഇപ്പോൾ ഈ യോർദാൻ കടന്നത്. 3 പേരുടെ മുമ്പിൽ ആ യോർദാൻ വഴിമാറിയിട്ടുള്ളൂ. 1 യോശുവയുടെ മുമ്പിൽ വഴിമാറിയിട്ടുണ്ട്, 2 ഏലിയാവിൻ്റെ മുമ്പിൽ വഴിമാറിയിട്ടുണ്ട്, 3 ഏലീശയുടെ മുമ്പിൽ വഴിമാറിയിട്ടുണ്ട്. അഭിഷേകമുള്ളവൻ്റെ മുമ്പിലാ കുപ്പൊഴുക്കുകൾ വഴിമാറുകയുള്ളൂ. ദൈവത്തിന് സഹോദരൻ, യോർദാൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. യോർദാൻ മുകളിൽ ഒടുക്ക ശാന്തമാണെങ്കിലും അടിയൊടുക്ക ശക്തമാ. ഞാൻ ഇന്ന് ഈ ദൂത് പറയുമ്പോൾ ദൈവം നിന്റെ നന്മ വിതയ്ക്കുമ്പോൾ യോർദാൻ ശാന്തമാ, നന്മ പൂക്കുമ്പോൾ യോർദാൻ ശാന്തമാ, നന്മ വളരുമ്പോൾ യോർദാൻ ശാന്തമാ. അനുഭവിക്കേണ്ട സമയമാകുമ്പോൾ ആ നന്മയെ ഒഴുക്കിക്കളയുന്ന, പകർത്തുകളയുന്ന, തട്ടിക്കളയുന്ന ചില യോർദാന്റെ ഒഴുക്കുകളെ ഇന്നൊന്ന് വഴി മാറ്റിവിടാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ കുഞ്ഞിന്റെ കൈ കെട്ടുന്ന നന്മ, നിന്റെ കൈ വരേണ്ട നന്മയാ അടുത്ത് വന്നതാ തട്ടിപ്പോയി, ഉടനെ കിട്ടിയതാ ബ്ലോക്കായി പോയി. ഇന്ന് പകല് ആ നന്മയൊന്ന് മടക്കിയെടുക്കുക. യോർദാൻ വിഴുങ്ങിയത്, യോർദാൻ നഷ്ടപ്പെടുത്തിയത് നിനക്ക് ഈ 24 ഒന്ന് മടക്കി തരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. അപ്പൊ യോർദാന്റെ ഒരു പ്രത്യേകത, യോർദാൻ കൊയ്ത്ത് കാലത്ത് കരകവിഞ്ഞൊടുക്കുമെന്നാണ് ബൈബിളിൽ പറയുന്നത്. കൊയ്ത്തുള്ളത് കൊണ്ടല്ലേ എതിരൊഴുക്ക്. സ്തോത്രം. നീ പ്രയോജനപ്പെടുമെന്ന് പിശാചിനറിയാം. അതാ നിനക്കെതിരെ ചില ഒഴുക്കുകൾ ഒഴുകുന്നത്. 3 ദിവസം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ 4-ാമത്തെ ദിവസം കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകാം, അല്ലെങ്കിൽ മക്കളിലൂടെ പ്രശ്നമുണ്ടാകും. ദൈവത്തിന് അല്ലെങ്കിൽ പ്രാർത്ഥന ഉടബലക ശബ്ദമെന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം പ്രശ്നം ഉണ്ടാക്കുന്ന ചിലർ, ഞാൻ ഇന്ന് പലക്കാലം ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയും എന്ന് പറഞ്ഞാൽ നീ ആരാധിക്കുകയും പ്രാർത്ഥിച്ച് ആരാധന വെളിപ്പെടുമ്പോൾ സൗണ്ടിന്റെ പ്രശ്നം പറഞ്ഞ് ബഹളമുണ്ടാക്കുന്നവരുടെ കാര്യമായി പറയുന്നത്. പക്ഷെ നീ ആരാധന നിർത്തരുത്. കാരണം പ്രയോജനം ഉള്ളത് കൊണ്ടാ, ഫലമുള്ളത് കൊണ്ടാ ചില എതിരൊഴുക്കുകൾ. പ്രാർത്ഥിച്ചോ, ഇന്ന് പകൽക്കാലം നിനക്കെതിരെ ഒഴുകുന്ന ചില ഒഴുക്കുകളെ കർത്താവ് വഴി മാറ്റിവിടും. നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ, ആരോഗ്യത്തിനെതിരെ, ദൈവസഭയ്ക്കെതിരെ, ശുശ്രൂഷ മണ്ഡലങ്ങൾക്കെതിരെ ഉടബലരമന ഒഴുകുന്ന ചില എതിരൊഴുക്കുകളെ ദൈവമാവനെ കാണിക്കുക. ഇന്ന് പോലെ തലമുറയ്ക്കെതിരെ ഒഴുകുന്ന ചില ഒഴുക്കുകളെ ഇന്ന് പോലെ വഴിമാറ്റി വിടുക. മറമന കമ്മന റിബനെ ശുഡിബി ഉടബരമന രസിയാന റീഖാ ബാബാ ബാബാ ബാബാ. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ഏലിയാവ് പുതപ്പെടുത്ത് യോർദാൻ അടിച്ചു കഴിഞ്ഞപ്പോൾ യോർദാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? 2ആയി വഴിമാറി. ദൈവത്തിന് നീയോടെ ശ്രദ്ധിക്കണം. ഏലിയാവ് മുമ്പിലും ഏലീശ ഏലിയാവിൻ്റെ പുറകിലുമായി യോർദാൻ കയറി. ഇപ്പം ഏലീശ ഈ യോർദാൻ കയറാൻ കാരണം ഏലിയാവ് ഉള്ളത് കൊണ്ടാണ്. കാരണം ഏലീശയ്ക്ക് എന്തില്ല? അഭിഷേകമില്ല. അഭിഷേകമുണ്ടെങ്കിലാ ചില എതിരൊഴുക്കുകളൊക്കെ വഴിമാറുകയുള്ളൂ. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശ്രദ്ധിച്ചേ. അപ്പേ ഞാൻ എൻ്റെ ഒരു ആത്മീയ ദൂത് നിങ്ങളോട് പറയാം. ഇന്നലെകൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില ഏലിയാവുമാരുള്ളത് കൊണ്ടാ നീ നിന്റെ തലമുറയിൽ ചില യോർദാൻ കടന്നത്. എന്നാൽ ഇന്ന് അതേ അഭിഷേകം നിന്റെ മേൽ വരുമ്പോൾ, നിന്റെ മേൽ അഭിഷേകം ഇറങ്ങുമ്പോൾ നീ പ്രാർത്ഥിക്കുമ്പോൾ ചിലത് വഴിമാറും. നീ പ്രാർത്ഥിക്കുമ്പോൾ ഇന്നലെ നീ ചില അഭിഷിക്തന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചു. ചില അഭിഷിക്തന്മാർ മുമ്പിൽ നിന്നത് കൊണ്ടാ നീ നിന്റെ തലമുറയിൽ ചില പ്രശ്നങ്ങളിൽ നിന്ന് കയറി വന്നത്. എന്നാൽ ഇന്ന് അതേ അഭിഷേകം നിന്റെ മേൽ, അതേ അഭിഷേകം നിന്റെ ഫലമുടമേ. നീ പ്രാർത്ഥിക്കുമ്പോൾ ചിലതിന് മുമ്പിൽ വിടുതലാവുക, നീ പ്രാർത്ഥിക്കുമ്പോൾ ചിലതിന് മുമ്പിൽ യോർദാൻ വഴിമാറി പോകുക. ഇന്ന് അതേ കൃപ നിന്റെ പേരൊന്ന് പകരുക. മടമന ഖമ്മന റിവനെ ശുഡിബി ഉടവ റബനരസിയാന ഭവനിരാജ റബനകത്തുരി. യേശുവിൻ്റെ നാമത്തിൽ എടുത്ത് പ്രാർത്ഥിക്കുക. സിസ്റ്റർ പേരന
ദൈവത്തിൻ്റെ ആത്മാവോട് പറയുക, 35-ാം സങ്കീർത്തനം 2-3 വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവെ, അങ്ങ് പലകയും പരിചയം പിടിച്ച് എൻ്റെ സഹായത്തിനായി എഴുന്നേൽക്കണം. അവിടുന്ന് കുന്തമൂരി എന്നെ പിന്തുടർന്ന ശത്രുവിൻ്റെ വഴി അടയ്ക്കുക. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ 6 മാസങ്ങൾ നീ പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ വീടിൻ്റെ അകത്ത് സ്വസ്ഥത കെടുത്തുന്ന ചില പൈശാചിക തലങ്ങളെ ദൈവം വെട്ടിമാറ്റുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ച് പറയുക. നീ പ്രാർത്ഥിച്ചോ, ദൈവാത്മാവ് പറയുക, എന്നും പ്രതികൂലമല്ല, ഇത് മാറും. ദൈവം നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത തരുമെന്ന് ദൈവം ദൂത് വിളിച്ച് പറയുക. പരിശുദ്ധാത്മാവോട് പറയുക, നിന്റെ ജീവിതത്തിലെ കയ്പുകൾ ചിലത് മാറിയിട്ട് അമ്മ മാറായ മധുരമാക്കുക. ദൈവത്തിന്റെ കരം ഈ ആണ്ട് ചലിക്കുമെന്ന് ദൈവം ദൂത് വിളിച്ചു പറയുക. റത്തൽമവിനി റമ്പൽ ചൂടം കടകക്കെട്ട് റീവന കത്തുരി, നീ ഏറെ ഭാരപ്പെടുന്ന ഒരു വിഷയത്തിനെ ദൈവത്തിന്റെ നീക്കുപോക്ക് വെളിപ്പെടാൻ പോകുക. ദൈവകരം നിനക്ക് വേണ്ടി ചലിക്കുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. റമ്പൽ മന റമന ചുടപരമന റസിയാനുഭവനി, എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, യോസഫ് പൊട്ടക്കണത്തിൽ വീണപ്പോ ആരും കൂടെയില്ല, ആരും സഹായത്തിനില്ല. പക്ഷെ ദൈവം അവന്റെ സഹായകനായി നിന്ന് ആ കഷ്ടതയിൽ നിന്ന് അവനെ കരകയറ്റിയതുപോലെ യഹോവ നിന്നെ കരകയറ്റുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. നീ പ്രാർത്ഥിച്ചു, ദൈവാത്മാവ് പറയുക, വാക്തത്വമുള്ളത് കൊണ്ടാ പ്രതികൂല, ഈ കഷ്ടതയൊന്നും വകവയ്ക്കണ്ട. ദൈവാത്മാവ് പറയുക, ഈ കഷ്ടത ദൈവം പറഞ്ഞ ദൂതുകളുടെ നിവർത്തീകരണത്തിലേക്ക് നിന്നെ നടത്താനെന്ന് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. മത്തൽമവിനി മനത്തുരി കടകട്ടോ അടകരമന റിവനരസിയാനുഭവനി 138-ാം സങ്കീർത്തനം 7, നീ കഷ്ടതയുടെ നടുവിൽ നടന്നാലും യഹോവ നിന്നെ ജീവിപ്പിക്കൂ. ദൈവം നിന്റെ ശത്രുവിന്റെ ക്രോധത്തിൽ നേരെ കരന്നിട്ടോ യഹോവയുടെ ബലങ്കരം നിന്നെ രക്ഷിക്കുമെന്ന് ഇന്ന് പകല് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. ദൈവത്തിനെ നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പൊ രണ്ടുപേരും കൂടെ അക്കരെ കയറി കഴിഞ്ഞപ്പോൾ ഏലിയാവ് എലീശയോട് ചോദിച്ചു, ദൈവത്തിനെ നീയോടെ സ്തുതിക്കുന്നു, ഞാൻ നിങ്ങൾ എടുക്കപ്പെടുന്നതിന്. ഏലിയാവ് അവനോട്, നീ ഇവിടെ വായിച്ചേ, അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അപ്പോൾ ഏലിയാവ് തന്റെ പുതപ്പെടുത്ത് മടക്കി വെള്ളത്തെ അടിച്ചു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. അടുത്തത്, അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നു. അടുത്തത്, അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്ങളിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് നീ എന്താണ് ആഗ്രഹിക്കുന്നത്? നീ എന്നെ ഇങ്ങനെ പിന്തുടരുന്നു, നീ ദൈവത്തിന് നീയോടെ സ്തുതിക്കും. ഞാൻ ഇത് മനസ്സിലാക്കുന്ന കാര്യം, ഈ ബഥേലിലും യെരിഹോവിലും യോർദാനിലൊക്കെ പ്രവാചകന്മാരുണ്ട്. ഇവരാരും എലീശയെ പിന്തുടർന്നില്ല. ഇന്നലെ വന്ന ജൂനിയർ പയ്യന ഇപ്പൊ എലീശയെ പിന്തുടർന്ന്. ഞാൻ എൻ്റെ അകത്ത് ഒരു ദൂത് ദൈവാത്മാവിൽ പറയാം. ദൈവാത്മാവിൽ ജൂനിയർ സീനിയർ ഒന്നുമില്ല. കർത്താവിനെ പിൻപറ്റുമെങ്കിൽ അവനെന്നൊരു പകർച്ചം നിന്റെ മേൽ വരുമെന്ന് ദൈവം ദൂത് വിളിച്ചു പറയുക. സീനിയറും ജൂനിയറും ദൈവസന്നിധിയിലില്ല. അടകര മനോരമന മനസ്സുണ്ടെങ്കിൽ അവൻ ചൂടി റീബാന റസിയാനവൻ. കർത്താവ് ചോദിക്കുന്നത്, സൗഖ്യമാകാൻ മനസ്സുണ്ടോ? വിടിപ്പിക്കപ്പെടാൻ മനസ്സുണ്ടോ? ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ നിന്റെ വിഷയത്തെ മേൽ അവന്റെ കരം ചലിക്കുമെന്ന് ദൈവം ദൂത് വിളിച്ചു പറയുകയാ. യേശുവിന്റെ നാമത്തെ എമെടുത്ത് പ്രാർത്ഥിക്കുക. ഏലിയാവ് എലീശയോട് ചോദിച്ചു, ഞാൻ നിങ്ങൾ എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാ നീ ആഗ്രഹിക്കുന്നത്? എലീശ എന്താ പറഞ്ഞേ? നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ. അച്ചാന്റെ ശുശ്രൂഷ എനിക്ക് വേണ്ട, കാരണം അച്ചാൻ ഇസബേലിനെ പേടിച്ച് ചൂരച്ചന്റെ തണലിൽ മരിക്കാൻ ആഗ്രഹിച്ചതാ. എലീശ പറഞ്ഞത്, അച്ഛാ, ഈ കാലഘട്ടത്തിൽ നിൽക്കണമെങ്കിൽ ഒരു ഇരട്ടി അഭിഷേകം ആവശ്യമാണ്. നിന്റെ കാലഘട്ടമല്ല, ഈ കാലഘട്ടത്തിൽ വക്രത നിറഞ്ഞ ലോകത്തിൽ, കഷ്ടത നിറഞ്ഞ ലോകത്തിൽ, പ്രതികൂലം നിറഞ്ഞ ലോകത്തിൽ, ചതി നിറഞ്ഞ ലോകത്തിൽ, അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ നിലനിൽക്കുന്ന ഒരു ആത്മാവിന്റെ പകർച്ച. നിന്റെ ആത്മാവിന്റെ ഇരട്ടി പവർ. ഞാൻ എൻ്റെ അകത്ത് നിങ്ങളോട് ദൈവാത്മാവിന്റെ ദൂത് പറയാ. അമ്മ ദൈവത്തിന്റെ സഹോദരൻ, ഞാൻ വിശ്വാസിയായിരിക്കുമ്പോൾ കണ്ടത് നല്ല വിശുദ്ധന്മാർ, ശക്തന്മാരായ പ്രവാചകന്മാരൊക്കെ വരുമ്പോൾ ഇവരെ പോലെ ഒന്നും ശുശ്രൂഷ കിട്ടിയായിരുന്നെങ്കിൽ, ഇവരെ പോലെ ഒന്ന് ആയിത്തീർന്നെങ്കിലൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അകത്തൊരു ആത്മീയ ദൂത് നിങ്ങളോട് പറയാം. ദൈവത്തിന് നീയോടെ ശ്രദ്ധിക്കുന്നു. ഞാൻ അന്നത് പ്രാർത്ഥിച്ചെങ്കിലും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് അവരെ പോലെ ഇവരെ പോലെ, അവർ പ്രവചിച്ചതുപോലെ ഇവർ പ്രവചിച്ചതുപോലെ, അവർ ശുശ്രൂഷിച്ച പോലെ ഇവർ ശുശ്രൂഷിച്ച പോലെ ആ ശുശ്രൂഷയല്ല, അവർ ചെയ്തതിൻ്റെ ഇരട്ടി പവറോടുകൂടെ, അവർ ചെയ്തതിൻ്റെ അപ്പുറമായി, അവർ പ്രവചിച്ചതിൻ്റെ അപ്പുറമായി, അവർ ശുശ്രൂഷിച്ചതിൻ്റെ അപ്പുറമായി വചനത്തിൻ്റെ ങ്ങളിലേക്കൊന്ന് ഇറങ്ങുക. ദൈവത്തിന് അതാ എലീശ ചോദിച്ചത്, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പവർ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ബിനുപൗലോസ് പാസ്റ്റർ പ്രവചിച്ചതുപോലെ, അല്ലെങ്കിൽ എം എ വറീസ് പാസ്റ്റർ പ്രവചിച്ചതുപോലെ, യോണിക്കുട്ടി പാസ്റ്റർ പ്രവചിച്ചതുപോലെയല്ല, അവർ ചെയ്യുന്നതിന് ഒരു ഡബിൾ പോർഷൻ അനോയിന്റിങ്, ഒരു ഇരട്ടി അഭിഷേകം, ഒരു ഇരട്ടി പവർ, ഒരു ഇരട്ടി ശുശ്രൂഷ ഇന്ന് നിന്റെ മേ പകരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതാ ദൈവത്തോട് ചോദിക്കേണ്ടത്. യേശുവിന്റെ നാമത്തിൽ ഞാൻ എടുത്ത് പ്രാർത്ഥിക്കുക. ശ്രദ്ധിച്ചേ, ദൈവത്തിന് നീയോടെ ചോദിക്കുന്നത്. അതിന് ഏലിയാവ് ഒരു മറുപടി പറഞ്ഞു. നീ ചോദിച്ച കാര്യം എന്താ?
പ്രയാസമുള്ള കാര്യമാണ്. ഇതൊക്കെ കിട്ടണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ഒന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം. 2 സമർപ്പണം വേണം. 3 ഇരുമനസ്സോട് കൂടി ഇരുന്നത് പ്രാപിക്കാൻ പറ്റിയാൽ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. 1 ഇതിനൊരു സമർപ്പണം വേണം. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. 2 ഒരു മനസ്സ് വേണം. 3 കർത്താവിൻ്റെ സന്നിധി ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ആ ദൈവകൃപ നിന്റെ മേലിറങ്ങി വ്യാപരിക്കുന്നത്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ഒരു ശുശ്രൂഷയൊക്കെ ചെയ്യണമെന്ന്. അതിൻ്റെ ആദ്യത്തെ പടി എന്നതാണ് പ്രാർത്ഥനാ ജീവിതമാണ്. 2 ജീവിതത്തിൽ ഒരുക്കം വേണം. 3 ജീവിതത്തിൽ വിശ്വസ്തത വേണം. 4 ജീവിതത്തിൽ വിശുദ്ധി വേണം. അമ്മൻ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഏലിയാവ് പറയുക, നീ ചോദിച്ച കാര്യം എന്താ? ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് നീ ചോദിച്ചത്. പക്ഷെ ഏലിയാവ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ എടുക്കപ്പെടുന്നത് നീ കണ്ട ഈ അനുഭവം നിനക്കുണ്ടാകും. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ഇപ്പൊ 2 പേരും കൂടെ നിൽക്കുന്നത് എവിടെയാ? മരുഭൂമിയിലാണ് നിൽക്കുന്നത്. മരുഭൂമിയുടെ ഒരു പ്രത്യേകത, അമ്മ ദൈവത്തിന് സോദരനെ അതിരിക്കുന്ന പലരും വിദേശത്തൊക്കെ പോയിട്ടുള്ളവരാ. പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ പൊടിക്കാറ്റടിക്കുമ്പോൾ വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാ. പിന്നെ ഏലിയാവ് എടുക്കപ്പെടുന്നത് എങ്ങനെയാണ് കാണുന്നത്? ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. പറയാം, ശ്രദ്ധിച്ചേ. 2 പേരും കൂടെ ഇപ്പൊ മരുഭൂമി നിൽക്കുക. അല്പസമയത്തിനുള്ളിൽ ഏലിയാവ് എടുക്കപ്പെടും. ഏലിയാവ് എടുക്കപ്പെടുന്ന മുമ്പ് ഭയങ്കര ചുഴലിക്കാറ്റടിക്കും. ചുഴലിക്കാറ്റടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രസ്സ് ഉടക്കാനിട്ട് കഴിഞ്ഞാൽ ദൈവത്തിന് നീയോടെ പാപ്പനം ബോർഡ് പോയാൽ കിട്ടിയല്ല. സ്തോത്രം. ഇവിടെ ഒരു തോർത്ത് ഉണങ്ങാനിട്ട് കഴിഞ്ഞാൽ ബാലരാമപുരത്ത് പോയാൽ കിട്ടിയല്ല. ചുഴലിക്കാറ്റ് ഇത് പറപ്പിച്ചുകൊണ്ട് പോകും. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. അതാ ചുഴലിക്കാറ്റടിക്കുക എന്ന് പറയുന്നത്. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. അപ്പൊ ഏലിയാവ് പറഞ്ഞൊരു കാര്യം, ഞാൻ എടുക്കപ്പെടുന്നത് നീ കണ്ട ഈ അനുഭവം നിനക്ക് ത്യാഗമാണ്. ഈ കൃപ പ്രാപിക്കുന്നതും അഭിഷേകം പ്രാപിക്കുന്നതും അനോയിന്റിംഗ് ഒക്കെ പ്രാപിക്കുന്ന ത്യാഗമാണ്. പക്ഷെ ഇത് പ്രാപിച്ച നിന്റെ പേര് ദൈവം വലുതാക്കുക. ഇത് പ്രാപിച്ച ചിലത് നീ ജയിച്ചു കയറും. ഇത് പ്രാപിച്ച ചിലർ തോറ്റെടുത്ത് നീ ജയിക്കും. റീബാനകത്ത് ഈ അഭിഷേകത്തിന്റെ പ്രത്യേകത, ചിലര് പരാജയപ്പെട്ടു പോയിടത്ത്, ചിലര് തോറ്റുപോയിടത്ത്, ചിലര് തകർന്നു പോയിടത്ത്, ചിലര് വീണു പോയിടത്ത് ഈ അഭിഷേകമുള്ള നീ കയറി വരൂ. നീ കയറി വരൂ. യേശുവിന്റെ നാമത്തിൽ യമെടുത്ത് പ്രാർത്ഥിക്കുക. രാജരമന റിവനരസിയ അതല്ലേ അഭിഷേകത്തിനെതിരെ എത്രയോ ഫൈറ്റിങ്. ആത്മതലത്തിൽ നിന്ന് പോലും അഭിഷേകം എന്തിനാ ഇത്ര ഒരു കാലത്ത് ദൈവത്താൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട അഭിഷിക്തന്മാര് ഇപ്പൊ അഭിഷേകത്തിനൊക്കെ എതിരായിരിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അവര് പറഞ്ഞു വചനത്തിനാ ഇമ്പോർട്ടൻ്റ്, അഭിഷേകം വേണ്ട. 2ഉം ഇമ്പോർട്ടൻ്റാ. സ്തോത്രം. വചനമില്ലാതെ അഭിഷേകമില്ല, അഭിഷേകമില്ലാതെ വചന ശുശ്രൂഷയില്ല. യേശുവിന്റെ നാമത്തിൽ ഞമെടുത്ത് പ്രാർത്ഥിക്കുക. എടാ, പരിശുദ്ധാത്മാവ് ശക്തി വന്നതിന് ശേഷം ദൈവസഭ ഇത്രത്തോളം വളർന്നത്. പരിശുദ്ധാത്മാവ് അകത്ത് വരുമ്പോൾ ആന്തരിക സൗഖ്യങ്ങൾ നടക്കും, ആന്തരിക മുറിവുകൾ ഉണങ്ങും. ഇവിടെ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ നിന്നെ വാഴിക്കൽ എന്ന് പറയുന്ന ദേശം നീ പിടിച്ചെടുക്കും. നിന്നെ വാഴിക്കില്ലെന്ന് പറഞ്ഞിടത്ത്, നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ ചില മണ്ണുകൾ നീ പിടിച്ചെടുക്കും. അതാ ഈ അഭിഷേകത്തിന്റെ പവർ എന്ന് പറയുന്നത്. ദൈവകൃപ കത്തട്ടെ. ചിലമേ ഇന്ന് പല അഭിഷേകത്തിന്റെ നിറവ് കത്തുക. നഷ്ടപ്പെട്ടു പോയ ചില ടൈമുകൾ, നഷ്ടപ്പെട്ടു പോയ ചില നന്മകൾ എന്റെ കാലത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു വെളിപ്പാട്. ഓ റാബാന കമ്മന നഷ്ടപ്പെട്ട ചില ഇന്ന് പല റീസ്റ്റോർ ചെയ്യുക. ചില കൃപകൾ നഷ്ടപ്പെട്ടു പോയത്. റീന റീഖ റീബ ഉടബരമന റിവന റസിയാന രാജ 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 റീന രമന റസി അടക രാജ രാജപ്രഭുരമനകത്തുരെ ദൈവനെ കർത്താവിനെ കാണിക്കുക. ഒരറ്റം വരെ ദൈവ സാന്നിധ്യം തീ പോലെ കത്തുന്നത് പോലെ ചിലരുടെ ശരീരത്തിൽ വിടുതല, ഉടവൽ ചില തലമുറയ്ക്ക് മേൽ വിടുതല. ദൈവത്തിന്റെ കരം റീബ റീഖാറാബാന കമ്മനബ ദ പവർ 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 പവർ. ഓ ഫിൽ ദ ഹോളി സ്പിരിറ്റ്. ചിലമേ പരിശുദ്ധാത്മാവിന്റെ നിറവ് റബബബബ ഉടവല രമന ദ പവർ മഴ പെയ്യുന്നത് പോലെ ദൈവശക്തി സഭാഗോളിന്റെ അകത്ത് അടകരമന മഴ. ഓ മഴ പെയ്തിറങ്ങുന്ന പോലെ എനിക്ക് കാണാം. ചിലമേ മഴ പെയ്തിറങ്ങ പിടിച്ചാൽ കിട്ടാത്ത പോലെ പവർ പവർ റബലബലബല റബനരസിയാന അടകരമന റിബനരസി നീ പുറത്തു വരിക. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരിക. പ്രാർത്ഥിച്ചോ. നാളുകളായ ദൂത് പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾ ഓഹോ നീ പവർ പുറത്തു വരുന്ന അടകരമന റിബനരസിയാന രാജ 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 റീന റീഖ റിയ
മാറാ മാന ധൂന, പുതിയ നിറവ്, പുതിയ നിറവ്. ഓ റമനകത്തുരി അമ്മ ഒത്തിരി പ്രാവ് ഈ സഭാഗോളി വന്നിട്ടുണ്ട്. ഞാൻ കാണുക ചിലരമേ സൗഖ്യമാ, ചിലരമേ വിടുതല, ചിലരമേ ശക്തിയായി, ശക്തി റബാന ഖമ്മന ബല 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 അടകരമന റിബനരസിയാൻ രാജാ റീന റിഖ റിയ റീബ മാറാ മാന ഖമ്മന റീബന ചുടബലബ അടകരമന റിബനരസിയാൻ. ഒത്തിരി പേരെ കെട്ടുപൊട്ടുക, നിന്റെ ശരീരത്തെ കെട്ടിയത്, കുടുംബജീവിതത്തെ കെട്ടിയത്, തലമുറയെ കെട്ടിയത്, വസ്തുവിനെ കെട്ടിയ ചില കെട്ട്, ചില വസ്തുവകൾ ഞാനിങ്ങനെ കാണുക. വസ്തുവിൽ വാദിച്ചു നിന്ന ചില പോര് അഴിയുന്ന യേശുവിന്റെ നാമത്തിൽ മറമന ഖമ്മന റീബന ചുടബല അടകരമന റിബനരസിയാൻ. രാജ 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 റീന റിഖബബബബബ മാറാ ഖാന റംബൽ ഉടബലബലബല റിബനരസിയാന. ഫിൽ ദ ഹോളി സ്പിരിറ്റ്, ഫിൽ ഫിൽ ഫിൽ. ഓ ആത്മാവിന്റെ സാന്നിധ്യം റബന ചുടബരമനരസിയാന. അതൊരു ഫയർ പോലെ, തീ പോലെ, തീ പോലെ, തീ പോലെ, തീ പോലെ, തീ പോലെ. രാജ റീന റിഖ. ഓ പവർ പവർ റംബൽ മാന റബന ചുടബരമനരസിയാന. ഹല്ലേലൂയ. രാജരാജ രാജറീന രമനരസിയാന അടകരമന റിബനരസിയാന. ടച്ച് ടച്ച് ടച്ച്. ചില ശരീരത്തിമേ ഇപ്പൊ ചില അന്ധകാര പോരുകൾ അടിക്കുക. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചില സർപ്പശക്തികൾ ചില കുടുംബങ്ങൾ വിട്ടിറങ്ങി പോവുക. സർപ്പശക്തികൾ പ്രാർത്ഥിച്ചോ. സർപ്പപ്പോരുകൾ ചില വസ്തു വിട്ടഴിയുക. അടകരബല റിബനരസിയാന. രാജാ റീന റിഖ റിയ റീന മാറാ മാന ഖമ്മന റബന ചുടബലമനരസിയാന. അടക പ്രൗഢി രമന ഘടകരകത്തുരി ഉടബലബലബല ചുടബലബലബല അടകരമന റിബനരസിയാന. യേശുവിന്റെ നാമത്തിൽ എമിടെടുത്ത് പ്രാർത്ഥിക്കുക. റീബന ഘടകരകത്തുരി അൽഖൗനി അടകരമന റിബനരസിയാന. രാജരാജ രാജറീന രമനരസി അടകരാജ. റിലീസ് റിലീസ്. ശരീരം ഫ്രീ ആകിയ, മൈൻഡ് ഫ്രീ ആകിയ. ചിലര് ഈ ഷോൾഡർ പെയിൻ പോലെ, ചില പെടലി ഷോൾഡർ ഭാഗത്തോടെ ചില കെട്ടടികൾ, ചില നടുവിൽ സൗഖ്യം വരുന്നു. പ്രാർത്ഥിച്ചോ. ഞരമ്പിന്റെ ചില കെടുതി ഹീലാകിയ. ബി ഹീൽ ദ ജീസസ് നെയിം, ബി ഹീൽ ദ ജീസസ് നെയിം. യേശുവിന്റെ നാമത്തിൽ റാബാന ഖമ്മന ബലബല ചുടബലരമന റിബനരസിയാന അടകരമന റിബനവട്ടം ചുടബലബലബ. ഉദര സംബന്ധമായ ചില രോഗങ്ങൾ അവനെ കാണിക്കുന്നു. പ്രാർത്ഥിച്ചോ. അവൻ പ്രോസ്റ്റൈറ്റിസ് പോലെ ഉടബല ചില ഇൻഫെക്ഷനുകളൊക്കെ ദൈവം അഴിക്കുക. മാറി മാറിയുള്ള ചില ഇൻഫെക്ഷനുകൾ ഉടബലരമന റിബനരസിയാന. ഇപ്പോൾ ദൈവം അഴിക്കുന്ന ഒരു വെളിപ്പാട് പരിശുദ്ധാത്മാവിനെ കാണിക്കുക. റാബാന ഖമ്മന ബലബല റിബനരസിയാന അടകരമന റിബനകത്തുരി ഉടമന ഘടകം പ്രൗഢിരമനകത്തുരി അടക പ്രൗഢിരമനകത്തുരാജം പ്രൗഢിരമനകത്തുരി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. The name of Jesus, name of Jesus, name of Jesus. വലിയ പകർച്ച പോലെ ഈ പകൽക്കാലം, വലിയ പകർച്ച പോലെ, പിടിച്ചു നിർത്താൻ കഴിയാത്തൊരു പകർച്ച. റീബ ബാബ ബാബ ബാന ബാന ഖമ്മന. ഓ പവർ റിബനരസിയാന. Rika baba baba baba. Hallelujah. Praise the Lord. മോനെ കർത്താവിൻ്റെ ആത്മാവ് മോനെ ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരു വെളിപ്പാട് കാണിച്ചു. 5 വിധ മിനിസ്ട്രികൾക്ക് ദൈവം തന്നെ വിളിച്ചിരിക്കുക. 5-fold മിനിസ്ട്രിക്ക്, 5 വിധ മിനിസ്ട്രിക്ക് നിന്റെ മേൽ വിളിയുണ്ട്. നീ പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യങ്ങൾ നടക്കും.
രണ്ട് ശൗലുമുണ്ടോ പ്രവാചകന്മാരുടെ ഗണത്തിൽ നിന്ന് ചോദിക്കുമാർ കർത്താവ് നിന്നെ പ്രവാചകന്മാരുടെ ഗണത്തിൽ എണ്ണിയിട്ടുണ്ട്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറയുക, നീ പ്രാർത്ഥിച്ചു നിന്റെ പാസ്പോർട്ട് സീലടിക്കാൻ ഇടമില്ലാത്ത രീതിയിൽ ദൈവം നിനക്ക് വേണ്ടി യാത്രകൾ ഒരുക്കുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. അമ്മയുടെ ഉദരത്തിൽ വെച്ച് ശത്രു തകർക്കാൻ നോക്കിയതാ, പക്ഷെ ദൈവത്തിൻ്റെ ആത്മാ പറയുക അവിടെ എല്ലാം നിന്നെ ജനനമുൽ ഇന്നയോളം നിന്നെ മറച്ച് കാത്തതിൻ്റെ കരമെന്ന് ദൈവം ദൂത് വിളിച്ചു പറയുക. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, റീബ ഒത്തിരി പേരെ നീ കൗൺസിൽ ചെയ്യോ, തകർന്ന കുടുംബജീവിതങ്ങളെ നീ പടിയോ, മുറിവേറ്റവരെ നീ മുറിവ് കെട്ടോ, മാറാ രോഗങ്ങളെ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറയുക, ചിലരെ പ്രാർത്ഥിച്ച് മടുത്തിട്ട് കളഞ്ഞിടത്തല്ല മോനെ, നീ കാലുകുത്തുമ്പോ അത് വ്യക്തികൾക്ക് കുടുംബങ്ങൾക്ക് വിടുതലാക്കി ദൈവം തീർക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. നിന്റെ ചില വിടുതലുകൾ അടുത്തു വരുമ്പോൾ ശത്രു തട്ടിക്കളയോ, നീ ഭാരപ്പെടണ്ട, നിനക്ക് വേണ്ടി ദൈവപ്രവർത്തന ടൈം എന്ന് ദൈവം ദൂത് വിളിച്ചു പറയുക. പുറപ്പാട് 14-13 ഭയപ്പെടണ്ട, ഉറച്ചു നിന്നോ, യഹോവ നിനക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷ നീ കണ്ടോ. അന്യന്റെ കണ്ണുകൊണ്ടല്ല, നിന്റെ കണ്ണുകൊണ്ട് തന്നെ. ചെങ്കടലില് ഇസ്രായേലിന് വേണ്ടി വഴി ദൈവം വെട്ടി ഒരുക്കിയിട്ടതുപോലെ നിനക്ക് വേണ്ടി ചില വഴികൾ ദൈവം ഒരുക്കിയിട്ടുണ്ട്. വെള്ളം മാറിയ വഴി വെളിപ്പെടുമെന്ന് ഇന്ന് പകലിൽ പ്രവചിച്ച ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. രാജറീന റമനറസിയാണ് അടകരമന കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഉടമന റമന റിബിനി അടക അറകടമന റിബനറസിയാന ഭവനിരാജ അട്ടരചൂടം റീബനകത്തുരി. എന്നോട് കർത്താവിൻ്റെ ആത്മാവിലെ ചില നഷ്ടങ്ങളെ ദൈവം നികത്തും. നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ദൈവം കൂടെയുണ്ട്. നഷ്ടപ്പെട്ടു പോയ ചില സമയങ്ങൾ, ശത്രു നഷ്ടപ്പെടുന്ന ചില ടൈമുകളൊക്കെ ദൈവം മടക്കി തരുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. മാത്രമല്ല പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നീ നിന്ദിക്കപ്പെട്ടിടത്ത് ശത്രു നിന്റെ തല ഉന്നിച്ചിടത്ത് നിന്റെ തല ദൈവത്തിന് ഉയർത്താൻ പദ്ധതിയുണ്ട്. പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. നിന്നെ രോഗിയാക്കി മുദ്രകുത്തി ശരീരത്തേക്ക് കെട്ടിയിടാൻ വേണ്ടി ശത്രു നോക്കിയതാ. അവിടേക്ക് ആ പോരിനെ ശാസിച്ച് ബലം പകർന്ന ദൈവമാണ് നിന്നോട് ദൂത് പറയുന്നത്. ജോയിന്റുകൾക്ക് പെയിൻ ഇട്ടുകൊണ്ട്, അസ്ഥികൾക്ക് വേദനയിട്ട്, ജൂഡിബി ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ ദൈവം 4 ദിവസം കുഴപ്പം, 3 ദിവസം ശരീരത്തിന് ക്ഷീണം ഇട്ടുകൊണ്ട് കട്ടിലിൽ നിന്ന് പോലും പൊങ്ങാൻ കഴിയാതെ വണ്ണോ രോഗപ്പോരിട്ട് ഒതുക്കുന്ന ചില കെട്ടുകളെ ഇന്ന് പകൽക്കാലം തൊട്ടടിച്ച് ദൈവത്തിന് നിന്ന് വിടുവിപ്പാ പദ്ധതിയുണ്ടെന്ന് ദൈവം ദൂത് വിളിച്ചു പറയുകയാ. ഇതോട് ശ്രദ്ധിച്ചേ റമ്പൽമാന റബന ചുടിബി അടകരമന റസിയാന ഭവനി. അപ്പൊ രണ്ടുപേരും കൂടെ മരുഭൂമിയിലാണ് നിൽക്കുന്നത്. മരുഭൂമിയിൽ ഈ പൊടിക്കാറ്റടിച്ചു കഴിഞ്ഞാൽ ഏലിയാവ് എടുക്കപ്പെടുന്നു, ഏലീശയ്ക്ക് കാണാൻ പറ്റിയില്ല. അങ്ങനെ ഇവര് സംസാരിച്ചു കൊണ്ട് വരുമ്പോ ദൈവത്തിന്റെ സ്തോത്രം, അഗ്നിമയ രഥങ്ങളും അഗ്നി അശ്വങ്ങളും ഇവരെ തമ്മിൽ എന്ത് ചെയ്തു? വേർപിരിച്ചു. ദൈവത്തിന് നീ ഇവിടെ സ്തുതിക്കും. ഞാൻ വിചാരിച്ചു എന്തിനാ ഈ ഏലിയാവിൽ നിന്ന് ഏലീശയെ വേർതിരിച്ചത്? ഏലീശയെ വേർതിരിച്ചത് ഏലീശ ദൈവത്തിന് നിന്നെ ഉപയോഗിപ്പാനാ. ദൈവത്തിനറിയാം ഏലിയാവ് നിൽക്കുന്ന കാലത്തോളം നീ കയറി വരില്ലെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് ചിലയിടങ്ങൾ നിന്നെ മാറ്റിയത്, ചിലയിടങ്ങൾ നിന്നെ വേർതിരിച്ചത്, ചിലരിൽ നിന്ന് നിന്നെ അകറ്റിയത് ദൈവത്തിന് നിന്നെ പുറത്തു കൊണ്ടുവരാനാ. അടകരമനറിയാന കർത്താവ് പറയുക, ചിലയിടത്ത് നിന്നെ മാറ്റിയത്, ചിലയിടത്ത് നിന്നെ ഉടവല വിടിവിച്ചത്, ചിലരിൽ നിന്ന് നിന്നെ മാറ്റിയത് അവൻ ദൈവത്തിന് നിന്നെയൊന്ന് ഉപയോഗിപ്പാനെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. കർത്താവിനറിയാം ചിലരുടെ കൂടെ നിന്ന ജീവിതത്തിൽ നീ പുറത്തു വരികയില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാ ചിലർന്നൊക്കെ ദൈവം നിന്നെ പറിച്ചു മാറ്റിയത്, ചില ബന്ധങ്ങളിൽ നിന്ന് പറിച്ചു മാറ്റിയത്, ചിലത് നമ്മെ വിട്ടിട്ട് ഉടവലകൾ ചിലതിൽ നിന്ന് മാറ്റിയത്. അടകരമന റിബനകത്തുരി ദൈവത്തിന് നിന്നെ ഉപയോഗിപ്പാനെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. ഇങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഗ്നിമയ രഥങ്ങളും അഗ്നി അശ്വങ്ങളും വന്ന് ഇവരെ തമ്മിൽ അങ്ങ് വേർതിരിച്ചു. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. അല്ല പൊടിക്കാറ്റടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലീശ സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുക. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ ആത്മാവിൽ ഒരു ദൂത് നിങ്ങളോട് പറയുക, ചുഴലിക്കാറ്റടിക്കട്ടെ, കൊടുങ്കാറ്റടിക്കട്ടെ, നിന്റെ നോട്ടം സ്വർഗത്തിലേക്കാണെങ്കിൽ ചുഴലിക്കാറ്റിൻ്റെ കൊടുങ്കാറ്റിൻ്റെ നടുവിൽ നിനക്കുള്ള പുതപ്പ് വരും, നിനക്കുള്ള വഴി വരും, നിനക്കുള്ള ഡോറ് തുറക്കും. ഏത് പ്രതികൂലത്തിന്റെ മധ്യത്തിലോ നിനക്കുള്ള വഴി വരുമെന്ന് ദൈവം ദൂത് വിളിച്ചു പറയുകയാ. ശക്തമായ ചുഴലിക്കാറ്റ, ശക്തമായ കൊടുങ്കാറ്റടിക്കുക. പക്ഷെ ഏലിയാവിന്റെ നോട്ടം ഉയരത്തിലേക്ക്, ഏലീശയുടെ നോട്ടം സ്വർഗത്തിലേക്ക്, ഏലീശയുടെ നോട്ടം സ്വർഗത്തിലേക്ക്. ഞാനിത് പൽക്കാലം ദൈവാത്മാവി ദൂത് പറയുക, ചുഴലിക്കാറ്റടിച്ചാലും കൊടുങ്കാറ്റടിച്ചാലും സ്വർഗത്തിലേക്ക് നോക്കുന്നവന് അതിന്റെ മധ്യ വഴിയുണ്ടെന്ന് ദൈവം ദൂത് വിളിച്ചു പറയുകയാ. രാജാ റീന റീഖ റീബ ഏലിയാവ് സ്വർഗത്തിലേക്ക് ചുഴലിക്കാറ്റിൽ എടുക്കപ്പെട്ടു. 1 കിലോ ഉള്ളൊരു പുതപ്പ്, 1 കിലോ ഉള്ള ഒരു പുതപ്പ് സ്വർഗത്തിൽ നിന്ന് ഏലീശയുടെ മേൽ വന്ന് വീണു. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ഇപ്പം സ്വർഗത്തിലെ ഏത് പ്രതികൂലത്തിന് നടുവിലും
ഉയരത്തിലേക്കാണ് നിന്റെ നോട്ടമെങ്കിൽ നീ ലജ്ജിക്കാൻ ദൈവം അനുവദിക്കുകയില്ല. 1 കിലോ ഉള്ളൊരു പുതപ്പ് അല്ലെങ്കിൽ 1/2 കിലോ ഉള്ളൊരു പുതപ്പ് എലീശയുടെ മേൽ വന്ന് വീണു. എലീശ പുതപ്പ് മേലിൽ നിന്ന് എടുത്തിട്ട് നിലത്തൊന്ന് നിവർത്തി, എന്നിട്ട് ഒന്ന് ചുരുട്ടിയിട്ട് ശക്തി വന്നോന്നറിയണ്ടേ. ദൈവത്തിന് നീ ഇവിടെ ശ്രദ്ധിക്കുന്നു. നേരെ യോർദാന്റെ തീരത്തെത്തു. ദൈവത്തിന് ഈ ഏലിയാവ് എവിടെയാണ് ശുശ്രൂഷ നിർത്തിയത്? യോർദാന്റെ തീരത്താ ഏലിയാവ് നിർത്തിയിടത്തുനിന്ന് എലീശ തുടങ്ങി. ഉടബലഘട്ട റബനകത്ത് അവിടെ ഒരു ആത്മീയ ദൂത് പറയാനുണ്ട്. ചിലര് പരാജയപ്പെട്ടു പോയിടപ്പ്, ചിലര് നിർത്തിയിടപ്പ്, ചിലര് തോറ്റുപോയിടപ്പ് നീ ജയിച്ചു കയറുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. അഭിഷേകത്തിന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ചിലര് നോ പറഞ്ഞിടപ്പ്, ചിലര് തോറ്റുപോയിടപ്പ്, ചിലര് ഫെയിലായിടപ്പ് നിന്റെ മേൽ അഭിഷേകം ചിലത് പിടിച്ച് നീ കയറി വരുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. മത്തൽ മൗനി മനത്തുരി കടകട്ട എന്ന് പറഞ്ഞ ഏലിയാവ് നിർത്തിയിടുന്ന എലീശ തുടങ്ങിയെങ്കിൽ നിന്റെ പിതാവ് നിർത്തിയിടുന്ന പിതാവിന് കഴിയാത്തത്, മാതാവിന് കഴിയാത്തത് നീ ചിലത് പിടിച്ചെടുക്കും. മാതാവിന് കഴിയാത്ത പിതാവ് നഷ്ടപ്പെടുത്തി ചിലത് നീ പിടിച്ചെടുക്കും. നീ ചിലത് പിടിച്ചെടുക്കുമെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ചിലര് നഷ്ടപ്പെടുത്തിയത്, ചിലര് കളഞ്ഞത്, ചിലര് നിർത്തിപ്പോയിടത്ത് നീ ചിലത് പിടിച്ചെടുക്കും. നീ ചിലത് പിടിച്ചെടുക്കും. നീ ചിലത് മടക്കിയെടുക്കുമെന്ന് റബന ചുമ്പൽ പൗഡിറിബിന് ശുഡിബി ഉടവ അടകരവന റിബന റസിയാന യേശുവിന്റെ നാമത്തെ എടുത്ത് പ്രാർത്ഥിക്കുക. ഏലിയാവ് നിർത്തിയെടുത്തുനിന്ന് എലീശ തുടങ്ങി. ദൈവത്തിന് അതുകൊണ്ട് ഈ അഭിഷേകത്തിൻ്റെ ഡബിൾ പോർഷനൊക്കെ വരുമ്പോഴാണ് ചിലർ നിർത്തിപ്പോയിടപ്പ്, ചിലർ തോറ്റുപോയിടപ്പ്, ചിലർ വേല അവസാനിപ്പിച്ചിടപ്പ്. നീ കാല് കുത്തുമ്പോൾ അന്ധകാര ശക്തിക്ക് തകരി നിന്റെ അഭിഷേകത്താ ചിലത് പുരോഗമിച്ച് കയറും. നഷ്ടപ്പെട്ട് ചിലത് മടങ്ങി വരും. ചില വേലസ്ഥലങ്ങളിൽ കൊട്ടിക്കുത്തിയിരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ തകർത്ത് റംബൽ റമന ചുടപരപല റിവനരസി അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് സ്വർഗം ദൂത് വിളിച്ചു പറയുകയാ. ദൈവത്തിന് നീയോടെ ശ്രദ്ധിക്കുന്നു. എലീശ യോർദാന്റെ തീരത്തെത്തി എലീശ പുതപ്പെടുത്ത് യോർദാനത്തോട് ഒറ്റ അടിയടിച്ചിട്ട് ചോദിച്ചു, ഏലിയാവിന്റെ ദൈവം എവിടെ? ദൈവത്തിന് നീയോടെ അടിക്കുവോ? യോർദാൻ 2ആയിട്ട് ഒന്ന് വായിച്ച ആ ഭാഗം. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. എലീശ അത് കണ്ടിട്ട് എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. അപ്പോൾ അവൻ തന്റെ വസ്ത്രം പിടിച്ച് 2 ഖണ്ഡമായി കീറിക്കളഞ്ഞു. പിന്നെ അവൻ ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പെടുത്ത് മടങ്ങിച്ചെന്ന് യോർദാനരികെ നിന്നു. ഏലിയാവിന്മേൽ നിന്നും വീണ പുതപ്പ് കൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു. ഏലിയാവിന്റെ ദൈവമായ യഹോവ എവിടെയെന്ന് പറഞ്ഞു. അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞെന്ന് എന്ന് പറഞ്ഞ അതുപോലെ ദൈവത്തിന് എതിരായി ഒഴുകിയ വെള്ളത്തെ ഏലീശ അടിച്ച് പിരിച്ച് ദൈവം 2ആക്കി. ഇരട്ടി അഭിഷേകം വരുമ്പോൾ, ഇരട്ടി പവർ നിന്റെ മേൽ വരുമ്പോൾ നിനക്കെതിരെ, നിന്റെ കുഞ്ഞിനെതിരെ, കുടുംബത്തിനെതിരെ, ശരീരത്തിനെതിരെ ഒഴുകുന്ന ചില പ്രതികൂലങ്ങളെ അടിച്ച് പിരിക്കുന്ന ഒരു അഭിഷേകം. പ്രതികൂലങ്ങളെ അടിച്ച് പിരിക്കുന്ന നിനക്കെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, തലമുറ നന്മയ്ക്കെതിരെ, ശരീരത്തെ ശുശ്രൂഷ മണ്ഡലങ്ങൾക്കെതിരെ എതിരൊടുക്കുന്ന ചില പ്രതികൂലങ്ങളെ അടിച്ച് പിരിച്ചു കയറുന്ന റംബൽ റമന ശുഡപരമന റസിയാന. ഇന്ന് പൽക്കാലം നീ ഇവിടെ ദൈവത്തെ ആരാധിക്കുമ്പോ നിനക്കെതിരെ, കുഞ്ഞിനെതിരെ ഒഴുകുന്ന ചില പ്രതികൂലങ്ങളെ അടിച്ച് പിരിക്കുന്ന ഇവിടെ ആരാധിക്കുമ്പോ ചില പൈശാചിക മണ്ഡലങ്ങൾ അടിച്ച് പിരിക്കുക. പൈശാചിക മണ്ഡലങ്ങളെ അടിച്ച് പിരിച്ച് മുന്നേറുന്ന ഒരു ദൈവകൃപയുടെ ആഴം. രാജറീന അടകരമന റിബന കടകര കത്തുരി റീബ റീഖ റീന റീബ ബാബ ശൂഡാറാബാന കമ്മന ബലബല അടകരമന റിബന റസിയാന റീബ ബാബ റീഖമാമ ശൂഡബാബ. ദൈവാത്മാവിൽ ഇന്ന് പൽക്കാലം ഉടബലഘട്ട റബനകത്ത് ഇന്ന് പൽക്കാലം ഞാൻ ഇങ്ങനെ ദൂത് പറയട്ടെ. നിനക്കെതിരെ, നിന്റെ കുഞ്ഞിനെതിരെ, നിന്റെ ശുശ്രൂഷകൾക്കെതിരെ, നിന്റെ ശരീരത്തിനെതിരെ, നിന്റെ കുടുംബജീവിതത്തിനെതിരെ സ്വസ്ഥത കെടുത്തുവാൻ ഒടുക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ അടിച്ച് പിരിച്ചു കയറുന്ന ഒരു അഭിഷേകം, അടിച്ച് പിരിച്ചു കയറുന്ന ഒരു അഭിഷേകം, അടിച്ച് പിരിച്ചു കയറുന്ന ഒരു അടിച്ച് പിരിച്ച് മുന്നേറുന്ന ഒരു ഡബിൾ പോർഷൻ അനോയിന്റിങ്, ഒരു ഇരട്ടി പവർ. യേശുവിന്റെ നാമത്തെ എടുത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് നീയോടെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഏലിയാവ് അവസാനം എലീശയെ തടഞ്ഞത് എവിടെയാ?
യോർദാന്റെ തീരത്താ അവസാനം തഴഞ്ഞെടുത്തുനിന്ന് ദൈവത്തിന് സ്തോത്രം ആദ്യത്തെ മിനിസ്ട്രി തുടങ്ങി. ദൈവാത്മാവിനോട് പറയുക, നിന്നെ ചിലർ തടഞ്ഞ സ്ഥാനത്ത്, ചിലർ നിന്നെ ഒതുക്കിയെടുത്ത്, ചിലർ നിന്നെ ഇരുത്തിയെടുത്തുനിന്ന് അമ്മ ദൈവാത്മാ നീ കാപ്പി കയറി വരുമെന്ന് ദൈവം ദൂത് വിളിച്ചു പറയുകയാ. ദൈവത്തിന് നീയോട് ശ്രദ്ധിക്കുന്നു. ശ്രദ്ധിച്ചേ, അപ്പൊ യോർദാൻ കടന്ന് എലീശ അക്കരെ കയറി ആ അവസാനം തടഞ്ഞെടുത്തുനിന്ന് ആദ്യം മിനിസ്ട്രി തുടങ്ങി. രണ്ടാമത് എവിടെയാ തടഞ്ഞത്? രണ്ടാമത് തടഞ്ഞ് എരിഹോവിൽ എത്തിക്കഴിഞ്ഞപ്പോ 2 രാജാക്കന്മാരുടെ പുസ്തകം 2:19 വായിക്കുമ്പോ 19 വാക്യങ്ങളൊന്ന് വായിച്ചേ. അനന്തരം ആ പട്ടണക്കാർ എലീശയോട് ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമെന്ന് യജമാനൻ കാണുന്നുവല്ലോ. പട്ടണം നല്ല രസമാ കാണാം, പക്ഷെ വെള്ളം കയറിപ്പ് നാശമാണ്. സ്വതന്ത്രം ചിലരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്, നല്ല പാൻറ്റിട്ടിട്ടുണ്ട്, കോട്ടിട്ടിട്ടുണ്ട്, നല്ല സാരി ധരിച്ചിട്ടുണ്ട്, പക്ഷെ അകത്തനുഭവിക്കുന്ന വേദനയെക്കുറിച്ചാണ് ദൈവാത്മാവ് ദൂത് പറയുന്നത്. അമ്മ ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദേശം മനോഹരമാ, പക്ഷെ വെള്ളം കയറിപ്പ് നാശമാ. ഞാൻ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഒരു ദൂത് പറയാ. ഈ വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ വെള്ളം അവിടുത്തെ വിതയും കൊയ്ത്തും നശിപ്പിക്കുന്ന വെള്ളമാ. 2 അമ്മ ഗർഭഫലം നശിപ്പിക്കുന്ന വെള്ളമാ. പല ആത്മീയ ജനനങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ ജനനത്തെങ്കിൽ തന്നെ തകർന്നു പോകുന്ന പൈശാചിക പോര്. ആത്മീയ ജനനങ്ങൾ നടക്കാന്ന് പറഞ്ഞ ചില വിശ്വാസത്തിൽ വരും, 3 മാസം നിൽക്കും, 5 മാസം നിൽക്കും, 1 വർഷം നിൽക്കും, പിന്നെ പിന്മാറ്റത്തിൽ കൊണ്ടുപോവുക. അങ്ങനെ ഒരു സ്പിരിറ്റ് അവിടെ വ്യാപരിക്കുന്നത്. ആത്മീയ ജനനങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ നിലനിൽപ്പില്ല. റീബാന് രണ്ടാമതൊരു പ്രത്യേകത, ഈ ഇവിടെയുള്ള വസ്തുവിൻ്റെ അകത്തൊരു കാന്താരി ചീനി വെച്ചാൽ പോലും മണ്ണി പിടിക്കുകയില്ല. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. അങ്ങനെയുണ്ട് ചില മണ്ണുകൾ, കാന്താരി ചീനി വെച്ചാൽ പോലും പിടിക്കുകയല്ല. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം, ഹല്ലേലൂയ എന്ന് പറഞ്ഞ ഫലം നഷ്ടപ്പെടുത്തുക. ദൈവത്തിന് നീയോടെ ദേശം മനോഹരമാ, പക്ഷെ വെള്ളം എന്താ? വെള്ളം ഗർഭനാശമാ. ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ഉടമന ഘടകം 2 നില വീടുണ്ട്, 3 നില വീടുണ്ട്, പല ചില വീടുകളിൽ ദുഃഖമാ. ദൈവത്തിന് വലിയ വണ്ടിയുണ്ട്, ഉടമന നന്മയുണ്ട്, പക്ഷേ അമ്മ സമാധാനമില്ല വീടുകളിൻ്റെ അകത്ത്. തലമുറയെ ചൊല്ലി അമ്മ ദൈവനാമ വേറെ വാക്കുകൾ തുടങ്ങുന്ന കലകം, മറ്റുള്ളവരുടെ അമ്മ പേരിൽ പറഞ്ഞ് തുടങ്ങുന്ന ചില കലകങ്ങൾ ഇന്ന് പകൽക്കാലം ആ പോരഴിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഉടമനരമന റിവനറസിയാന ഭവനിരാജ രമനകത്തൊരു ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 4 ദിവസം പോലും വീടിൻ്റെ അകത്ത് സമാധാനമില്ലാതെ വണ്ണോ കലക്കുന്ന ചില കലക്കത്തിന്റെ ആത്മാവ്, കോപത്തിന്റെ ആത്മാവ് ദൈവാത്മാവ് എന്നോട് പറയുക, ഇന്നത്തെ ആരാധനയിൽ ആ സ്പിരിറ്റ് കുടുംബങ്ങളെ വിട്ട്, വ്യക്തികളെ വിട്ട് ഉടവല അഴിഞ്ഞു പോകുന്ന ഒരു വെളിപ്പാട്. കോപത്തിന്റെ, ക്രോധത്തിന്റെ റമ്പൽ രമന ചുടബലമന റിമന നിസ്സാര കാര്യം പറഞ്ഞ് തുടങ്ങി വീടിന്റെ അകത്ത് അന്തരീക്ഷത്തെ കെടുത്തുന്ന ചില പൈശാചിക ഫലങ്ങൾ അഴിഞ്ഞു പോട്ടെ യേശുവിന്റെ നാമത്തില്. റബന ചുടബലമന റസിയാൻ രാജാ റീന റീഖ റീബ ഉടബലബലബല ശുടബലരമന റിബനറസിയാൻ അടകരമന റിബനകത്തുരി. ശ്രദ്ധിച്ചേ, എലീശ പറഞ്ഞു പരിഹാരമുണ്ട്. ദൈവത്തിന് ഏത് വേദനയ്ക്കും പരിഹാരമുണ്ട്, ഏത് പ്രതിസന്ധിക്കും പരിഹാരമുണ്ട്. ഇത് പറയേണ്ടത് അഭിഷേകമുള്ളവരോടാ. സ്തോത്രം. അഭിഷേകമുള്ളവൻ്റെ അടുക്കൽ നിന്റെ ഒരു വിഷയം കൊണ്ടുവന്ന ഇതിന് പരിഹാരമുണ്ട്. അഭിഷേകം പകരുന്നവൻ ഉയരത്തിലെ ദൈവമാ. അഭിഷേകം പകരുന്നവൻ ഉയരത്തിലെ ദൈവമാ. അത് നുഖമാകട്ടെ, കെട്ടാകട്ടെ, പ്രതിസന്ധിയാകട്ടെ, അടഞ്ഞതാകട്ടെ, അതിന്മേൽ പരിഹാരം വരുത്തുന്ന ഒരുവൻ ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിട്ടുണ്ട്. അവൻ്റെ പേരെത്ര? യേശുവെന്ന്. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. രാജറീനരമനരസിയാന ഭവനി രാജ എത്തിച്ചാട്ടെ. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. എലീശ പറഞ്ഞൊരു പുതിയ പളിയിൽ ഉപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ഉപ്പിന് പ്രത്യേകതയൊന്നുമില്ല, പക്ഷെ അഭിഷേകമുള്ളവൻ പ്രാർത്ഥിച്ചു കൊടുക്കുന്ന ഉപ്പ്, അഭിഷേകമുള്ളവൻ പ്രാർത്ഥിച്ചു കൊടുക്കുന്ന വെള്ളം, അഭിഷേകമുള്ളവൻ പ്രാർത്ഥിച്ചു കൊടുക്കുന്ന എണ്ണ, അതിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുണ്ട്. അഭിഷേകമുള്ള തൊടുന്നതിൽ ദൈവ പ്രവൃത്തിയാ. അഭിഷേകമുള്ള യാത്ര ചെയ്യുന്ന വാഹനത്തിൽ ദൈവ സാന്നിധ്യമുണ്ട്. യേശുവിന്റെ നാമത്തെ എടുത്ത് പ്രാർത്ഥിക്കുക. റീബാന കത്തുരാജം പൗഡറമന കത്തുരി. എലീശ പറഞ്ഞൊരു പുതിയ തളികയിൽ ഉപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. ആ ഉപ്പ് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ജലാശയത്തിൽ ഇട്ടപ്പോ ജലാശയത്തിലെ വെള്ളം പത്യമായി തീർന്നു. ഒന്നും കൂടെ പറഞ്ഞ, എലീശ പ്രാർത്ഥിച്ച് ഉപ്പിട്ട് പട്ടണത്തിന്റെ കെട്ടുപൊട്ടിച്ചു. ഉടബല അഭിഷേകമുള്ളവൻ പ്രാർത്ഥിച്ച് ഉപ്പിട്ടപ്പോ ആ പട്ടണത്തിന്റെ കെട്ടുപൊട്ടി. എലീശ പ്രാർത്ഥിച്ചപ്പോ പട്ടണത്തിന്റെ കെട്ടുപൊട്ടിയെങ്കിൽ അഭിഷേകമുള്ള നീ പ്രാർത്ഥിക്കുമ്പോ ഭവനത്തിന്റെ കെട്ടുപൊട്ടു, തലമുറയുടെ കെട്ടുപൊട്ടു. അമ്മ ഊട്ടാബ ശരീരത്തിന്റെ കെട്ടഴിയോ, ചില കുടുംബങ്ങളുടെ കെട്ടഴി.
ചൂടാറാവാന കമ്മന പലപല അടകരമന റിബനരസിയാന. നീ പ്രാർത്ഥിക്കുമ്പോൾ ചിലതിന്റെ കെട്ടുപൊട്ടു, തലമുറ കെട്ടുപൊട്ടു, ശരീരത്തിന്റെ കെട്ടുപൊട്ടു, നിന്റെ ജോലിയെ കെട്ടിയ കെട്ടുപൊട്ടു, ബിസിനസ്സിനെ കെട്ടിയ കെട്ട്, സാമ്പത്തിക തലങ്ങളെ കെട്ടിയ കെട്ടുകള്, ഉടവല വസ്തുവിനെ കെട്ടിയ കെട്ടുകള്. അഭിഷേകമുള്ളവൻ കാലുകുത്തിയപ്പോ, അഭിഷേകമുള്ളവൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോ റബാന ഖമ്മന റബന ശുഡബ റബന. ദൈവശക്തി വ്യാപരിക്കുക, ദൈവശക്തി വ്യാപരിക്കുക. ഇന്ന് പ്രയർ കഴിഞ്ഞ് നിന്റെ വീട്ടിൽ നീ കാലുകുത്തുമ്പോ വീടിന്റെ അകത്ത് മറഞ്ഞു നിൽക്കുന്ന ചില പോരടിയുമെന്ന്. ഇന്ന് ഈ പ്രയർ കഴിഞ്ഞ് വീട്ടിൽ കാലുകുത്തുമ്പോ ഒരു പുതിയ നിറവുമായ റബന റമ്പൽ ഭൗഡി റബന ചുടബ അടകരമന രസിയാന. ശ്രദ്ധിച്ചാട്ടെ, ദൈവത്തിന് നീയോടെ സ്തുതി. രണ്ടാമത്തെ ഡെലിവറൻസാ. സ്തോത്രം. ഒന്ന്, ഹല്ലേലൂയ. എതിരൊടുക്കുന്ന യോർദാനെ അടിച്ച് പിരിച്ച് രണ്ടാക്കി എലീശ അക്കരെ കയറി. രണ്ടാമത്തെ വിടുതല് പ്രാർത്ഥിച്ച് ഉപ്പിട്ട് പട്ടണത്തിന് കെട്ടടിച്ചു. അഭിഷേകമുള്ളവൻ കാലുകുത്തുമ്പോൾ പട്ടണത്തിന്റെ കെട്ടുപൊട്ടും, ഭവനങ്ങളുടെ കെട്ടുപൊട്ടും, ദേശത്തിന്റെ കെട്ടുപൊട്ടും. പഴയ നിയമത്തിലൊരു തെളിവ് ഏതാ? ഏലിയാവ് സരാപ്തിലെ വിധവയുടെ വീട്ടിൽ കാലുകുത്തിയപ്പോ അവിടെ രണ്ട് പ്രതിസന്ധിയെ. ഒന്ന്, ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നത് ദാരിദ്ര്യത്തിന്റെ ബുദ്ധിമുട്ട്. വിധവ പറഞ്ഞു, എന്താ അവസാനത്തെ അടയിൽ നിന്ന് ഞാനും എൻ്റെ മകനും കൂടെ മരിക്കാനിരിക്കുക. രണ്ടാമത്തെ ഒന്ന് ദാരിദ്ര്യം, രണ്ട് മരണപ്പോര്, രണ്ട് പ്രതിസന്ധി അവിടെ നിൽക്കുന്നത്. ഏലിയാവ് എന്നാ വീട്ടിൽ കാലുകുത്തിയോ അന്ന് രണ്ട് കെട്ടുപൊട്ടി. ഒന്ന്, മരണദൂതനെ യഹോവ വെട്ടി, ദാരിദ്ര്യത്തിന്റെ കെട്ടുപൊട്ടി. അഭിഷേകമുള്ളവൻ കാലുകുത്തുന്ന ഭവനങ്ങൾ, അഭിഷേകമുള്ളവൻ നിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച, അഭിഷേകമുള്ളവന്റെ സ്ഥാപനത്തിൽ കയറി പ്രാർത്ഥിച്ച, അഭിഷേകമുള്ളവനൊരു വസ്തുവിൽ കയറി പ്രാർത്ഥിച്ച അവിടെ വിട്ടുതല. യേശുവിന്റെ നാമത്തെ എടുത്ത് പ്രാർത്ഥിക്കുക. ദൈവനന്ദിയോടെ ശ്രദ്ധിക്കുന്നു. ആദ്യത്തെ രണ്ടിടത്ത് വിടുതല, മൂന്നാമത്തെടുത്ത് ന്യായവിധി ഇറങ്ങിയത്. ദൈവത്തിന് സ്തോത്രം. ആദ്യത്തെ രണ്ടിടത്ത് ഡെലിവറൻസും മൂന്നാമത്തെടുത്ത് ന്യായവിധിയും. ദൈവത്തിന് സ്തോത്രം. താൻ ആദ്യം എലീശയെ തടഞ്ഞ് ബഥേലില. താൻ അവിടെ ബഥേലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് പിള്ളേര് സെറ്റ് എലീശയെ കണ്ടിട്ട് മൊട്ടത്തലയാ എന്ന് ഉപദേശിയെ പരിഹസിച്ച് വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. അഭിഷിക്തന്മാരെയൊക്കെ പരിഹസിക്കുമ്പോൾ സൂക്ഷിച്ചോളണം. സ്തോത്രം. അഭിഷേകമുള്ളവനെയും അഭിഷിക്തമാരെയും പരിഹസിക്കുമ്പോഴൊക്കെ സൂക്ഷിച്ചോളണം. ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. എലീശ ഇവരെ ഒന്ന് നോക്കി, ഒന്ന് മുറുമുറുത്തു. സ്വർഗത്തിലേക്കൊന്ന് നോക്കിയപ്പോൾ കാട്ടിൽ നിന്ന് രണ്ട് പെൺകരടി കയറി വന്ന് 42 കീറിക്കളഞ്ഞു. ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടെ ഒരു ആത്മീയ ദൂത് പറയാനുണ്ട്. ആദ്യത്തെ രണ്ടിടത്ത് ഡെലിവറൻസാ, മൂന്നാമത്തെ ന്യായവിധിയായി ഇറങ്ങിയത്. എന്താ ദൂത്? ഇന്നലകൾ നിന്നെ പരിഹസിച്ച ചില ബദലുകൾ, ഇന്നലകൾ നിന്നെ നിന്ദിച്ച ചില ബദലുകൾ, ഇന്നലകൾ നിന്നെ അപമാനിച്ച ചില ബദലുകൾ, ഇന്നലെ നിനക്കെതിരെ അപവാദം പറഞ്ഞ ചില ബദലുകൾ ദൈവം തന്നെ ന്യായവിധി നിനക്ക് വേണ്ടി അയക്കുമെന്ന് ദൈവം ദൂത് വിളിച്ചു പറയുക. നിന്നെ തകർക്കാൻ ശ്രമിച്ച ചില ബദലുകൾ, നിന്റെ തകർച്ച കാണാൻ ആഗ്രഹിച്ച ചില ബദലുകൾ, നിന്നെ നിന്ദിച്ച ചില ബദലുകൾ, നിനക്കെതിരെ അപവാദം പറഞ്ഞ ചില ബദലുകൾ, ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങുമെന്ന് സ്വർഗം ദൂത് വിളിച്ചു പറയുകയാ. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ഇനി നമ്മൾ എടുത്ത കുറിവാക്യത്തിലേക്ക് വരാം. ശ്രദ്ധിച്ചേ, ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. എലീശയെക്കുറിച്ചൊന്ന് തൻ്റെ ആ ശുശ്രൂഷയിൽ കയറി വന്ന മേഖലയൊന്ന് വിവരിക്കാൻ ഇവിടം വരെ വന്നത്. ദൈവത്തിന് 4-ന്റെ 1 പ്രവാചകന്മാരുടെ ഭാര്യമാരൊരുത്തി എലീശയോട് നിലവിളിച്ചു. എലീശ സെൻട്രൽ പാസാ. എലീശ ആരാ? സെൻട്രൽ പാസാ. സെൻട്രൽ പാസ് എടുക്ക വന്നാ നിലവിളിച്ചത്. പാസ് എടുക്ക വന്ന് നിലവിളിച്ചോട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരിച്ചു. അച്ചാൻ കർത്താവിൻ്റെ വേല ചെയ്തവനാ. ചാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ വീട്ടിൽ വലിയൊരു പ്രതിസന്ധി വന്നിരിക്കുക. 4 പ്രതിസന്ധി ഉണ്ട് ആ വീട്ടിൽ. 1, കടഭാരമുണ്ട്. 2, മക്കളെ കടക്കാരടിമപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുന്നു. 3-ാമത്തെ പ്രതിസന്ധി ദേശത്ത് നിന്നയാ. 4-ാമത്തെ പ്രതിസന്ധി കുടുംബം മുന്നോട്ട് പോകാൻ ഒരു മാർഗവുമില്ലാതിരിക്കുക. ദൈവത്തിന് നീയോടെ എനിക്ക് അമ്മാമ്മയോടുള്ളൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, അമ്മാമ്മ അച്ചാനെ കുറിച്ച് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്താ? എൻ്റെ അച്ചാൻ ആരായിരുന്നു? യഹോവ ഭക്തനായിരുന്നു. സ്തോത്രം. കുടുംബത്തിൻ്റെ അകത്തുനിന്നുള്ള സ്റ്റേറ്റ്മെന്റാ ജീവിതത്തിൽ ഏറ്റവും വലുത്. അമ്മാമ്മ പറയുക, അവൻ ദൈവത്തിൻ്റെ സ്തോത്രം, എൻ്റെ ഭർത്താവ് അവൻ ഭക്തിയോടെ ജീവിച്ചവനാ. അമ്മാമ്മ സാക്ഷ്യം പറയുക. ഞാൻ പറഞ്ഞു, ഉലകത്തിൽ ആരും സാക്ഷ്യം പറഞ്ഞില്ലെങ്കിലും നിന്റെ ജീവിത പങ്കാളിയുടെ സാക്ഷ്യം മതി അവൻ നീ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കയറുവാൻ. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. 1,
ഇവിടെ അച്ചായൻ കർത്താവിൻ്റെ വേല ചെയ്ത ദൈവവേല ചെയ്തിട്ട് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് നിന്റെ കുടുംബം അനാഥയായപ്പോൾ ദൈവം അനുവദിക്കുകയല്ല. എപ്പോഴും ഓർത്തോണം, അമ്മ ദൈവത്തിന് നാട് വിട്ട് വീട് വിട്ട് അമ്മ ദൈവത്തിന് സ്തോത്രം കൂട്ടമൊക്കെ വിട്ട് ദൈവത്തിന് സ്തോത്രം ദൈവത്തെ സേവിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് നിന്റെ കുടുംബം ഒരിക്കലും അനാഥമാകാൻ ദൈവം അനുവദിക്കില്ല. കാരണം ഈ ദൈവത്തെ സേവിച്ചവരാരും നശിച്ചു പോയിട്ടില്ല. ഉടവല ഒരാൾ പോയാ അടുത്ത പോക്കുവഴി ദൈവം ഒരുക്കും. അമ്മാമ്മയുടെ ജീവിതത്തിൽ മുറിവുണ്ട്, കാരണം അമ്മാമ്മ വിധവയാ. ഞാൻ ഇന്ന് പലക്കാലം ദൈവാത്മാവ് ദൂത് പറയാ, ഈ ദൈവം അനാഥരുടെ ദൈവമാ, ഈ ദൈവം വിധവകളുടെ ദൈവമാ. വിധവകളുടെ കണ്ണുനീര്, അനാഥരുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവത്തെയാ ഇന്ന് പലക്കാലം ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഞമെടുത്ത് പ്രാർത്ഥിക്കുക. റമ്പൽമാന റവനച്ചുടിബി അടകരമന രസിയാന ഭവനി. ഇവിടെ ദൈവത്തിന് നീയോടെ അമ്മാമ്മ പറയുക, എൻ്റെ അച്ചായൻ നിന്റെ ഭക്തനായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന സമയം വരെ ഒരു കുഴപ്പവുമില്ല. ദൈവത്തിന് നീയോടെ ജീവിച്ച് അദ്ദേഹം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ അടിമമുഖം നീട്ടിക്കർ ഒന്നും കൂടെ അമ്മ ദൈവത്തിന് തെളിച്ചു പറഞ്ഞ, പ്രാർത്ഥിക്കുന്നവൻ വീട്ടിലുണ്ടായിരുന്ന കാലത്തോളം ഒരു കുഴപ്പമില്ല, പ്രാർത്ഥിക്കുന്നവൻ പോയപ്പോ അടിമമുഖം വീട്ടിൽ കയറി. എന്താ അതിൻ്റെ ആത്മീയ ദൂത്? പ്രാർത്ഥിക്കുന്ന നീ ഉള്ളത് കൊണ്ടാ ഇന്നും ചിലത് ആയുഷോടുകൂടെ കിടക്കുന്നേ. നീ ഇടിവി നിൽക്കുന്നത് കൊണ്ടാ ചിലത് നന്മയെ അനുഭവിക്കുന്നേ. നീ ഇടിവി നിൽക്കുന്നത് കൊണ്ടാ ചിലത് ജീവിച്ചിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഞമെടുത്ത് പ്രാർത്ഥിക്കുക. റമ്പൽമാന റവന ചുടിബി അടകരമന റസിയാന ഭവനി. ചിലതിനെ ആക്സിഡന്റിൽ നിന്ന് വിടിപ്പിച്ചത് അമ്മ ദൈവാത്മാവരെ, ചിലതിന് വേണ്ടി ജോലിയുടെ വഴി തുറന്നത്, ചിലത് പഠനത്തിൽ ജയിച്ചത്, പഠനത്തിൽ ചിലത് കയറിപ്പോന്നത്, ചിലത് വിദേശ രാജ്യത്തെത്തിയത് നീ ഇടിവിൽ നിന്നത് കൊണ്ടാ. നിന്റെ കണ്ണുനീരിനെ മാനിച്ച ദൈവം അത് ചെയ്തെന്ന് സ്വർഗം ദൂത് വിളിച്ചു പറയുകയാ. ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. അച്ചാൻ ജീവിച്ചിരുന്ന സമയം വരെ കുഴപ്പമില്ല. ദൈവത്തിന് പ്രാർത്ഥിക്കുന്നവൻ വീട്ടിൽ നിന്ന് പോയപ്പോൾ അടിമമുഖം വീട്ടിൽ കയറുന്ന പലവിധ മുഖങ്ങളുണ്ട്. എന്താ? ചിലതിനെ ദൈവികതമില്ലാത്ത ബന്ധങ്ങളിൽ കൊണ്ടുപോയി പിള്ളേരെ കൊണ്ടുപോയി പെടുത്തു. ദൈവികതമില്ലാത്ത കൂട്ടുകെട്ടുകൾ കൊണ്ടുപോയി പെടുത്തു. ചിലതിന് മൊബൈൽ കൊടുക്കുന്നു, ഉടമനഘടകം റമനകത്തുര, ചിലതിന് കഞ്ചാവില, ദൈവത്തിന് ചിലത് പിന്മാറ്റത്തില. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. ദൈവമില്ലാത്ത കൂട്ടുകെട്ടുകളൊക്കെ മക്കൾ വിട്ടു പിരിയാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. അതിനൊരു വചനമുണ്ട്. എന്താ? അമ്മ ദൈവത്തിന് സങ്കീർത്തനം 31:20, ഞാൻ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടിവിച്ച് നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്ക്. അലമുറയോർത്ത് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമില്ലാത്ത കൂട്ടുകെട്ടൊക്കെ വിട്ടു പിരിയും. സ്തോത്രം, ഹല്ലേലൂയ. പല മുഖങ്ങളാ ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. സ്തോത്രം. കൂട്ടുകെട്ടിന്റെ മുഖം ചിലതിനെ മദ്യപാനത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നു, ചിലതിനെ വലിച്ചുകൊണ്ട് പോകുന്നത് ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു വിശ്വാസത്തിന് പിന്മാറ്റത്തിൽ കൊണ്ടുപോയി ദൈവനാമം ദുഷിക്കുന്ന മുഖമാ. പക്ഷെ ഞാനിന്ന് പകൽക്കാലം ഒരു ദൂത് പറയാ, കണ്ണുനീരോടെ നീ പ്രാർത്ഥിക്കുമെങ്കിൽ അടിമ മുഖങ്ങളെ ഓടിച്ച് റീബാന കത്തുരാജം പ്രവൃത്തി നിന്റെ തലമുറയെ, നിന്റെ ജീവിത പങ്കാളിയെ, നിന്റെ സഹോദരനെ ഓ റാബാന കമ്മന വീണ്ടെടുക്കുക. ഇന്ന് പല അഭിഷേകത്തിന്റെ പവർ വ്യാപരിപ്പാനിടയായി തീരും. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ശ്രദ്ധിച്ചേ, അവിടെ പറഞ്ഞു, എൻ്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ചടിമകളാക്കാൻ വന്നിരിക്കുക. വായിച്ചു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? നല്ല കാര്യമാ. ഞാൻ നിനക്ക് വേണ്ടി എന്താ, നിന്റെ ആവശ്യം എന്താ നീ പറയണം. സ്തോത്രം. അതിനാ പ്രയർ ലൈഫ് എന്ന് പറയുന്നത്. ദൈവത്തോട് പറയണം, നിന്റെ ആവശ്യം എന്താ? നീ എന്തിനെ ഓർത്താ ഭാരപ്പെടുന്ന? മക്കളെ ചൊല്ലിയാണോ? സ്തോത്രം. നിന്റെ രോഗത്തെ ചൊല്ലിയാണോ? അമ്മ ദൈവം നിന്റെ ശരീരത്തെ ചൊല്ലിയാണോ? കൂടപ്പുറപ്പുകളെ ചൊല്ലിയാണോ? ഏതിനെ ചൊല്ലിയാ നീ ഭാരപ്പെടുന്നത്? ആവശ്യം ദൈവത്തോട് പറ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആദ്യം പറഞ്ഞു, എലീശ ആരാ? യേശു ക്രിസ്തുവിൻ്റെ നിഴല. സ്തോത്രം. ഇവിടെ വന്നത് എൻ്റെ അമ്മ, ഞാൻ വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ അടുക്കല ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. നിന്റെ കണ്ണുനീര് കാണുമ്പോൾ ഉടവലകട റമനകത്തുരാജം നിന്നെ ആശ്വസിപ്പിച്ച് വിടുന്ന ദൈവമല്ല, അതിന് പരിഹാരം വരുത്തുന്ന ദൈവത്തിൻ്റെ അടുക്കല ഇന്ന് പലക്കാലം ഞാനും നിങ്ങളും കൂടി വന്നിരിക്കുന്നത്. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. സ്തോത്രം. എലീശയോട് വിളിച്ചു, അമ്മ ദൈവത്തിന് നിന്റെ പറയുക, നിനക്ക് ഒന്ന് വായിച്ചേ. വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. അടുത്തത്, ഒരു ഭരണി എണ്ണയല്ല. അവിടെ പറഞ്ഞു, അടിയന്റെ കയ്യിൽ ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല. ഇവിടെ ഉള്ളത് എന്താ? ഉള്ളത് എണ്ണയാ. ഇല്ലാത്തത് എന്താ? ഇല്ലാത്തത് പാത്രമാ. സ്തോത്രം. പകരാൻ പാത്രമില്ല, എണ്ണയുണ്ട്. ദൈവത്തിന് നീയോടെ ഈ പ്രതിസന്ധിയുടെ നിറവിലും ഇവിടെ മേലെന്തുണ്ട്? ഇവിടെ കയ്യിൽ എണ്ണയുണ്ട്. സ്തോത്രം. ഞാനൊരു ദൂത് ദൈവാത്മാവിൽ പറയാ, ഏത് പ്രതിസന്ധിയിലും എൻ്റെ അകത്തൊരു അഭിഷേകം ഉണ്ടെങ്കിൽ ആ പ്രതിസന്ധി നീ കയറി വരും. അത് തലമുറ വിഷയമാകട്ടെ, സഭയുടെ വിഷയമാകട്ടെ, മക്കളുടെ വിഷയമാകട്ടെ, രോഗവിഷയമാകട്ടെ, ഏത് വിഷയമാകട്ടെ, അമ്മ ജൂഡിബി റീബാന റീഖബിനി ഭവനിയ, നിന്റെ അകത്തൊരു നിറവുണ്ടെങ്കിൽ, നിന്റെ ഭവനത്തിൽ ഒരു നിറവുണ്ടെങ്കിൽ ആ പ്രതിസന്ധിയെ നീ തരണം ചെയ്ത് കയറി വരുമെന്ന്
വരുമെന്ന് ഇന്ന് പകല് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. അയലക്കങ്കാരോടൊക്കെ പാത്രം വായ്പ മേടിക്കണം. അമ്മ ഈ പുസ്തകം എടുത്തുകൊണ്ട് താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പേ കൈ നീട്ടാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവത്തിന് നീയോടെ ശ്രദ്ധിക്കുന്ന അയലക്കങ്കാരോടൊക്കെ എന്ത് ചെയ്യണം? വെറും പാത്രങ്ങൾ വായ്പ മേടിക്കണം. മേടിച്ചിട്ട് നീ നിന്റെ മക്കളും അകത്തു കയറി വാതിൽ. ഇത് അമ്മ വ്യക്തിപരമായ പ്രാർത്ഥന, രഹസ്യ പ്രാർത്ഥനയാ കാണിക്കുന്നത്. ദൈവത്തിന് ചിലർക്ക് ഞാൻ ഈ വിശ്വാസ ജീവിതത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, ദൈവത്തിന് സ്തോത്രം, ചിലർ സഭയിൽ വന്നിരുന്ന ഭയങ്കര പ്രാർത്ഥനയാണ്, ആരാധനയാണ്. പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രയറും ഇല്ല. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കാൻ സമയമില്ല. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. സ്വർഗമായൊരു ബന്ധം, സ്വർഗമായി നിനക്കൊരു ബന്ധം വേണമെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. യേശുവിൻ്റെ നാമത്തെ യമടുത്ത് പ്രാർത്ഥിക്കുക. റമ്പൽമാൻ റവന ചുടുവി. ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടുമായിട്ട് നടക്കുന്ന പരിപാടിയല്ല. അമ്മ എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ പ്രയർ ലൈഫ് ഉണ്ടായിരിക്കണം. ദൈവം നന്ദിയോടെ സ്തുതിക്കുന്നു. കുടുംബ പ്രാർത്ഥന വേണം, അത് മുടക്കരുത്. വ്യക്തിപരമായ ഒരു പ്രാർത്ഥനാ ജീവിതം. ദൈവമായി സംസാരിക്കണം. നിന്റെ ആവശ്യങ്ങൾ പറയണം. അവൻ നിന്നോട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. നീ ഒന്ന് ചെവി കോർത്തിരിക്കുക. അവൻ നിന്നോട് സംസാരിക്കുമെന്ന് ഞാൻ ദൈവാത്മാവെ ദൂത് വിളിച്ചു പറയുകയാ. റീബാനകത്തുരി എലീശയോട് പറയുക, നീ അകത്തു കയറി. ദൈവം നീ നിന്റെ മക്കളും വാതിലടച്ച്. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. എന്ത് ചെയ്യണോ? വായിച്ചേ. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞതൊരു ഭാഗത്തേക്ക് മാറ്റി. അവിടെ നിറഞ്ഞത് എന്ത് ചെയ്യണം? മാറ്റണം. നിറഞ്ഞാൽ എന്തുണ്ട്? നിറഞ്ഞാൽ നിനക്കൊരു മാറ്റമുണ്ട്. അഭിഷേകത്താൽ നിറഞ്ഞ നിനക്കൊരു മാറ്റമുണ്ട്. നിറഞ്ഞ നിന്റെ സ്ഥാനം മാറും. നിറഞ്ഞ നിന്റെ യാത്ര മാറും. നിറഞ്ഞ ചുടബല അടഞ്ഞ വഴികളെ ദൈവം തുറക്കും. ഞാൻ ദൈവാത്മാവിലൊരു ദൂത് പറയാ. റീബാന നിറഞ്ഞത് മാറ്റിവെക്കാനാ പറഞ്ഞേ. നിറഞ്ഞ റീബാനകത് പ്രവാചകനായി, പ്രവാചകിയായി, ഉടബലകട റബനകത്തുരാജൻ അപ്പോസ്തലനായി, ഇടയനായി നിറഞ്ഞ അടുത്ത ഒരു തലത്തിലേക്ക് ദൈവം നിനക്കൊരു ചേഞ്ച് തരുവാനിടയായി തീരും. റീബാനകത്ത് നിറഞ്ഞ നിനക്ക് മാറ്റമുണ്ട്. അമ്മ പ്രവചനാത്മാവിൽ ഉടബലകൾ നിറഞ്ഞ അടുത്തൊരു തലത്തിലേക്ക് നീ കയറും. വെളിപ്പാടിൽ നിറഞ്ഞ അടുത്തൊരു തലത്തിലേക്ക് നീ കയറും. അധികാരത്തിന് മിനിസ്ട്രി നിറഞ്ഞ അടുത്തൊരു തലത്തിലേക്ക് കയറും. ഇന്ന് പകൽ ഒരു നിറവ് വരട്ടെ. നിറഞ്ഞാൽ ഒരു മാറ്റമുണ്ട്. നിറഞ്ഞ പൊസിഷൻ മാറും. നിറഞ്ഞ സ്ഥാനം മാറും. നിറഞ്ഞ ശുശ്രൂഷ മാറും. നിറഞ്ഞ അടുത്തൊരു തലം കയറും യേശുവിന്റെ നാമത്തിൽ. ചിലരെ ശുശ്രൂഷ, ചിലരെ അഭിഷേകം ചേഞ്ച് ആകുന്ന ദൈവം കാണിക്കുക. അടുത്തൊരു തലം. അങ്ങനെയുണ്ടോ ബൈബിളിൽ? സ്തോത്രം. ഈ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ വായിക്കേണ്ട. മർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേര് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. 3-ാം അധ്യായത്തിൽ പത്രോസ് അവൻ 40 വർഷം ദേവാലയത്തിന്റെ പുറത്തിരുത്തിയവൻ, ശത്രു ഇരുത്തിയവനെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. സ്തോത്രം. ആദ്യം 3000, പിന്നെ അത് 5000 വിശ്വാസികൾ. ജനം വർദ്ധിക്കാൻ തുടങ്ങി. പുരോഹിതന്മാരിൽ ഒരു കൂട്ടർ വിശ്വാസത്തിന് അധീനരായി തീർന്നു. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ഈ 4-ാം അധ്യായത്തിൽ ഈ മുടന്തന്റെ സൗഖ്യ നിമിത്തം സഭ ഈ ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സഭയ്ക്കൊരു ചെറിയ പ്രതികൂലമുണ്ടായി. പുരോഹിതന്മാരും ശാസ്ത്രിമാരെല്ലാം പത്രോസിനെ യോഹന്നാനെ വിളിച്ച് തർജ്ജനം ചെയ്തു. ഇനി ഈ നാമത്തിൽ പ്രസംഗിക്കരുത്. യേശുവിൻ്റെ നാമത്തോടല്ലേ പോരാട്ടമുള്ളൂ. വേറെ ഏത് നാമത്തോടാ പോരാട്ടമുള്ളത്? അമ്മ ദൈവത്തിന് രാവിലെ പോയി വൈകുന്നേരം വരെ അമ്മ ദൈവത്തിന് സ്തോത്രം റെക്കോർഡ് വെച്ചാൽ കുഴപ്പമില്ല. ദൈവത്തിന് നീയോടെ യേശുവിൻ്റെ നാമം എവിടെ ഉയരുന്നു അവിടെയാ പ്രതിസന്ധി ഉള്ളത്. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. അവർ പറഞ്ഞ പുരോഹിതന്മാരും ശാസ്ത്രിമാരും പറയുക, ഇനി ഈ നാമത്തിൽ എന്ത് ചെയ്യരുത്? പ്രസംഗിക്കരുത്. അവർ പറഞ്ഞ് അമ്മ ദൈവത്തെക്കാളും ഇവർ നിങ്ങളെ ആണോ അനുസരിക്കേണ്ടത്? ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ഇവിടെ ശ്രദ്ധിച്ചേ, അവർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. അമ്മ അപ്പോസ്തലപ്രവൃത്തി 4:30-31 വായിക്കുമ്പോ കർത്താവേ ഒന്ന് വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി 4:30-31 സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും വായിച്ചോ, നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞ പത്രോസിന്റെ മേൽ രണ്ടാമത്തെ നിറവ് വന്ന കാര്യമാ പറഞ്ഞ്. ഈ നിറവിന് ശേഷം പത്രോസ് ഒരാളുടെ മേൽ പോലും കൈവച്ചിട്ടില്ല. അവൻ നടന്നു പോകുമ്പോ സൗഖ്യമാ, നടന്നു പോകുമ്പോ ഭൂതശക്തികൾ അഴിഞ്ഞ് വിട്ടുപോകും. അങ്ങനെ ഒരു അഭിഷേകത്തിന്റെ നിറവ് റമ്പൽ ഭവിടി റമന ചുടപറമന അടുത്തൊരു തലത്തിലേക്ക്, അടുത്തൊരു
ഒരു അഭിഷേകത്തിന്റെ നിറവിലേക്ക് ഇന്ന് പകൽ നിന്നെ ഒന്ന് കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. റമ്പൽമാന റബനച്ചുടിബി ഉടബലറീബ അടക. അത് പ്രായം ദൈവത്തിന് പ്രശ്നമല്ല. ഉടബല നിന്റെ ഭാരം ദൈവത്തിന് പ്രശ്നമല്ല. നിന്റെ പ്രൊഫഷൻ ദൈവത്തിന് പ്രശ്നമല്ല. ഇന്ന് നീ നിറവ് നീ ഏറ്റെടുത്ത നീ പോകുന്നിടത്ത് അവൻ നീ ചെല്ലുന്നിടത്തല്ല നെടര് തട്ടുമ്പോ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുവാ. യേശുവിന്റെ നാമത്തിൽ എടുത്ത് പ്രാർത്ഥിക്കുക. നിറഞ്ഞാൽ നിനക്കൊരു മാറ്റമുണ്ട്. നിറഞ്ഞാൽ അടുത്തൊരു തലംവെളിവ്. നിറഞ്ഞാൽ നീ പ്രവചിക്കും. നിറഞ്ഞാൽ നീ വെളിപ്പാട് കാണും. നിറഞ്ഞാൽ നീ ഭൂതങ്ങളെ പുറത്താക്കും. നിറഞ്ഞാൽ നീ ദേശങ്ങളോട് നീ കൽപ്പിക്കും. ഒരു പുതിയ നിറവ്. രാജാ റമ്പൽ ഭൗഡി റിബിനി ഉടമന റബലവ റബലവേ ശുഡബലവേ ജനമേ നിറവ് വരിക. നിറവ് ഫിൽ ഫിൽ ഫിൽ. ഓ ദൂതന്മാര് വന്നിട്ടുണ്ട് സഭാഗോളില്. ഓ റബനകത്ത് ദൂതന്മാര് വന്നിട്ടുണ്ട്. അടകരമന റിബന രസ്യാന ഭവനി രാജാ റമ്പൽ ഭൗഡി റബന ഉടബലഘട്ട റബനകത്വരി. നിറഞ്ഞാ നീ പ്രവചിക്കും. നിറഞ്ഞാ നീ വെളിപ്പാട് കാണും. നിറഞ്ഞാ നീ രോഗികളുടെ കൈവച്ച സൗഖ്യമാ. നിറഞ്ഞാ നീ ഭൂതങ്ങളെ പുറത്താക്കും. നിറഞ്ഞാ നീ ദേശങ്ങളോട് കൽപ്പിക്കുക. നിറഞ്ഞ സ്ഥാനം മാറും കേട്ടോ. നിറഞ്ഞ സ്ഥാനം മാറും. നിറഞ്ഞാ നീ ചലിക്കാൻ തുടങ്ങും. നിറഞ്ഞാ നീ ചലിക്കും. അടുത്ത സ്ഥാനത്തേക്ക് അടുത്ത ചില പ്രമോഷനുകൾ അമ്മ ഉടവ ചില നന്മകള് കുഞ്ഞുങ്ങളുടെ നന്മയെ തടഞ്ഞു വെച്ച ചില കെട്ട് ഇന്ന് പകല് പൊട്ടുക യേശുവിന്റെ നാമത്തില്. രാജരീന അടകരമന റിബനരസിയാന രാജാ റമ്പൽ ഭൗഡി റിബിനി ശുഡിബി ഉടബലരമന റിബനരസിയാന രാജരീന അടകരമന റിബനരസിയാന രാജപ്രൗഢി റമ്പൽ ഭൗഡി റമന ചുടിബി ഉടബലറീബ ദൈവ സാന്നിധ്യം ശക്തമായി ദൈവസഭയ്ക്ക് അത് ചലിക്കുക. ഒരറ്റം മുതൽ അറ്റം വരെ ദ ഹോളി പവർ രോഗബന്ധനങ്ങൾ അഴിയുക. തലമുറ തടയപ്പെട്ട ചില നന്മകൾ റിലീസ് ചെയ്യുക. നിന്റെ കുഞ്ഞിന് ലഭിക്കേണ്ട ചില നന്മകൾ തടയപ്പെട്ട ചിലത് റിലീസ് ചെയ്യുക. രാജ അടകരമന റിബനരസിയാന രാജാ റമ്പൽ ഭൗഡി റബന ഉടബലരമന റിബന. നിനക്ക് അർഹതപ്പെട്ടത്, നിന്റെ മക്കൾക്ക് അർഹതപ്പെട്ടത് തടഞ്ഞ ചിലത് ഇന്നത്തെ നിറവ് വരുമ്പോ സ്ഥാനം മാറും, ചലിക്കും. അഭിഷേകത്തിന്മേ വിടുതല. ഓ റബന ചുടബരമന രസിയാന അടകരമന റിബനകത്ത് യേശു ചിലരെ തൊടുക. ആ പുറകെ ചിലരെ തൊടുന്ന ദൈവമാമനെ കാണിക്കുക. ഓ ദൂതം നിന്ന് തൊടുന്ന പോലെ റിസീവ് the anointing, the power. Oh rekebene അടകരമന റിബനരസിയാന രാജരീന രമനരസി അടകരാജ ഭൗഡുരമന ഉടബലബലബല ശുഡബലരീവന ഘടകരകത്വരി അടകപ്പൗഡി രമനകത്വരി റമ്പൽമാന റമന ശുഡബരസിയാന. ഹല്ലേലൂയ. രാജരീന അടകരമന റിബനകത്വരി. അഭിഷേകത്തിന്റെ വലിയ സാന്നിധ്യം ദൈവസഭയ്ക്കകത്ത് ചലിക്കുക. ചിലരുടെ ശരീരം ഫ്രീ ആകും, മൈൻഡ് ഫ്രീ ആകുക. ഓ ചില പേപ്പർ വർക്ക് റെഡിയാകും. കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ചോ. കുഞ്ഞുങ്ങളുടെ ചില പേപ്പർ വർക്ക് റെഡിയാകിയ ചിലരുടെ പാശ മാറുക, ചിലരുടെ ശുശ്രൂഷ മാറുക, ചിലരുടെ അഭിഷേകം അടുത്തൊരു തലത്തിലേക്ക്. നിന്റെ അഭിഷേകത്തിനൊരു ചേഞ്ച്. അഭിഷേകം ചേഞ്ച് ആകിയ അടുത്ത പടി, അടുത്ത തലമാ. പുതിയ നിറവ് ഉടബല പീലിപ്പോസിനെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ടുപോയതുപോലെ. റബന ശുഡബ റിബിനി അടക
അടകരമന റിബന ഗടഗരഗത്വരെ. The power, power, power. Ura ka pa 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 pa. Ura nara kammana. അടകരമന റിബന രസിയാന. രാജപ്രൗഢി റമ്പൽ പ്രൗഢി രമന ചുടബ ഉടബലബലബലബ. The power, 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 power. Power anointing, power anointing, power anointing. റബന ചുടബ റിബിനി അടക രമന. ഓഹോ റീകാ ബാ 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 റീകാ ബാ 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 സുടബലബലബല റിബന രസിയ. Power. റബന ചുടബ. ഹീൽ 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 ഹീൽ. യേശുവിന്റെ നാമത്തിൽ രാജാ റമ്പൽ പ്രൗഢി റിബിനി ഉടമന ഗടഗരഗത്വരി അടകരമന റിബനരസിയാന രാജ രാജ രാജറീന അടകരമന റിബനഗത്വരി. ദൈവകൃപ വ്യാപരിക്കട്ടെ, ദൈവകൃപ ശക്തിയോടെ ശക്തിയോടെ ശക്തിയോടെ. രാജാ റീന റീഖ റിയ റീന. ഫയർ ഫയർ. ദൈവത്തിന്റെ സാന്നിധ്യം തീ പോലെ. അടകരമന റിബനരസിയാന റമ്പൽ ബലബല സുടിബി അടക അടകരമന റിബനരസിയാന. The holy power, holy power, holy power. ഊറാ ബാബാ 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 റിഖാ ബാബാ ബാബാ. ശരീരത്തിൽ ചില രോഗപ്പോരുകളെ ഓ ഫയർ ദൈവ സാന്നിധ്യ ശക്തിയോടെ പുതിയ നിറവ് പുതിയ നിറവ്. ഉടമന അടകരമന റിബനരസിയാന രാജ രാജ രാജറീന രമനരസി അടകരമന റിബനഗത്വരി. നിന്റെ ശരീരത്തിന് ദൈവത്തിന്റെ സൗഖ്യം വരിക. റിസീവ് റിസീവ്. റേ ബേ ബേ നെ റേ തു ബീനിയോ അടകരമന റിബനരസിയാന രാജാ റീന റീഖാ റിയ മാറാ മാന തൂന ഖാന മാന റീ പാ 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 പാ. The Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit. Rikha baba ba, ribala bala bala, shuda bala ribana, hadagara bala ribana rasiya, riba baba baba, chuda rabana, kammana bala bala ribana rasiya, udamana kadagam, hadaga pravdi rabana gaturi. യേശുവിന്റെ നാമത്തിൽ ദൈവ സാന്നിധ്യം സൗഖ്യമാ. റീന റീഖ റിയ റീന മാറാ മാന ധൂന ഖാന മാന റീന റിഖ റിയ. ഓ the Holy Spirit, Holy Spirit. റബന ചുടബ റബന രസിയാന അമ്മാവിന്റെ പിയ 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 പിയ. ഓ റാബാ ബാബാ ബാ റിഖാ ബാബാ ബാ ചുടബന ഗടഗരഗത്വരി. ദൈവ സാന്നിധ്യ ശക്തിയോടെ റബന ചുടബ റിബിനി അടക. The Holy Spirit, Holy Spirit, Holy Spirit. Fire. റീഖാ ബാബാ ബാബാ ശക്തിയോടെ കത്തുക. അമേ റീ ബാബാ ബാബാ റിഖാ ബാബാ ബാ ഉടമന ഗടഗരഗത്ത് പുറത്തു വാ. പുതിയ നിറവ് പുതിയ നിറവ്. ഓ ഹോ 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 റീ പാ 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 ഉടമന ഗടഗരഗത്വരി അടകരമന റിബനരസിയ റബലബലബല സുടബലബല. ഫയർ. പുതിയ പവർ പുതിയ പവർ പുതിയ പവർ പുതിയ പവർ. റബന റമ്പൽ പൗഡി റബന ഗടഗരഗത്വരി. രാജ രാജ രാജറീന അടകരമന റിബനരസിയാന റപ്പൽമൗനി റബന ചുടബ. പുതിയ സാന്നിധ്യം പുതിയ പവർ നിന്റെ മേ ഉടമന ഘടകരകത്തു. ഇന്നത്തെ ആരാധന കഴിയുമ്പോൾ ഇന്ന് ദൈവാത്മാവിനോട് പറയുക ആമ ചില വിടുതലുകൾ കാണുക. ആമ റീബാന റീക്ക മറിയ ചോദിച്ചു ആര് നമുക്ക് വേണ്ടി കല്ലറയുടെ കല്ലുരുട്ടി മാറ്റും. ചില കല്ലുകൾ ഉരുണ്ട് മാറും. കല്ലുകൾ ഉരുണ്ട് മാറുന്നു. കല്ലുകൾ ഉരുണ്ട് മാറുന്ന ഒരു പ്രയറാ. ഓഹോ റേ ബേ നെ റേ തു ബീനിയോ അടക റമന ചുടബ റിബിനി അടക ഉടമന ഘടകരകത്വരി റബന ചുടബ റിബിനി അടക റമന രസിയാന. ദൈവശക്തി ദൈവശക്തി. റീബാ ബാബ മോടമേല് വലിയ ദൈവ സാന്നിധ്യം. ഫിൽ ദ പവർ ഫിൽ ദ പവർ. റീബാ ബാബ റിഖാ ബാബ ഫയർ ഓയില്. ഓ റിഖാ ബാബ ബാബ സുടബല ബല ബല റിബന രസിയാന. രാജാ റീന റീഖ റിയ റീബ റീബ പിടിച്ചു നിർത്താൻ കഴിയാത്ത വലിയ ദൈവ സാന്നിധ്യം. ഞാനിങ്ങനെ പ്രാതോ റിബനകത്വരി അടക നിറയുക നിറയുക ഉടബലബല നിറയുന്നു. പുതിയ ദൈവ സാന്നിധ്യം പുതിയ പവർ. റീബാ ബാബാ റിഖാ ബാബാ ചൂടറബന ഖമ്മന അടകരബന റിബന രസിയാന ചുടബലരബന റിബന രസിയാന. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ചൂടാറാ ബാബാ റിഖാ ബാബാ പുതിയ കൃപ വ്യാപരിക്കട്ടെ പുതിയ കൃപ വ്യാപരിക്കട്ടെ. അടകാരമന ചുടബാറിബിനി അടക ഉടബ ഒരറ്റം ഒരറ്റം വരെ അമ്മ ദൈവ സാന്നിധ്യ തീ പോലെ തീ പോലെ ചിലപ്പോ തീയുടെ അഭിഷേകം തീ 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 പോലെ ഫിൽ ഫിൽ ഫിൽ. ഓ ഫയർ ഫയർ. ദൈവത്തിന്റെ സാന്നിധ്യം തീ പോലെ. അടകരമന റിബന രസിയാന രാജാ റീന റീഖ റിയ മാറാ മാന തൂന ഖാന റീന റീഖ റീബലബലബല സുടബലബലബ. യേശ് യേശ് റിഖ ബാ 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 റിബന രസിയാന
അടകരമന റിബനകത്തുരി ദൈവ സാന്നിധ്യം ശക്തിയോടെ ജൂഡാറാബാബ റീഖാബാബ ഉടമനകടകരകത്തുരി അടകരമന റിബനരസിയാൻ മറബന മനമന തുരിബി ഘടകരബല റിബന ശുഡിബി ഓഹോ ഫയർ ഫയർ ഓയിദേ ദൈവ സാന്നിധ്യ ശക്തിയോടെ റാന റൗബി റീന റീഖ റിയ മാറ മാന തൂന ഖാന റീന റീബ ബാബ റീഖാറാബന ഖമ്മന അടകരബല റിബനരസിയാൻ ദൈവകൃപ ശക്തിയോടെ രാധ 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 റിബലബലബല ശുഡബല റിബനരസി അടകരമന റിബനരസിയാൻ രാജ റീന റീഖ റിയ മാറ മാന ഖമ്മന ഉടബലബലബല ശുഡബലബലബ ദൈവകൃപ വ്യാപരിക്കട്ടെ റീബബാബാബ ശുഡബാബാബ അടകരമന റിബനരസിയാൻ രാജ പൗഡിരമനകത്തുരി അടകരമന റിബനരസിയാൻ ഓ പക്ഷെ സഹായത്തിന് ദൈവം മാത്രമേ ഉള്ളൂ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറയുക, എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ എൻ്റെ പശ്ചത്തുണ്ടെന്ന്. ഉടവരെ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നീയും നിന്റെ കുടുംബം എവിടെ ചെന്നാലും അവിടെ എല്ലാം അവർക്ക് വേണ്ടി ഒരു വ്യക്തിയെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് ഇന്ന് പകല് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. പ്രാർത്ഥിച്ചോ, ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു, അടകരമന റിബനരസ്യ വലുതും സഫലമായ ചിലത് ദൈവം തുറക്കുന്നു. ഇന്ന് പകല് ഞാൻ ഈ ദൂത് പറയുമ്പോൾ നിന്റെ വീട്ടിലുള്ള ചിലതിന് വേണ്ടി ദൈവം കൃപയുടെ ചെങ്കോൽ നീട്ടുന്ന ഒരു വെളിപ്പാട് ഇന്ന് പലകാലം ദൈവാത്മാവ് കാണുകയ. രാജരമന റിബനരസ്യ അനുഭവനി ഹന്ന അവനോട് ഒരിക്കൽ കൂടി പറയുന്നു, ദൈവദാസി എന്ന ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചത് മക്കളെ തലമുറയെ ചൊല്ലിയുള്ള ദുഃഖ നിമിത്തമാണ്. ഒരാണ്ട് കഴിയുന്നതിന് മുമ്പ് സ്വർഗത്തിൽ നിന്ന് മറുപടി ഇറങ്ങി. ഇന്ന് ദൂത് പറയുമ്പോൾ അമ്മ റീബാന റീഖബനി ബബനിയ അറസി നീ ഉറപ്പിച്ചോ, മറുപടിയുണ്ട്. 1 മാസം 3 ദിവസം വെച്ച് 9 മാസം കൂടെ ദൈവസന്നിധി പ്രാർത്ഥിക്കണം. അത് യഹോവയുടെ കരം കാണാനെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ച് പറയുക. ഏലിയാവ് 6 തവണ പ്രാർത്ഥിച്ചിട്ട് കാണാത്ത ദൈവപ്രവൃത്തി 7ാം തവണ മേഘം കൈപ്പത്തി പൊങ്ങുന്നത് പോലെ ഉടൻ അടയാള സഹിതം വിടുതലുമായി ദൈവത്തിന്റെ കരമിറങ്ങി വന്ന പോലെ ഒരു മറുപടി പ്രയറിലുള്ള ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അനുഭവം ശ്രദ്ധിച്ചേ, ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. റീബ റമന ശുഡബ റമന നിറവ് ആ വീടിന്റെ അകത്ത് ഏലിയാവ് പറഞ്ഞതുപോലെ ഒരു വലിയ നിറവ് വന്ന ആ വീടിൻ്റെ അകത്ത്. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ഉടമന കേട്ടോ, അവിടെ അവൻ ഏലിയാവ് പറഞ്ഞു നിറഞ്ഞത് മാറ്റി വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ പാത്രങ്ങൾ കൊണ്ടുവന്ന് വെറും പാത്രങ്ങളെല്ലാം എണ്ണ പകർന്നു. പിന്നീട് അവൾ മകനോട് പറഞ്ഞു ഇനിയും പാത്രം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. എന്ത് സംഭവിച്ചു? പാത്രം തീർന്നപ്പോൾ എണ്ണയും തീർന്നു. ദൈവത്തിന് സ്തോത്രം. പാത്രം തീർന്നപ്പോൾ എണ്ണ തീർന്നു. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ശ്രദ്ധിച്ചോ, ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. അപ്പം ഇവള് എണ്ണയൊക്കെ നിറഞ്ഞതിന് ശേഷം ഇനി അവള് വിചാരിച്ചു ഇനി എന്തിനാ എലീശയുടെ പോണേ, എൻ്റെ വിഷയത്തിന് മറുപടിയായി ഇനി എന്തിനാ എലീശയുടെ പോണേ. എനിക്ക് ഇവളോട് ഭയങ്കര സ്നേഹമുള്ളതെന്ന് വെച്ചാൽ ഇവള് പ്രാർത്ഥിച്ചവളോട് നന്ദിയുള്ള വ്യക്തിയാ. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ നടത്തിയവരോട് നന്ദിയുള്ളവളാ. ദൈവത്തിന് ചിലർ വിടുതൽ കിട്ടിക്കഴിഞ്ഞാൽ പോയ വഴിക്ക് കരിയില പോലും പറക്കുകയില്ല. സ്തോത്രം, ഹല്ലേലൂയ. എത്രയോ ഞങ്ങളുടെ ദൈവദാസന്മാർ എത്രയോ പേരെ പ്രാർത്ഥിച്ചൊക്കെ ഓരോ രാജ്യങ്ങളൊക്കെ വിടുന്നു. ചെന്നാൽ പിന്നെ വിളിക്കു പോലുമില്ല. ആ സ്ഥാനത്ത് ഇവള് വിടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഓടി ദൈവദാസൻ്റെ അടുക്കലെത്തി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. സ്തോത്രം. എലീശ അവളോട് പറഞ്ഞു, ആദ്യം എണ്ണ വിറ്റ് എന്ത് ചെയ്യണം? കടം വീട്ടണം. ഇപ്പൊ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധി കടമാ. ആദ്യം ദൈവത്തിന് നീയോടെ സ്തുതിക്കുക, എണ്ണ വിറ്റ് എന്ത് ചെയ്യണം? കടം വീട്ടണം. 2ാമത്തെ ദൂത്, ബാക്കിയുള്ള എണ്ണ വിറ്റ് നീ നിന്റെ മക്കളും ഉപജീവനം കഴിച്ചോളാൻ പറഞ്ഞു. ഒരുക്കത്തിൽ ഒരു ദൂത് ദൈവാത്മാവിൽ പറയാ. ദൈവ സാന്നിധ്യം ആ വീട്ടിൽ വെളിപ്പെട്ടപ്പോൾ എണ്ണയുടെ പകർച്ച ഉണ്ടായപ്പോൾ 1 കടഭാരത്തിന്റെ കെട്ടുപൊട്ടി, 2 തലമുറയുടെ കെട്ടുപൊട്ടി, 3 ദേശത്ത് നിന്ന മാറി, 4 മുന്നോട്ട് പോകാനുള്ള മാർഗം ദൈവം ഒരുക്കി. ഇത് അഭിഷേകത്തിന്റെ സാന്നിധ്യം വർദ്ധിച്ച ഉടബലകളുടെ അഭിഷേകം നിന്റെ മേൽ റബനറസിയാനവന് വളരാൻ തുടങ്ങും തോറും, അഭിഷേകത്തിന്റെ നിറവ് വരും തോറും അടിമനുഖം പൊട്ടും, രോഗത്തിന്റെ കെട്ട് പൊട്ടു, കടഭാരത്തിന്റെ കെട്ട് പൊട്ടു, കുഞ്ഞുങ്ങളുടെ മേൽ കെട്ടി കെട്ടുപൊട്ടു, കുടുംബ വഴക്കുകളുടെ കെട്ടുപൊട്ടു, കോടതി കേസുകൾ കെട്ടുപൊട്ടു, വസ്തുവിനെ കെട്ടിയ കെട്ടുപൊട്ടു, ശുശ്രൂഷയെ കെട്ടിയ കെട്ടുപൊട്ടു, ഓ ബന്ധങ്ങളെ കെട്ടിയ കെട്ടുപൊട്ടു. യേശുവിന്റെ നാമത്തിൽ എമെടുത്ത് പ്രാർത്ഥിക്കുക. അപ്പം ദൈവവേല ചെയ്തിട്ട്
ആ കുടുംബം നശിക്കാൻ ദൈവം അനുവദിച്ചില്ല. നീ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ട് നിന്റെ കുടുംബമോ തലമുറയോ തകരാൻ ഒരിക്കലും ദൈവം അനുവദിക്കുകയില്ല. യേശുവിൻ്റെ നാമത്തിൽ നാം ജയമെടുത്ത് പ്രാർത്ഥിക്കുക. പോക്കുവഴി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് പകൽ നാം കുഞ്ഞിൻ്റെ വിഷയമാകട്ടെ, വസ്തു വിഷയമാകട്ടെ, നിന്റെ കടഭാരത്തിൻ്റെ വിഷയമാകട്ടെ, സാമ്പത്തിക വിഷയമാകട്ടെ, പോക്കുവഴി ദൈവം ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാം. നല്ല എലീശയാകുന്ന യേശു ക്രിസ്തു ഇന്ന് പകൽക്കാലം നിന്റെ കണ്ണുനീര് തുടയ്ക്കുക. കരഞ്ഞുകൊണ്ട് എലീശ അടുക്കൽ വന്ന വിധവയുടെ കണ്ണുനീര് തുടച്ച് അവിടെ വിഷയത്തിന് കർത്താവ് പരിഹാരം വരുത്തിയതുപോലെ, എലീശ പരിഹാരം വരുത്തിയതുപോലെ നല്ല എലീശയാകുന്ന യേശു ഇവിടെ വന്നിട്ടുണ്ട്. അവൻ നിന്റെ കണ്ണുനീര് തുടയ്ക്കും. അവൻ നിന്റെ തലമുറ വിഷയത്തിന്മേൽ ഇടപെടും. ഉടമനരമന റിബിനി അടകരമനരസിയാന പവനി. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ ഈ അടുത്ത ദിവസം കേരളത്തിലൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. സ്ഥലമൊന്നും പറയുന്നില്ല. പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഒരു കൊച്ചിന് ഒരു പ്രത്യേക രോഗമാണ്. ആ കൊച്ചി ഇരിക്കുന്ന രീതിയിൽ അങ്ങ് ബോധം കിട്ടും, മറിഞ്ഞ് താഴെ വീണും. പിന്നെ 1-2 മണിക്കൂർ കഴിഞ്ഞ് ആ കൊച്ചി എഴുന്നേക്കുകയല്ല. അപ്പോൾ ഇവർ പല ഹോസ്പിറ്റലിൽ ഈ കൊച്ചിനെ കൊണ്ട് പോയി. ദൈവത്തിന് നീ ഇവിടെ ശ്രദ്ധിക്കുന്നത്. പക്ഷേ രോഗം എന്താണെന്ന് ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർമാർ പറഞ്ഞ് ഇതെന്തോ തലയ്ക്കകത്ത് എന്തോ വൈറസ് ഉണ്ട്. വേറൊരു സ്ഥലത്ത് എന്തോ പറഞ്ഞു തലയിൽ ഞരമ്പ് ചെറുതാകുകയാണ്. ദൈവത്തിന് നീ ഇവിടെ ഞരമ്പ് ചുരുങ്ങുന്ന അസുഖമാണ്. അങ്ങനെ ഒത്തിരി അവൻ ദൈവത്തിന് സഹോദരൻ രോഗത്താൽ ഭാരപ്പെട്ടു. ദൈവത്തിന് നീ ഇവിടെ സ്തുതിക്കുന്നു. ഇവരും വിചാരിച്ച് ഇനി ഈ വിഷയത്തിന് വിടുതലില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ കൊച്ചിൻ്റെ പിതാവിനെ യാദൃശ്ചികമായി ഞാൻ ചെന്നൊരു സ്ഥലത്ത് വെച്ച് കൊച്ചിൻ്റെ പിതാവിനെ കണ്ടു. ദൈവത്തിന് നീയോടെ സ്തുതിക്കും. ഞാനിങ്ങനെ അദ്ദേഹത്തോട് തന്നെ പ്രാർത്ഥിച്ചു പറഞ്ഞു, നിങ്ങൾ മൂത്ത തലമുറയെ ചൊല്ലി ഭാരം അനുഭവിക്കുന്നുണ്ട്. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഏതായാലും ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് രോഗമല്ല, അതൊരു കെട്ട. സ്തോത്രം, അതൊരു കെട്ട, തൊട്ടടുത്തുനിന്ന് വന്നിരിക്കുന്ന കെട്ട. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ഏതായാലും ഞാൻ 2-3 ആഴ്ച മുമ്പ് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പോയ വഴിക്ക് 2 വട്ടം പോകാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് പറ്റിയില്ല. 3-ാം വട്ടം പോകാൻ ആഗ്രഹിച്ച് 4 തവണ എന്നെ വണ്ടി ആക്സിഡൻറ്റ് പറഞ്ഞതാ. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആഭിചാരത്തിൻ്റെ കെട്ട. ദൈവത്തിന് നീയോടെ സ്തുതി. പ്രാർത്ഥിച്ചാൽ കെട്ട് കഴിഞ്ഞപ്പോൾ ആ കൊച്ചിൻ്റെ രോഗം പൂർണ്ണമായിട്ട് ദൈവം സൗഖ്യമാക്കി. ദൈവത്തിന് ചിലതൊന്നും രോഗമല്ല, കെട്ട. അത് വസ്തുവിനെ കെട്ടുന്ന കെട്ട്, തലമുറയെ കെട്ടുന്ന കെട്ട്, കുടുംബജീവിതത്തെ കെട്ടുന്ന കെട്ട്, മക്കളുടെ തലമുറയ്ക്ക് തലമുറയുണ്ടാവാതിരിക്കാൻ കെട്ടുന്ന കെട്ട്. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ചില തലമുറയുടെ അടഞ്ഞ ഉദരത്തെ തുറക്കുക. മക്കളുടെ ചില അടഞ്ഞ ഉദരത്തെ, തലമുറയുടെ ചില തലമുറയുടെ ഉദരത്തെ തലമുറ നിന്ന മാറുന്ന നിന്ന ഉരുട്ടി മാറ്റാൻ പോകുക. നിന്റെ കുഞ്ഞിന്റെ നിന്ന ദൈവം ഉരുട്ടി മാറ്റും. പ്രാർത്ഥിച്ചോ. അഭിഷേകത്തിന്റെ ശക്തി ചലിക്കട്ടെ. അഭിഷേകം ചലിക്കുമ്പോൾ നീ പ്രവചിക്കൂ. നിറവ് വന്ന നീ രോഗസൗഖ്യം വരും. നിറവ് വന്ന കെട്ടുപൊട്ടു. നിറവ് വന്ന ബിസിനസ്സിനൊക്കെ ബിസിനസ്സിനെ കെട്ടിയ കെട്ട്, തലമുറയെ കെട്ടിയ കെട്ട്, കുടുംബജീവിതത്തെ കെട്ടിയ കെട്ട്. രാജ ഭവടി രാജരീന റിബനറസിയാന അടകരമന റിബനറസിയാന ഭവനി. ഒരു പാട്ടുപാടി നമുക്ക് ചേർന്ന് പാടി ഇന്ന് ദൈവത്തെ ആരാധിക്കാം. ആ സമയത്ത് നിങ്ങളുടെ മേൽ ഒരു ആത്മസാന്നിധ്യം ഇന്ന് പകൽക്കാലം വ്യാപരിക്കും. ഒരു പുതിയ നിറവ് നിങ്ങളുടെ മേൽ പകരാൻ ദൈവ സാന്നിധ്യം അടുത്തു വരിക. അടകരമന റിബനകത്തൊരു ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ദൈവാത്മാവ് ചിലർ ഇന്ന് ശക്തമായ ദൈവ സാന്നിധ്യത്താൽ നിറയും. അമ്മ നഷ്ടപ്പെട്ടു പോയി ചില ശുശ്രൂഷ ചിലർക്ക് മടക്കി തരും. വെളിപ്പാട്, ദൈവിക ദർശനം നീ പ്രാർത്ഥിക്കുമ്പോൾ സ്വപ്നത്തിലൂടെയൊക്കെ ദൈവം ഇടപെട്ടതാ. ആ കൃപ നഷ്ടപ്പെട്ടു. ഇന്ന് പകൽക്കാലത്ത് മടക്കി തരാൻ പോവുക ദൈവാത്മാവ്. 2 റമ്പൽ റമന ശുടുബി അടകരമ തലമുറ വഴിയെ കെട്ടിയിരിക്കുന്ന കെട്ടഴിയും. പ്രാർത്ഥിച്ചു. തലമുറ വിഷയത്തിൽ ഇന്ന് ഓപ്പണിങ് പ്രാർത്ഥിച്ചു. ഇന്ന് ഓപ്പണിങ്. രാജറീനരമനരസിയാന അടകരമന റിബനകത്തൊരു തീ പോലെ ഇറങ്ങണമേ അഗ്നി കൊടും കാറ്റായി വീശേണമേ ആത്മനദിയായി ഒഴുകേണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടും കാറ്റായി വീശേണമേ ആത്മനദിയായി ഒഴുകേണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടും കാറ്റായി വീശേണമേ ആത്മനദിയായി ഒഴുകേണമേ അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലോ കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവി നിറയ്ക്കണമേ അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലോ
കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി ആത്മനദിയായി ഒഴുകണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആകാവു വിറച്ച പോലെ അഗ്നി മഴയായി. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം അഗ്നിമഴയായി പെയ്യണമേ, ചുടബലരീബേ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, നദിയായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, നദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, നദിയായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, ഓ ആത്മാ നദിയായി ഒഴുകണമേ. രാജാ റീന റിഖാ ബാബാ റീ ബാബാ ഉടബല ബലബ ചുടബല റീ ഉടബല റീ ബല ചുടബല റീ ബല 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 ചുടബ ഉടബേരമനെ അടകാ രാജാ പൗഡി രാജാ 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 പ്രൗഢ രാജാ 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 റീന റിഖാ ബാ ഉടാരമന അടകാ രാജാ പൗഡീരമൻ അട്ടര ചൂടം റീബന ഉടബല രമന റീബല ബലബേ ചുടബല റീബേ അടകല റീബേ ഉടബല ബല ബല ചുടബല റീബന ബല ബല സൗഖ്യമാക്കിയ ദൈവമാവ് റീബാ ബാബ ചൂടാമാന കമ്മന റീബ് അടകര റീബ ചുടബലബല ഉടബലബലബ റീഖാ ബാബ ഓ റീബേ രമനേ ചുടബേ ഉടബേ രമനേ റസി രാജ ഓ രാജ പൗഡി റമ്പൽ പൗഡി രമന ചുടബല അടകര റീബ റീബാ ബാബ റീഖാ മാമ ചൂടാമാന വലിയ നിറവ് പോലെ വലിയ നിറവ ദൈവ സാന്നിധ്യ ശക്തിയോടെ റീന റീഖാ റീബാ ബാബ മാന ശക്തിയാ. Receive the power. Oh, രോഗക്കെട്ടഴിയ നിന്റെ ശരീരം വിട്ട് ഉടബലബലബലബലബല ശരീരം വിട്ട് ഒരു രോഗശക്തി അടകരമനരിമന ശരീര ഓ റബലബലബലബല സുടബലരിമന അടകരബലരിമന. Receive the power. Receive the power. Receive the power. Oh റബലബലബല സുടബലബലബ heal heal rekemene kammana adagaramana rivana rasiyana rambal ramana rivana chudabari adaga udabala rivana rasiyana rajarina ramana rasi adagaramana rivana rasi. Receive the power. Receive the power. Oh oh rekebene retubia udarabana kammana udabala chudabala adagaramana പുറത്തുവാ നിന്നെ പുറത്തു കൊണ്ടുവരിക ദൈവമാവാ. റിബനരസിയാന ഭവനിരാജ രമനഗത്തുരി അടകരമന റിബനരസിയാന റമ്പൽമാന ചുടബല റിബനരസി അടകരമന റിബനരസിയാന ഭവനിരാജ അടകാരാജ റീബനഗത്തുരി. നിന്റെ ഞരമ്പുകളുമേ ദൈവ സാന്നിധ്യം ഇറങ്ങുക. നിന്റെ ഞരമ്പുകളെ ദൈവ സാന്നിധ്യം ഇറങ്ങുക. നിന്റെ ഞരമ്പുകളെ കെട്ടുപൊട്ടി കയറിവാ. ഫയർ
ഉടറാബാന കമ്മന ബലബല ഉടമന ഗടഗര ഗത്തുരി അടകരമന റിവനരസിയാന രാജരാജ രാജറീന രമനര ഓ റിഖാ ബാബാ ബാബാ ഓ റംബൽ ഭൗടി രമന ഉടമന ഗടഗര ഗത്തുരി തീ 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 അഭിഷേകത്തിന്റെ തീ ഉടബല ബലബ. ഞാൻ ഇങ്ങനെ കാണുക ചില ചങ്ങല പൊട്ടി അഴിയുന്ന പോലെ കുടുംബത്തിൽ ചില ചങ്ങലകൾ പൊട്ടുന്ന ദൈവാത്മാവിനെ കാണുക. രാജറീന രമനരസി അടകരമന റിവനരസിയാണ് ഉടബല. അബ്രാഹാമിനെ ഓർത്ത് ലോത്തിനെ വിടുവിച്ചതുപോലെ നിന്റെ പ്രാപ്തന് നിന്റെ കുടുംബത്തിൽ ദൈവം ദൂതനെ അയച്ചതാ. അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ വിടുവിച്ചതുപോലെ കർത്താവിന്റെ ആത്മാവ് പറയുക, ഇന്ന് നീ ബലത്തോടെ ഇരിക്കുന്ന ദൈവകൃപയാ. നിന്നെ തകർക്കാനൊക്കെ പിശാചൊരിക്ക പദ്ധതിയെ വെട്ടി ദൈവം നിന്നെ കാത്ത ദൈവമാ. ഒത്തിരി പ്രതികൂലങ്ങളെ തരണം ചെയ്ത ഇതുവരെ ദൈവം നിന്നെ കൊണ്ടുവന്നത്. അവനോട് പറയുക, യഹോവ രക്ഷിക്കുന്ന വീരനാ നിന്നോട് കൂടെയുണ്ട്. നിന്റെ വീട്ടിൽ നിന്ന് അനർത്ഥങ്ങളെ മാറ്റിയ ദൈവമാ. ചില ദുഃഖങ്ങൾ മാറിപ്പോകുക. റിബിനി ശുഡിബി ഉടവ വാക്തത്വമുള്ളതിനെ തകർക്കാൻ ഒരുങ്ങുന്ന ചില അന്ധകാര പദ്ധതികളെ ഇന്നത്തെ ആരാധന വെട്ടിക്കളയുന്ന മണ്ഡലം ദൈവാത്മാവ് ഇടപെടുക. ഉടമരമന റിബനി ശുഡിബി അടകരമന റിബനരസിയാന റീബ നിന്നതല്ല, ദൈവം നിർത്തിയതാ. ഉടമ ദൈവത്തിന്റെ കരുണയുടെ കരം നിന്റെ ഭവനത്തിലുണ്ട്. അതാ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നതുപോലെ തള്ളിയവനെ നടുവിൽ കൊണ്ടുവന്ന് ഉയർത്തിയ ദൈവം. ദോഷം പലതും ശത്രു ചെയ്തതാ, അതിനെ നടുവിൽ നിർത്തിയ ദൈവമാണ്. ദൈവമാ പറയുക, ആഭിചാരം യാക്കോബിന് ഫലിക്കുകയില്ല. ലക്ഷണവിദ്യ എന്നെ കേൾക്കാതെ വേണം അതിനെ തകർത്ത എന്നെ കാണിക്കുക. ചില ശരീരത്തിൽ നിന്ന് ആഭിചാരം അഴിഞ്ഞു പോവുക. ചില കുടുംബങ്ങൾ ആഭിചാരത്തിന്റെ ഘട്ട, ശുദ്ധത്തിന്റെ ഘട്ട, ആഭിചാരത്തിന്റെ കെട്ടടിയുന്ന ഒരു അഭിഷേകം. ആഭിചാരത്തിന്റെ കെട്ടടിയുന്ന ചില കുടുംബങ്ങൾ, വ്യക്തികളെ കെട്ടിയ മണ്ണിനെ കെട്ടിയ ചില ആഭിചാരം. കാണിക്കുക. കുടുംബങ്ങളെ കെട്ടിയ നിന്റെ പരമുറയെ നിന്റെ കുടുംബം നശിപ്പിക്കുക ശത്രു കെട്ടിയ ചില ആഭിചാര കെട്ട് അഴിയുക യേശുവിന്റെ നാമത്തിൽ. അഴിഞ്ഞു പോകുക. ശരീരം വിട്ട് ശരീരം മണ്ണ് വിട്ടഴിയുക. കുടുംബങ്ങളെ വിട്ടഴിയുക. തലമുറയെ രാജാ രാജാ റീഖ റീന റീബ അടകരമന റിബനരസി അടകരമന റിബനഗത്തുരാജ മാറമാന മാനതൂന കാന കമ്മന റിബനരസിയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം. Receive the power. Receive the power. ഒത്തിരി വരണേ. കമ്മന ബലവ അടകരമന റിബനരസിയാണ്. പുതിയ നിറവ് റംബൽ രമന ശുഡവരമന മോശയെ പോലെ ദൈവം പുറത്തു കൊണ്ടുവരിക. വിക്കനായ മോശയുടെ നാവിന്റെ കെട്ടഴിച്ച് ദൈവമാ പറയുക, നന്മയെ കെട്ടി വസ്തുവിനെ കെട്ടി അടിയുക. നിന്റെ വസ്തുവകളെ കെട്ടിയ ചില കെട്ടഴിയും. ഉടവല നന്മയുണ്ട്, തടഞ്ഞിരിക്കുന്ന ചില കെട്ട് അഴിയുന്ന യേശുവിന്റെ നാമത്തില്. റബന സുഡബ മടക മനക തുരമ അടകരവലരസിയാൻ രാജ 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 രാജപ്രവടി റമ്പൽ പ്രവടി ഉടബലബലബല അടകരമനരിവനരസിയാൻ യേശുവിന്റെ നാമത്തില് പുതിയ ശക്തി, പുതിയൊരു പവർ. യോസഫ് സ്വപ്നക്കാരനായിരുന്നു. സ്വപ്നത്തിലൂടെ ദർശനത്തിലൂടെ ദൈവം പിന്നെ നിന്നോട് ഇടപെടും. പ്രാർത്ഥിച്ചോ. അഴിയട്ടെ. ഉടവൽ ശരീരത്തിൽ മാമ കെട്ടിയ കെട്ടുകൾ അഴിഞ്ഞു പോട്ടെ. പുതിയ അഭിഷേകം പകരുക. പുതിയ അഭിഷേകം, പുതിയ പവർ. ഏറ്റെടുത്തോ ദൈവ സാന്നിധ്യം, പുതിയ അഭിഷേകം. ജനമേ പുതപ്പിടുക. ഏലിയാവിന്റെ പുതപ്പ് ഏലീശയുടെ മേൽ വന്നതുപോലെ ഏലിയാവിന്റെ പുതപ്പ്
ഏലീശയുടെ മേൽ വന്നതുപോലെ, ഏലിയാവിന്റെ പുതപ്പ് ഏലീശയുടെ മേൽ വന്നതുപോലെ റബന ശുഡബ റിബനി അടക സൗഖ്യമാകുക. ദൈവത്തിന്റെ തീ തീ ഒരു ഇരട്ടി അഭിഷേകം, ഇരട്ടി അഭിഷേകം. ഓ ഉടബലബലബല അടകരമന റിബനകത്വരി ഇരട്ടി അഭിഷേകം, ഇരട്ടി അഭിഷേകം. റിസീവ് 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 റിസീവ്. ഉടബ റബന റബന റീഖ മാനബ ഉടബലബ. നിന്റെ മേൽ പ്രവചനാത്മാവ്, നിന്റെ മേൽ പ്രവചനാത്മാവ് നീ പ്രവചിക്കും. ഏൽപ്പിച്ചു കൊടുക്ക. റിബലബലബല സുഡബലബലബ അടകരമന റിബനകത്വരി ഒരു നിറവെന്ന് പകൽക്കാൻ, ഒരു നിറവ്. റബന സുഡബ റബന അടകേ റമന റസി രാജ 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 അൽഖമന പ്രവൃത്തി രമന ഘടകരകത്വരെ. ഹല്ലേലൂയ. രാജരാജ രാജറീന അടകരമന. രണ്ട് വിഷയത്തിന് മറുപടി കർത്താവിനെ എഴുതി കാണിക്കുക. രണ്ട് വിഷയത്തിന് മറുപടിയുണ്ട്. പ്രാർത്ഥിച്ചു. നിന്റെ കണ്ണുനീര് ദൈവം തുടയ്ക്കും. ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ആരോടും പറയാതെ ഉള്ളിൽ ഒലിപ്പിച്ച നിന്റെ ഒരു ഭാരം ഇന്ന് പകൽ ദൈവം എടുത്തു മാറ്റുക. അടഞ്ഞത് തുറക്കുന്ന ദൈവം ഞാൻ. റിബനെ ശുഡിബി ഉടബ അടകരമന റിബനകത്വരാജം പവിടി. ദൈവാത്മാവനോട് പറയുന്നു, രാജരമന റിബനറസിയ അനപവനി രാജരമനകത്തെ അമ്മ ചൂടിബി റീബാന. രണ്ട് വിഷയത്തിന് മറുപടി ആ ദൈവത്തിൻ്റെ കരം ചലിക്കും. നീ പ്രാർത്ഥിച്ച് മടുത്തുപോയതാ, അതിന്മേൽ മറുപടി വരിക. റീബാന കത്തുരാജം പവിടി അട്ടരചൂടം റമനകത്ത് റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞതുപോലെ ഉടമനകടകര കത്തുരാജം പവിടി. ഞാൻ നീ ദൂത് പറയുമ്പോൾ നിന്റെ മുറിവ് ദൈവം കെട്ടും, നിന്റെ കണ്ണുനീര് ദൈവം തുടയ്ക്കും. നീ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയവളാ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, മനുഷ്യൻ പുറമെയാ കാണുന്നത്, ദൈവം നിന്റെ ഹൃദയം അറിയുന്ന ദൈവമാണ്. കർത്താവിനോട് പറയുക, ഞാൻ നിനക്ക് തുണയാ. ഇതുവരെ ദൈവമാണ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ചെയ്യാത്ത കാര്യത്തിന് മുറിവേറ്റിട്ടുണ്ട്. റിബനക്ക് ശരീരം മുറിപ്പെടുത്തിയിട്ടുണ്ട്. ആർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ച് ഇടിവിൽ നിന്നോ അവർ തന്നെ നിന്നെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവോട് പറയുക, അമ്മ സക്കരിയാവും എലിസബത്തും കർത്താവിൻ്റെ വേലയിൽ നിന്നവരാ. അവർ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വിടുതലാ. എന്നാൽ അവരുടെ ചില വിഷയം ചോദ്യചിഹ്നമായി നിന്നു. ആ വിഷയത്തിന് സ്വർഗത്തിൽ ദൂതൻ മറുപടിയായി ഇറങ്ങിയതുപോലെ നിനക്കൊരു മറുപടിയുണ്ട്. രണ്ട് വിഷയത്തിമേ ദൈവത്തിൻ്റെ കരം കാണുമെന്ന് ഇന്ന് പകല് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. കർത്താവിൻ്റെ ആത്മാവിനോട് ദൈവം നിന്നെ ഓർക്കും. ദാവീദിനെ അവൻ്റെ സകല കഷ്ടതകളെ ദൈവം ഓർത്തതുപോലെ ദൈവം നിന്നെ ഓർക്കും. കർത്താവിനോട് പറയുക, 145 സങ്കീർത്തനം 18, സത്യം സത്യമായി എന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ഞാൻ സമീപസ്ഥനായിരിക്കുന്ന പോലെ ഞാൻ നിനക്ക് സമീപസ്ഥനാ. നീ യുദ്ധം ചെയ്ത് മടുത്തവളാ. കർത്താവിൻ്റെ ആത്മാ അപവാദം പോലും ജീവിതത്തിൽ കേട്ടിട്ടുണ്ട്. വാഴിക്കില്ലെന്ന് വെല്ലുവിളിച്ച സ്ഥാനത്ത് നിന്നെ നിർത്തിയ ദൈവമാണ്. നീ ആഗ്രഹിച്ചതൊന്നുമല്ല ജീവിതത്തെ സംഭവിച്ച് അതിൻ്റെയൊക്കെ നടുവിൽ നിർത്തിയ ദൈവത്തിന് നിന്നോടൊരു ദൂത് പറയാനുണ്ട്. ശകരത്തിനൊരു സമയമുണ്ട് മകളെ, ഈ യുദ്ധമൊക്കെ മാറും. യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ഏറ്റെടുത്ത് ചെയ്ത് 46 സങ്കീർത്തനം 9 പറയുന്നു, ഉടബലടബൻ റിബനറസ് യഹോവ എഴുന്നേറ്റ് യുദ്ധങ്ങളെ നിർത്തൽ ചെയ്ത് രഥങ്ങളെ തീരിട്ട് കുന്തങ്ങളെ ഒടിക്കും. കാരണം അവൻ യേശൂരുവിൻ്റെ ദൈവത്തെ പോലെ ഒരു ദൈവമില്ല. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി അവൻ ആകാശത്തൂടെ മേഘാരൂഢനായി ഇറങ്ങി വരും. നീ പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ആത്മാവിനോട് പറയുന്നു, കാറ്റില്ല മഴയില്ല, നീ വെട്ടിയ കുടികളും നിറയ്ക്കുക. ഏതോ വഴി ദൈവം വിളിച്ചു വരുത്തിയത്, വെള്ളം വിളിച്ചു വരുത്തിയതുപോലെ ചില വിടുതലുകൾ വിളിച്ചു നിന്റെ ഭവനത്തെ കൊണ്ടുവരുമെന്ന് ഇന്ന് പകല് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒത്തിരി പേരുടെ ശരീരത്തിൽ ഇപ്പോൾ സൗഖ്യം നടന്നിട്ടുണ്ട്. സ്തോത്രം. എൻ്റെ ശരീരത്തിൽ സൗഖ്യം നടന്നു. ആ സൗഖ്യം അറിഞ്ഞവർ കരങ്ങളെ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഉടബലരമന റിബനറസി ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ ചിലരുടെ പുതിയ അഭിഷേകം കിട്ടി, പുതിയ ഭാഷ കിട്ടി. അങ്ങനെ അനുഭവമുള്ളവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. റബനറസ് പുതിയ പുതപ്പ്, ഏലിയാവിൻ്റെ പുതപ്പ് ഏലീശയുടെ മേൽ വീണതുപോലെ അമ്മ നിന്റെ മേലൊരു പുതപ്പിടുക. കൃപാപരത്തിൻ്റെ പുതപ്പ് അമ്മ ദൈവാത്മാവിനോട് പറയുന്നു. റമ്പൽ സൗഖ്യത്തിൻ്റെ പുതപ്പ് അമ്മ ഉടവക്കല കെട്ടുകളെ പൊട്ടിക്കുന്ന പുതപ്പ്, ഒരു ഇരട്ടി പോഷൻ്റെ അനോയിൻറ്റിങ്. റബന ചുടിബി അടകരമന. ദൈവാത്മാവിനോട് പറയുക, ഈ ആണ്ട് നിന്റെ തലമുട നിന്ന ദൈവം നീക്കും, നിന്റെ മക്കൾ കുഞ്ഞിൻ്റെ ദൈവം നിന്ന നീക്കും. നീ പ്രാർത്ഥിച്ചു, ദൈവം ഓർക്കുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഉടമന അടകരമന റിബനറസിയ അനുഭവന് നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിൽ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ഈ ആണ്ട് നിന്റെ തലമുറയെ ദൈവം ഓർക്കും. ഉടമനഘട്ട നിന്റെ തലമുറയെ ദൈവം ഓർക്കുമെന്ന് ഇന്ന് പകല് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. റീബ ചിലതിൻ്റെ വഴി ദൈവം തുറക്കുന്നു. തലമുറ വിഷയത്തിമേ ദൈവത്തിൻ്റെ കരമിറങ്ങി ചലിക്കുന്നു. തലമുറ വിഷയത്തിമേ അടഞ്ഞ ഉദരം 5, 6, 7 വർഷമായിട്ടുള്ള അമ്മ ചുടബലഘട റമനകത്വരി അമ്മ ആ നിന്ന ദൈവം നീക്കുക, ആ നിന്ന ദൈവം നീക്കുക. പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ. ഉടബലരമനരിമനരസിയാണ്
രാജ റീന റീക റീബ ബാബ ഉടമനകടകരകത്തുരാജം പവിടി. കരങ്ങളെ യുവത്തെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്ന ശൂന്യത മാറ്റുന്ന ദൈവം. സ്തോത്രം. അമ്മ ദൈവത്തിന് സ്തോത്ര. വിധവയുടെ ശൂന്യത മാറ്റി ആ വീടിൻ്റെ അകത്ത് വിടുതൽ കർത്താവ് കൊണ്ടുവന്നു. 4 ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. 1 കടഭാരത്തിൻ്റെ മുഖം പൊട്ടി, 2 തലമുറയുടെ മുഖം പൊട്ടി, 3 ദേശത്ത് നിന്നയുടെ മുഖം പൊട്ടി, 4 മുന്നോട്ടുള്ള വഴി ദൈവം ഒരുക്കി. ഒറ്റ അഭിഷേകത്തിന്റെ പകർച്ച, ഒറ്റ പകർച്ച മതി, ഒറ്റ പകർച്ച മതി, ഒറ്റ പകർച്ച മതി. ചില ശൂന്യത കർത്താവിനോട് പറയുക, ഒരു മറുപടി വരുന്നുണ്ട് ദൈവസന്നിധിയിൽ, ഒരു മറുപടി വരുന്നുണ്ട്. പ്രാർത്ഥിച്ച് മാസങ്ങളായി പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. ദൈവം ആ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. നിന്റെ ആ കണ്ണുനീര് പ്രാർത്ഥന സ്വർഗത്തിലെത്തിയിട്ടുണ്ട്. ദൈവം ദൂതനയച്ച ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. കർത്താവിൻ്റെ ആത്മാവിനോട് പറയുക, ഇനി താമസിക്കുകയല്ല, ചില മറുപടികൾ വേഗത്തിലുണ്ട്. റീബാനകത്തൊരു ശീമോൻ പറഞ്ഞു, ഉടബലകട്ട റബനകത്തുരാജം വാക്തത്വം ചെയ്തതിനെ ഉടബല കരത്തിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചതുപോലെ ചില വാക്തത്വങ്ങൾ നീ കാണുമെന്ന് ദൈവം ദൂത് വിളിച്ചു പറയുക. ഉടബലകട ശീമോൻ റീബാനകത്തുരാജം പ്രവൃത്തി തിരുവെഴുത്തുകളെ പകർത്തി എഴുതിയ ശീമോൻ കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുമോ എന്ന് ചോദിച്ചു. ശീമോൻ ആ ദൂത് വിശ്വസിച്ചില്ല. ശീമോനോട് ദൈവം പറഞ്ഞു, നീ ആ വാക്തത്വം കണ്ടിട്ട് മരിച്ചാൽ മതിയെന്ന്. അവനോട് പറയുക, ചില വാക്തത്വ നിവർത്തികൾ കണ്ണുകൊണ്ട് കാണാൻ പോകുന്ന സമയമാണ്. പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. രാജറീന രമനരസി അടകരാജ പൗഡറമനകത്വനെ എലിയാവിൻ്റെ പുതപ്പ് എലീശയുടെ മേൽ വീണതുപോലെ റീബാൻ ഇതുവരെ ചെയ്യാത്തതൊന്ന്, ഇതുവരെ ഉടബലട്ടം റിബനകത്ത് ചെയ്യാത്തൊരു ശുശ്രൂഷ റീബാനകത്ത് നിന്റെ മേൽ പകരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഞാൻ അവർ ചെയ്തതുപോലെ ഇവർ ചെയ്തതുപോലെയല്ല. ഇന്ന് പലക്കാലം പരിശുദ്ധാത്മാവിനോട് പറയുന്നു, അവർ ചെയ്തതിനേക്കാൾ അപ്പുറമായി ഒന്ന്, അവർ സൃഷ്ടിച്ചതിനേക്കാൾ അപ്പുറമായി ഒന്ന്, അവർ പ്രവചിച്ചതിനേക്കാൾ അപ്പുറമായി ഒന്ന്, അവർ വിടിവിച്ചതിനേക്കാൾ അപ്പുറമായി ഒന്ന് നിന്റെ കരത്തിലൂടെ ചെയ്തെടുക്കാൻ ആ ദൈവത്തിൻ്റെ പദ്ധതി. നമുക്ക് ദൈവകരങ്ങൾ ലേപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കേൾപ്പിച്ച വചനത്തിന് മുൻപാകെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കഴിഞ്ഞ നിമിഷങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സാന്നിധ്യം ദൈവസഭയിലുണ്ടായിരുന്നു. അതെല്ലാവരും അനുഭവിക്കാൻ കർത്താവ് കൃപ തന്നു. ആ ദൈവത്തിന് നമുക്ക് നന്ദി പറയാമോ? എലിശയിലൂടെ, എലിയാവിൻ്റെ ജീവിതത്തിലൂടെയൊക്കെ പ്രിയ ദേവദാസിലൂടെ അനേക ദൂതുകൾ അറിയിക്കുവാനിടയായി. എലിശയുടെ കയ്യിൽ നിന്ന്, ഏലിയാവിൻ്റെ കയ്യിൽ നിന്ന് ഇരട്ടി പങ്ക് ഒരു അഭിഷേകം വേണമെന്ന് ആഗ്രഹിച്ചു. പല ശിഷ്യന്മാരുണ്ടെങ്കിലും താൻ ആ ഏലിയാവിനെ പിന്തുടർന്നത് കൊണ്ട് അത് ലഭിച്ചതുപോലെ ദൈവത്തിൽ നിന്ന് ഒരു അഭിഷേകം ലഭിക്കും വരെ കർത്താവിനെ പിന്തുടരുവാൻ എപ്പോഴും മറ്റുള്ളവരെ നോക്കാതെ ആ ദൈവത്തിലേക്ക് നോക്കണമെന്ന് നമുക്കൊരു ചിന്ത പ്രിയ ദേവദാസിലൂടെ ലഭിച്ചുവല്ലോ. ഏലിയാവിൻ്റെ കൂടെയാണ് എലിശ ആദ്യമായി യോർദാൻ കടന്നതെങ്കിൽ തിരിച്ച് അഭിഷേകം പ്രാപിച്ചപ്പോൾ താൻ ഒറ്റയ്ക്ക് ആ യോർദാനെ മറികടന്നതുപോലെ ദൈവത്തിൻ്റെ അഭിഷേകം വരുമ്പോൾ പല വിഷയങ്ങൾ, യോർദാൻ പോലെയുള്ള വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ വഴിമാറിപ്പോകുമെന്ന് ദൈവാത്മാവിനാൽ നമ്മൾ കേട്ടുവല്ലോ. ആ യെരിഹോവിലെ പട്ടണത്തിലെ വെള്ളം ചീത്തയും ഗർഭനാശകമായിരുന്നു. എന്നാൽ ആ ദൈവഭക്തൻ അവിടെ ചെന്നപ്പോൾ ആ വെള്ളം പഥ്യമായി മാറിയതുപോലെ പല അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുവാൻ അഭിഷേകത്തിന് സാധിക്കുമെന്ന് കേൾക്കുവാനിടയായല്ലോ. അഭിഷേകം, എണ്ണ, പല നഷ്ടങ്ങളും ഭാരങ്ങളും ആ പ്രവാചക ശിഷ്യന്റെ ഭാര്യയുടെ ജീവിതത്തിൽ കടന്നുവെന്നെങ്കിലും അവിടെ എണ്ണ ഉണ്ടായിരുന്നത് പോലെ എന്തൊക്കെ അവസ്ഥകൾ വന്നാലും നമ്മുടെ ജീവിതത്തിൽ എണ്ണ ഉണ്ടായിരിക്കണമെന്ന് കേൾക്കുവാനിടയായല്ലോ. ആ എണ്ണ പകർച്ച സംഭവിച്ചപ്പോൾ അത് ആ ഭവനത്തിന് വിടുതലായി, അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി എന്ന് ദൈവജനത്തിലൂടെ കേട്ടല്ലോ. ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി കാത്തിരിക്കാം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കും പറയട്ടെ. ഇന്ന് ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ശുശ്രൂഷ ചെയ്ത പാസ്റ്റർ ബിനു പൗലോസ് അവர்களോട് ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. വൈകുന്നേര സെഷനിലും പ്രിയ ദേവദാസന്റെ ശുശ്രൂഷയിലും എല്ലാം കർത്താവ് വളരെ ശക്തിയോടെ തുറന്നു എടുത്ത് ഉപയോഗിക്കട്ടെ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇപ്പോൾ പാസ്റ്റർ റംസി തരകൻ അവർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ സെഷൻ അവസാനിക്കുന്നതായിരിക്കും.
Praise the Lord, praise the Lord, praise the Lord, praise the Lord. സ്തോത്രം 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 സ്തോത്രം. നല്ല പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, തന്നെ എല്ലാം വിടുതലായി സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തോത്രം പിതാവേ, എല്ലാവരെയും ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ദൈവം ആത്മപകർച്ചയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, ദൈവം എല്ലാവരെയും ദൈവം തൊട്ടതിനായി സ്തുതിക്കുന്ന കർത്താവേ, ദൈവമേ ഞങ്ങളുടെ അകത്ത് മനുഷ്യനിലപ്പ ഒരു പ്രാവശ്യം കൂടെ അപ്പ ദൈവശക്തിയാൽ അപ്പാ ദൈവം നിറച്ചതിനായി സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം. ദൈവം എല്ലാം ഞങ്ങളുടെ വിഷയങ്ങളുടെ മേലുള്ള കർത്താവിന് വിടുതൽ കാണാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം കർത്താവേ, സ്തോത്രം. ദൈവം വചനം സംസാരിച്ച് നിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം കർത്താവേ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ദൈവം ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കണം കർത്താവേ. കൃപയാൽ ദൈവം നടത്തണം കർത്താവേ, സ്തോത്രം. ദൈവം വൈകുന്നേരത്തെ മീറ്റിംഗിനെ ദൈവം അനുഗ്രഹിക്കണം കർത്താവേ, സ്തുതിക്കുന്നപ്പ ഹല്ലേലൂയ. സ്തോത്രം. എല്ലാ ദൈവദാസന്മാരെ ദൈവം സഹായിക്കണം, സൂക്ഷിക്കണം കർത്താവേ. ദിവസങ്ങളുടെ കർത്താവേ, ദൈവമേ കൂടുതലായിട്ട് കർത്താവേ കർത്താവിന്റെ അടുത്ത് സമർപ്പിക്കുവാനും ദൈവം ബലപ്പെടാനും ദൈവം സഹായിക്കണം. ദൈവം എല്ലാവരെയും ദൈവം സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. സമാധാനത്തോടെ മടങ്ങിപ്പോകാൻ കർത്താവ് നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. വൈകുന്നേരം കൃത്യം 6:30 തന്നെ ഈവനിങ് സെക്ഷൻ ആരംഭിക്കുന്നതായിരിക്കും. പ്രിയ ദേവദാസന് വൈകുന്നേരത്തെ സെക്ഷനിലും ഉണ്ടായിരിക്കും. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ കടന്നു വരിക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.